പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് വേഗം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം. വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ജീവിതത്തിലെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളും ദൈവം നടത്തിയ വഴികളെക്കുറിച്ചും സാക്ഷ്യം പറയുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസനും യൗവനക്കാരനുമായ പ്രിയ ഫ്ലാഗോൺ ആണ്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഫ്ലാഗോൺ ജ്ഞാനശീലൻ എന്നാണ് അറിയപ്പെടുന്നത്. പ്രിയ മകൻ തൻ്റെ ജീവിതത്തിൽ തൻ്റെ 20ാമത്തെ വയസ്സിൽ തൻ്റെ പഠന കാലയളവ് യാത്രയിലായിരിക്കുമ്പോൾ തൻ്റെ ബൈക്ക് ആക്സിഡന്റിൽ പെടുകയും തൻ്റെ മുകളിലൂടെ ടാങ്കർ ലോറി കയറി ഇറങ്ങി ഉണ്ടായ ഗുരുതരമായ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായുള്ള രക്ഷപ്പെടലിനെ കുറിച്ചുള്ള ഒരു സാക്ഷ്യമാണ് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. ആകയാൽ ആ രക്ഷപ്പെടലിനെ കുറിച്ചുള്ള സാക്ഷ്യം ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ പ്രാർത്ഥനയോടെ നമുക്ക് കേൾക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയ സഹോദരൻ ഫ്ലാഗോൺ ജ്ഞാനശീലനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളും. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്ത് ചെയ്യുന്നു? ഇപ്പോ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. വീട്ടില് പപ്പ, അമ്മ, എനിക്കൊരു സഹോദരി ഉണ്ട്, മാരേജ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ കറന്റ്ലി ഒരു സ്റ്റുഡന്റ് ആണ്. അതോടൊപ്പം തന്നെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ വിവിധ തലങ്ങളിൽ കൃപയാൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം കർത്താവിന്റെ ദാസനെ തുടർമാനമായി സംസാരിക്കാം. ബാല്യകാലം മുതൽ ദൈവം നടത്തിയ നാൾ വഴികളിലൂടെ ദൈവപ്രവർത്തികളെ വർണ്ണിക്കുവാനുള്ള അവസരമാണ്. പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസനെ തുടർമാനമായി സംസാരിക്കും. സകലമാന്യ പ്രേക്ഷകർക്കും സ്നേഹവന്ദനം. ഇങ്ങനെ എന്റെ ജീവിതത്തിന് അനുഭവം പങ്കുവെക്കാൻ എനിക്ക് അവസരം ഒരുക്കി തന്ന അരോമ ടിവിയോടും സകല പ്രവർത്തകരോടുമുള്ള ഹൃദയംഗമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇതിന് കാരണമായ പാസ്റ്റർ സാം അവர்களോടും മാത്രമല്ല എൻ്റെ പിതാവിനോടും മാതാവിനോടും സഹോദരങ്ങളോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്നേഹിക്കുകയും സഹകരിക്കുകയും ചെയ്ത സകലരോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. എൻ്റെ പേര് നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലാഗോൺ ജ്ഞാനശീലൻ എന്നാണ്. ഞാനൊരു പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. ദൈവത്തിന് അങ്ങനെ ഒരു ഭാഗ്യം നൽകി. എൻ്റെ പപ്പ ഒരു പാസ്റ്ററാണ്. അപ്പോൾ അമ്മ ഹൗസ് വൈഫാണ്. എനിക്കൊരു സഹോദരി മുൻ പറഞ്ഞതുപോലെ ഉണ്ട്. പുള്ളിയുടെ കല്യാണം കഴിഞ്ഞു, 2 കുഞ്ഞു കുട്ടികളുണ്ട്. ഞങ്ങള് ചെറുപ്പ നാൾ മുതൽ അപ്പം പാസ്റ്റർ ആയതുകൊണ്ട് തന്നെ ആ ഒരു അന്തരീക്ഷത്തിലാണ് വളർന്നു വന്നത്. എങ്കിലും ഒരുപാട് നല്ല ഓർമ്മകളും ഒരുപാട് വേദനയുടെ സാഹചര്യങ്ങളും ദൈവത്തിന്റെ കരവും അനുഭവിച്ചു വരാൻ ദൈവകൃപയാൽ ഞങ്ങൾക്ക് അവസരങ്ങൾ നൽകി. ഒരുപക്ഷെ എന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ പലർക്കും എന്തൊരു പേരെന്ന് തോന്നാറുണ്ട്, പലരും ചോദിക്കാറുണ്ട്. എന്റെ ജീവിതത്തിൽ ഒരുപാട് എനിക്ക് ആദ്യമൊക്കെ എന്നാ പേരെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ചില പ്രധാന ഘട്ടങ്ങളിൽ ഒരുപാട് സഹായമായി അല്ലെങ്കിൽ ഒരു ആശ്വാസമായി വെളിപ്പെട്ടതിന്റെ പേരുകൊണ്ട് തന്നെയാണ്. അതിനൊരു ചെറിയൊരു സംഭവം ഉണ്ട്. അത് വിവരിച്ച് എന്റെ കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. എന്റെ ബാല്യകാലം മുതലല്ല, എന്റെ ജനനത്തിന് മുമ്പേ ആരംഭിക്കുന്നുണ്ട് എന്റെ പേരിന്റെ ബാക്കിലെ കഥ. അപ്പോ എന്റെ അപ്പനും ഞാൻ പറഞ്ഞല്ലോ, അപ്പനൊരു കൂലിപ്പണിക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം ജനിച്ചത് പെൺകുട്ടി ആയതുകൊണ്ട് സാമ്പത്തികമായി അത്ര മെച്ചമല്ലാത്തത് കൊണ്ട് തന്നെ വളർത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഒരു കുഞ്ഞ് മതി
എന്നൊരു തീരുമാനത്തിലായിരുന്നു എൻ്റെ അപ്പനും അമ്മയും മുന്നോട്ട് പോയത്. അപ്പോ ഒരിക്കലും ഒരു പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു ദേവദാസൻ അമ്മയോട് ഇങ്ങനെ ദൂത് പറഞ്ഞു, അമ്മയെ അറിയത്തില്ല, ഫസ്റ്റ് ടൈം ആണ് ആ ദേവദാസനുമായിട്ട് മീറ്റിംഗിന് വരുന്നത്. മേ ബി ചിലർക്ക് അറിയാമായിരിക്കും, പാസ്റ്റർ ധർമ്മക്കണ്ണൻ എന്നാണ് പുള്ളിയുടെ പേര്, പുനലൂരുള്ള ദേവദാസൻ. അപ്പൊ അദ്ദേഹം അമ്മയോട് പറഞ്ഞു, നിങ്ങൾ ഒരു കുഞ്ഞു മതിയെന്ന് പറഞ്ഞാണ് വിചാരിച്ചിരിക്കുന്നത്, പക്ഷെ ദൈവം ഒരു തലമുറയോട് നൽകും, അത് ആൺ തലമുറയായിരിക്കും. എന്റെ സ്വഭാവം എന്തായിരിക്കും, എന്റെ ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ട മിനിസ്ട്രീസ് എന്താണ്, ദൈവത്തിന്റെ ഉദ്ദേശം എന്താണോ, എല്ലാം വ്യക്തമായ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, അവൻ ഒരു പേരെ വിളിക്കാവൂ, സ്വന്തത്തിൽ നിന്ന് പേരിടരുത്. ഒന്നുകിൽ പ്രവാചകന്മാരിലൂടെ, അല്ലെങ്കിൽ വേദപുസ്തകത്തിലൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വപ്നത്തിലൂടെ ദൈവം പേര് നൽകുമെന്ന് പറഞ്ഞു. അങ്ങനെ 2 വർഷത്തിനപ്പുറം ഞാൻ ജനിച്ചു. ഏകദേശം 1.5-2 വയസ്സ് വരെ എനിക്ക് പേരിട്ടില്ലായിരുന്നു. അപ്പൊ അമ്മയുടെ ഒരു സഹോദരൻ ഒരിക്കൽ അമ്മയോട് ഇച്ചിരി കയർത്ത് സംസാരിച്ചു, സ്നേഹത്തിലാണ്. അപ്പൊ അമ്മയ്ക്ക് രാത്രിയായപ്പോ ഈ വാക്ക് അമ്മയെ സ്പർശിച്ചു, ഭയങ്കര സങ്കടമായി, കരഞ്ഞു കരഞ്ഞു പ്രാർത്ഥിച്ചു. അമ്മ മയങ്ങി. അർദ്ധരാത്രി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ശബ്ദം കേട്ടു, ഒരു റെഫറൻസ് കേട്ടു, പേര് കേട്ടു, പേരിന്റെ അർത്ഥവും കേട്ടു. ഇപ്പൊ റോമർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായം 14-ാം വാക്യത്തിന്റെ 2ാമത്തെ പേരാണ്. അപ്പോ അമ്മയ്ക്ക് പേര് സാധാരണ പലർക്കും അതുപോലെ തന്നെ പെട്ടെന്ന് ഉച്ചരിക്കാൻ പറ്റിയില്ല. അമ്മ രാത്രി പെട്ടെന്ന് പപ്പയെ തട്ടി എണീപ്പിച്ചു, ഇങ്ങനെ മോന്റെ പേരിൽ കിട്ടി. അമ്മയ്ക്ക് പറയാൻ പറ്റുന്നില്ല. അമ്മ റെഫറൻസ് പറഞ്ഞു, പപ്പ വാക്യം നോക്കി എഴുതി വെച്ചു, ഉറങ്ങി. രാവിലെ പോയി അടുത്ത ഒരു ദേവദാസനുണ്ട്, ദേവദാസന്റെ വീട്ടിൽ പോയി. അദ്ദേഹം ഒരു ബൈബിൾ സ്കോളർ കൂടെയാണ്. അപ്പോൾ ഡിക്ഷണറി ഒക്കെ നോക്കി പേര് ഫിക്സ് ചെയ്തു. പിറ്റേന്ന് ആ ഞായറാഴ്ച എനിക്ക് പേരും വിളിച്ചു. അങ്ങനെയാണ് ഫ്ലാഗോൺ എന്നൊരു പേര് എനിക്ക് വീണത്. പേര് ഒരു റോമൻ ബാക്ക്ഗ്രൗണ്ട് ആണ് പേരിന്. പേര് ഇച്ചിരി കട്ടിയാണെങ്കിലും ഒറ്റ പേര് എനിക്കുള്ളൂ, വേറെ പേരുകളില്ല. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ ജീവിതം മുന്നോട്ട് വന്നു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം, അതായത് ഏകദേശം ഞാന് 6-ാം ക്ലാസ് 7-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് കർത്താവിനെ രക്ഷിതാവായി അംഗീകരിക്കാൻ എനിക്കൊരു അവസരം ഉണ്ടായത്. അത് എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റും എനിക്കറിയില്ലെങ്കിലും, പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു യേശു കർത്താവിന്റെ ക്രൂശീകരണത്തെ വിവരിക്കുന്ന ഒരു മൂവിയുണ്ട്. അപ്പോ ഈ മൂവി ഞാൻ ഒറ്റയ്ക്ക് അന്ന് റൂമില് നേരത്തെ കണ്ടപ്പോൾ ഞാൻ റീവൈൻഡ് കാണുക. അപ്പോ അതിൽ ഒരു പ്രത്യേക ഒരു ഭാഗം, യേശു കർത്താവിനെ ആ അഭിനയിക്കുന്ന വ്യക്തിയെ ചാട്ടവാറ് കൊണ്ട് അടിക്കുമ്പോൾ ശിരസിലേക്ക് പതിയുന്ന ഒരു രംഗമുണ്ട്. അപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിനകത്ത് ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു, ഈ അടി ഞാൻ കൊണ്ടത് നിനക്ക് വേണ്ടിയാണ്. അപ്പോ പെട്ടെന്ന് എന്റെ കൺട്രോൾ പോയി, ഞാൻ കരയാൻ തുടങ്ങി. അന്ന് ഞങ്ങളുടെ അപ്പോ പപ്പയും അമ്മയൊക്കെ അടുത്തുണ്ട്. ഞാൻ പെട്ടെന്ന് വീട്ടിൽ നിന്ന് വെളിയിറങ്ങി ഒരു മതിലിന്റെ സൈഡിൽ പോയി നിന്നിട്ടാണ് ഞാൻ കർത്താവിനെ സ്വന്തം കർത്താവ് രക്ഷിതാവുമായിട്ട് ഞാൻ സ്വീകരിക്കുന്നത്. അതിനുശേഷം ചില നാളുകൾക്ക് അപ്പുറം, അപ്പം പാസ്റ്ററാണ്, അതുകൊണ്ട് എത്രത്തോളം ആഴത്തിൽ നിൽക്കും ഇതിന്റെ സത്യമൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞിട്ടാകും അല്പം വൈകിയാണ് എനിക്ക് സ്നാനം തന്നതെങ്കിലും 9-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ കൃപയാൽ സ്നാനപ്പെടാൻ എനിക്ക് അവസരം ഉണ്ടായി. പക്ഷെ അവിടെ മുതലാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന്റെ പാഠങ്ങൾ ഞാൻ പഠിച്ചു തുടങ്ങിയത്. വിഷയം അതിനു മുമ്പ് തന്നെ യേശു കർത്താവിനെ രക്ഷിതാവായി അംഗീകരിച്ചു എങ്കിലും അതിന്റെ അർത്ഥങ്ങളോ അതിന്റെ ആഴങ്ങളോ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഈ ഭാഗത്തേക്ക് കുറച്ച് ശേഷം വരും, കാരണം ഒരു കാര്യം പറയാനുള്ളത് കൊണ്ട്. അപ്പോൾ 9-ാം ക്ലാസ് ഞാൻ സ്നാനപ്പെട്ടു. പക്ഷെ അതിനുശേഷം ഞാനൊരു എത്തീസ്റ്റായി. ദൈവം ഉണ്ടെന്ന് തന്നെ എനിക്കൊരു വിശ്വാസം ഇല്ലാതായി. ദൈവം ഇല്ലെന്ന് പറയാൻ തുടങ്ങി. പിന്നെ എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന് പറയാൻ തുടങ്ങി. പിന്നെ അതൊന്നുമല്ല, പ്രകൃതിയാണ് ദൈവം എന്ന് പറയാൻ തുടങ്ങി. ഇങ്ങനെ വ്യത്യസ്തമായ ചിന്തകളിലൂടെ ഞാൻ പോയെങ്കിലും ദൈവം എന്നെ കൈവിട്ടില്ല. ചില പ്രത്യേക എന്താ പറയാ, നമ്മുടെ ഈ ചെക്ക് പോയിന്റ്സ് പോലുള്ള ചില സംഭവങ്ങൾ ദൈവം എന്റെ ജീവിതത്തിൽ ഇട്ട് തന്നുകൊണ്ടേയിരുന്നു. ഇത് ഞാൻ ആ കാലത്ത് മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് ഒരു വലിയ ഇൻസിഡന്റിലാണ് ഇതെല്ലാം മനസ്സിലാക്കുന്നത്. ഓരോ ചെറിയ ചെറിയ സംഭവങ്ങൾ കർത്താവ് ഇട്ട് തന്നുകൊണ്ടേയിരുന്നു. +2 വന്നപ്പോ, ഞാനത് പ്രത്യേകിച്ച് ആ ഒരു സംഘടന എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു സംഘടനയുടെ ഒരു പ്രവർത്തകന്റെ ഒരു ചോദ്യമാണ് എന്നെ തിരിച്ച് വേദപുസ്തകത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോ എന്റെ അപ്പനോട് ചോദിച്ചു. എന്റെ അപ്പൻ വലിയ പ്രഭാഷകനോ വലിയ ആളൊന്നും അല്ല. പക്ഷെ എന്നോട് ഞാനൊരു ചോദ്യം ചോദിച്ചാൽ പെട്ടെന്ന് മറുപടി പറയത്തില്ല. ആകത്തുക ഒന്ന് പറഞ്ഞിട്ട് എന്നോട് തന്നെ അന്വേഷിക്കാൻ പറയും. അത് അന്വേഷിച്ച് കണ്ടെത്തിയതിന് ശേഷം ഇതാണോ എന്നുള്ള കാര്യം വിവരിച്ചു പറഞ്ഞു തരും. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ ഞാൻ ആ ചോദ്യത്തിന് മറുപടി കണ്ടെത്തുകയും അതിന്റെ ചുവടെ എനിക്കുണ്ടായിരുന്ന ചോദ്യങ്ങളൊക്കെ പതിയെ പതിയെ മറുപടി കണ്ടെത്താനും തുടങ്ങി. മറുപടി ഇല്ലാത്ത ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. +2 പഠനം കഴിഞ്ഞു. ഞാൻ 1 വർഷം എഞ്ചിനീയറിംഗിന് പോയി. എന്നെ കൊണ്ടാവുന്നില്ല എന്നായപ്പോഴത്തേക്ക് ഞാൻ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ചെയ്തു. അപ്പോ ഏവിയേഷൻ ആൻഡ് എയർ ഹോസ്റ്റസ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. നമ്മുടെ ഫ്ലൈറ്റിനകത്ത് ക്യാബിൻ ക്രൂ ആയിട്ടൊക്കെ ജോലി ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ ആ കോഴ്സിലേക്ക് പോവാൻ ഒരു ചാൻസ് ഉണ്ടായി. അപ്പോ പറഞ്ഞു, ശരി ഞാൻ പോവാൻ തീരുമാനിച്ചു. അപ്പോൾ 9-ാം ക്ലാസ് മുതൽ, അതായത് സ്നാനപ്പെടുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് മുതൽ ഈ പറയുന്ന ഡിപ്ലോമ കോഴ്സ് വരെ
തുടർന്നുള്ള ഏകദേശം 4-5 വർഷക്കാലം എൻ്റെ അപ്പനും അമ്മയ്ക്ക് കണ്ണീര് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. കാരണം ഇന്നത്തെ കാലത്ത് യുവാക്കൾ ചെയ്യുന്നത് പോലെ തന്നെ അന്നും ലോ വേസ്റ്റേജ് പാന്റ് ഇടണം, മുടി നീട്ടി വളർത്തണം, പിന്നെ തോന്നിയതുപോലെ ജീവിക്കണം. കർത്താവിന്റെ കൃപയാൽ മദ്യപിക്കാനോ മയക്കുമരുന്ന് ഉപയോഗിക്കാനോ ഒരു അവസരം ദൈവം എനിക്ക് ഒരുക്കിയില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു അവസരം വന്നിരുന്നുവെങ്കിൽ ഞാൻ വീണുപോയേനെ. അതുകൊണ്ടാകാം ദൈവം അങ്ങനെ തരാത്തത്. പക്ഷെ അതോടൊപ്പം തന്നെ മറ്റുള്ള സ്വഭാവ രീതികൾ, എന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് കരഞ്ഞുകൊണ്ട് ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കാതെ ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്റെ വാക്കുകൾ കാരണം. കാരണം അത്രയ്ക്ക് റാഷ് ടോക്കിംഗ് ആണ് ഞാൻ ആരെയും നോക്കത്തില്ല. ഭയങ്കര ഈഗോയിസ്റ്റിക് ആണ്, സെൻസിറ്റീവ് ആണ്, അതുപോലെ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആണ്, അറഗന്റ് ആയിരുന്നു. വാഹനത്തിൽ തന്നെ പോകുമ്പോഴത്തേക്ക് ആരെങ്കിലും എന്താടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരടാന്ന് പറയാതെ ഞാൻ പോകത്തില്ല. അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനായിരുന്നു. അങ്ങനെ ജീവിതം മുന്നിലേക്ക് പോയി. ഈ ഡിപ്ലോമ കോഴ്സ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മുടി കുറയ്ക്കണം, നമ്മുടെ മിലിറ്ററി ആ ഒരു രീതിയിൽ മുടിയാക്കണം, ക്ലീൻ ഷേവ് ചെയ്യണം, പാന്റും ഷർട്ടും ഒക്കെ എക്സിക്യൂട്ടീവ് ആക്കണം. എന്തോ എനിക്കും അതങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പനും അമ്മയ്ക്ക് സന്തോഷമായി. എന്റെ അമ്മ ഇപ്പൊ ഇച്ചിരി വൃത്തിക്കൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു നാള് സന്തോഷമായിട്ട് പോയി. പക്ഷേ കർത്താവിന്റെ കൃപയാൽ കർത്താവിന്റെ കരം എന്നെ തൊട്ടു. 2018 ഓഗസ്റ്റ് മാസം 1-ാം തീയതി എനിക്ക് 20-ാമത്തെ വയസ്സ് തികഞ്ഞ് 11-ാമത്തെ ദിവസം. അപ്പോ അത് ദൈവത്തിന്റെ ഒരു വലിയ സ്നേഹമെന്ന് തന്നെ ഞാൻ പറയാറുണ്ട്. ഞാൻ ഈ പറയുന്ന കോഴ്സ് എനിക്ക് തീരാൻ ഏകദേശം 10-15 ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ എന്റെ മനസ്സിന് ആഗ്രഹമുണ്ട്. ഞാൻ ഈ കോഴ്സ് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. ഗോൾ സെറ്റിംഗ്. ഇതില് സാറ് പഠിപ്പിച്ചു. 2 മണിക്കൂറേ ക്ലാസ് ഉള്ളൂ. ഞാൻ തിരിച്ച് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എന്റെ മനസ്സിനകത്ത് ഞാൻ കണക്കൂട്ടുകയാണ്. ഇത്ര വർഷം കഴിയുമ്പോൾ എനിക്ക് ഇന്ന ജോലി കിട്ടും, ഇത്ര വർഷം എത്തുമ്പോൾ എനിക്ക് ഇത്രത്തോളം സാലറി കിട്ടും. അതായത് നമ്മൾ സംസാരിക്കുന്ന 2024 എത്രയാണ് എന്റെ സാലറി വരേണ്ടത്, എന്റെ ലൈഫ് എവിടെ നിൽക്കുമെന്നൊരു പൂർണ്ണമായ ധാരണ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞുനാളിലെ കർത്താവിനെ അറിയാം, കർത്താവിന്റെ വേല ചെയ്യണം, ഒരു ഇച്ചിരി സ്റ്റാൻഡൊക്കെ ആയിട്ട് ചെയ്യാമെന്നൊരു ധാരണ എനിക്ക് വന്നു. അപ്പോ കർത്താവ് ഒന്നും മിണ്ടിയില്ല എന്ന് തന്നെ ഞാൻ പറയട്ടെ. ഒരുപാട് ധാരണകളും ചിന്തകളും ഉണ്ടായിരുന്നു. 2018 ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഈ പറയുന്ന ക്ലാസ്സിലേക്ക് ട്രിവാൻഡ്രത്തേക്ക് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പോവുകയാണ്. എനിക്ക് ഏകദേശം 35 കിലോമീറ്റർ ട്രാവൽ ഉണ്ട്. അന്ന് ഞാൻ ബൈക്കിലാണ് പോകുന്നത്. അപ്പോ എന്റെ പുതിയ ബൈക്കാണ്. തലേന്ന് രാത്രി 10 മണിയായപ്പോൾ പ്രാർത്ഥിച്ച് ബൈക്ക് വീട്ടിലെത്തി. രാവിലെ 6 മണിക്കാണ് ഈ പറയുന്ന ഇൻസിഡന്റ് സംഭവിക്കുന്നത്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് 6 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു അമരവിള എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ എത്തി. ഹൈവേയിൽ എന്റെ തൊട്ട് മുന്നിൽ ഒരു ടാങ്കർ ലോറി, പെട്രോൾ കൊണ്ടുപോകുന്ന ടാങ്കർ ലോറി ഉണ്ട്. അപ്പൊ ഞാൻ ഈ വണ്ടീനെ ഓവർടേക്ക് ചെയ്യുന്ന സമയം ഈ ലോറി പെട്ടെന്ന് വലത്തേക്ക് എടുത്തു. അപ്പൊ എന്റെ ബൈക്കുമായിട്ട് കൂട്ടിമുട്ടി. ഞാൻ നിലത്ത് വീണു. അപ്പൊ ലോറി ഞാൻ ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പൊ പെട്ടെന്ന് ബൈക്ക് വലത്തേക്ക് ചരിഞ്ഞു, ഞാൻ ഇടത്തോട്ടും വീണു. അപ്പോ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എനിക്ക് ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. മാത്രമല്ല നേരം പുലരുന്നേ ഉള്ളൂ. അപ്പൊ ആകപ്പാടി ഒരു ഇരുട്ടിന്റെ അന്തരീക്ഷമാണ്. എങ്കിലും എന്റെ എതിരെ എനിക്ക് കെട്ടിടങ്ങൾ കാണാം. ഞാൻ പെട്ടെന്ന് വലത്തേക്ക് നോക്കിയപ്പോ ഒരുമിച്ചിരിക്കുന്ന 2 ചക്രങ്ങൾ, അതായത് ലോറിയുടെ പിന്നിലെ വലത് സൈഡിലുള്ള വീല് എന്റെ വലത്തെ ഇലിക്കൂടിലൂടെ, വയറിന്റെ താഴിലൂടെ കയറി ഇടത്തെ തൈസില് തൊടയിൽ അടിച്ച് ഈ ലോറി ഇങ്ങനെ ഒതുക്കുന്നത് കണ്ടു. ഈ സമയത്ത് തന്നെ എന്റെ അപ്പർ ബോഡി സ്ട്രൈറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. എന്റെ ലോവർ ബോഡി താഴോട്ടുള്ള, ഇടുപ്പിന് താഴോട്ടുള്ള ശരീരഭാഗം എല്ലാം കറങ്ങി. എന്റെ ഇടത്തേക്കാൽ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്, വലത്തേക്കാൽ അതിന്റെ പുറത്തുകൂടെ കറങ്ങി വന്നു. അപ്പോ എനിക്ക് മനസ്സിലായി ആകപ്പാടെ പണിയായി. അപ്പോ ദേഹം ആകെ ചൂട് കയറി. ഈ വയറിന് മേലോട്ട് ഭാഗത്തെല്ലാം ചൂട്. ഈ നമ്മൾ ചില യൂട്യൂബിലോ ഒക്കെ കാണുന്നത് പോലെ മരിക്കാറാകുമ്പോഴത്തേക്ക് കണ്ണിങ്ങനെ മിന്നുന്നത് പോലെ എന്റെ കണ്ണും ഇങ്ങനെ അടഞ്ഞും തുറക്കാനൊക്കെ തുടങ്ങി. എനിക്കൊന്നും കാണാനും കഴിയുന്നില്ല. അപ്പോ ഞാൻ ഫോട്ടോസും വീഡിയോസും കണ്ട് എനിക്കൊരു ഓർമ്മ വന്നു. അതായത് ലോറി കയറി ഇറങ്ങുമ്പോൾ 2 കഷണമാകും. അപ്പൊ ഞാൻ പെട്ടെന്ന് റോഡിൽ തപ്പി നോക്കി. എനിക്ക് കണ്ണുകൊണ്ട് നോക്കി കാണാൻ പറ്റില്ല, കാരണം ആകെ ഇരുട്ടായി. ഞാൻ റോഡിൽ തപ്പി നോക്കി, ചോരയുണ്ടോ, ഞാൻ ഒറ്റ കഷ്ണമാണോ. അപ്പോ കയ്യിൽ റൈഡിങ് ഗ്ലൗസും ഉണ്ടായിരുന്നുകൊണ്ട് ചോര അറിയാനും പറ്റിയില്ല. ഇതൊക്കെ അപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിനകത്ത് ആരെങ്കിലും എന്നെ ആശുപത്രി കൊണ്ടുപോകണമെന്നൊരു വിളിയുണ്ട്. പക്ഷെ പുറത്ത് ശബ്ദം വരുന്നില്ല. അപ്പോ രാവിലെ ചായ കുടിക്കാനും ജോലിക്ക് പോകാനും ഒക്കെ വന്നിരുന്ന അപ്പച്ചന്മാരൊക്കെ വന്ന് എന്നെ വാരിയെടുത്തു. അപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ ഒറ്റ കഷ്ണമാണ്. എന്നെ പെട്ടെന്ന് ഒരു കാറിൽ കയറ്റി. അപ്പൊ ഈ കാറിന്റെ സ്മെല്ല് കൊണ്ട് എനിക്ക് മനസ്സിലായി ഇത് അംബാസഡർ ആണ്. പെട്ടെന്ന് എന്റെ ബോധം മറയുന്നതിന് മുമ്പ് ഞാൻ പപ്പയുടെ നമ്പർ പറഞ്ഞു കൊടുത്തു. എന്നെ നെയ്യാറ്റിങ്കര താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അവിടെ ഡോക്ടറിന്റെ പേര് ചോദിക്കുന്നുണ്ട്. എന്റെ പേര് പറഞ്ഞിട്ട് സെയിം അവർക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു എന്റെ ബാഗിനകത്ത് എന്റെ ID കാർഡ് ഉണ്ട്, അതെടുത്തോളാൻ പറഞ്ഞു. കാരണം ഞങ്ങൾ ഈ ഏവിയേഷൻ പഠിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഒരുപാട് എമർജൻസീസ് പഠിക്കും, ഒരുപാട് ഇൻസിഡൻസ്. അപ്പോ നമുക്കിപ്പോ സ്കൂളിൽ നിന്ന് ID കാർഡ്, കോളേജിൽ നിന്നാകട്ടെ അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ നിന്നാകട്ടെ, ഇറ്റ് ഹാസ് സം മീനിങ്.
അതിനകത്ത് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, പേരുണ്ടായിരിക്കും, അഡ്രസ് ഉണ്ടായിരിക്കും, എല്ലാവരും എമർജൻസി സാധനങ്ങളുണ്ട് അതിൽ. ഞാൻ പറഞ്ഞു എന്റെ ബാഗിനകത്ത് ID കാർഡ് ഉണ്ട്. സോ അവർ ID കാർഡ് എടുത്തു, പേരൊക്കെ എഴുതി നോട്ട് ചെയ്തു. പക്ഷെ ഏകദേശം എക്സ്റേ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക 1 മണിക്കൂറായി. എന്റെ ശരീരത്തിൽ പുറമെ ഒരു മുറിവുമില്ല, ലേശം തൊലി പോയ അവസ്ഥ മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ബോധമില്ല. ബോധം വരുമ്പോൾ ഞാൻ അലറി കരയുന്നുമുണ്ട്. പപ്പയമ്മ എത്തി. 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പോഴത്തേക്കും പപ്പയ്ക്കും ടെൻഷനായി. ഡോക്ടേഴ്സ് പറഞ്ഞു അവന് പുറമെ മുറിവൊന്നുമില്ല, പക്ഷെ അകമേ എന്തോ ഡാമേജ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ നിലവിളിക്കുന്നത്. പെട്ടെന്ന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ പറഞ്ഞു. അടുത്ത ആംബുലൻസ് എടുത്തു, എന്നെ ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുപോയി. ഈ യാത്രയിൽ ഒരു 3 or 4 പ്ലേസസ് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ശരിക്കും ഇന്നതാണ് സ്ഥലം എന്ന് മനസ്സിലാക്കുക, ബാക്കി എനിക്ക് ഓർമ്മയില്ലായിരുന്നു. എന്നെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയി എന്റെ ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ഡ്രസ്സ് റിമൂവ് ചെയ്തോളാം സമ്മതം മൂളി. എന്റെ ഡ്രസ്സൊക്കെ അവർ റിമൂവ് ചെയ്തു, യൂറിൻ ട്യൂബ് ഇട്ടു. പറഞ്ഞു ഡോക്ടർ 18th വാർഡിൽ ഉണ്ടെന്ന് പറഞ്ഞു, അവിടേക്ക് പോകാൻ പറഞ്ഞു. ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു ഓർത്തോയിലേക്ക് പോകണം. ഓർത്തോ ICU ബുക്ക് ചെയ്തു. എന്നെ ICUലേക്ക് കയറ്റി. ഏകദേശം 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഓർമ്മ വന്നപ്പോൾ എനിക്ക് വയറിന് താഴോട്ടൊന്നും അറിയാൻ കഴിയുന്നില്ല, ആകെ മരവിച്ച അവസ്ഥ. പതി എന്നെ വാർഡിലേക്ക് മാറ്റി. അപ്പോ എനിക്ക് അനങ്ങാൻ കഴിയുന്നില്ല. ഒരു വടി കഷ്ണം പോലെ ഞാൻ കിടക്കുക. ഒന്ന് ചരിയാനോ എണീക്കാനോ ഒന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല. അപ്പൊ എന്നെ ക്ലീൻ ചെയ്യുന്നതൊക്കെ പപ്പയും അമ്മയൊക്കെ ഒന്ന് പിടിച്ചൊന്ന് ചരിച്ചാണ്, വേറെ ആരും ഞങ്ങൾ സഹായിക്കാനോ ഇല്ലാത്ത സമയം. അപ്പൊ അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. വാടി കിടക്കുമ്പോൾ എന്റെ ബെഡിന്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ടാണ് അപ്പനും അമ്മയും കിടക്കുന്നത്. എന്റെ കയ്യിൽ ഒരു തോർത്തുമുണ്ട്, ഒരു വിഷറിയുണ്ട്. എനിക്ക് എന്തായാലും ഇവരെ വിളിക്കണ രാത്രിയാണേൽ വിളിച്ചിട്ട് നല്ല ക്ഷീണം അപ്പനമ്മയ്ക്ക്. ഏകദേശം 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് പല്ല് പോലും തേച്ചിട്ടില്ല എന്നൊരു ഓർമ്മ അപ്പനും അമ്മയും വരുന്നത്. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി. അപ്പൊ ഞാനിങ്ങനെ ഈ തോർത്തോ വിഷറിയോ ഇട്ടിട്ട് ഒന്ന് തറയിലേക്ക് ഇട്ടാണ് ഞാൻ ഇവരെ വിളിക്കുന്നത്. ഏകദേശം 12ാമത്തെ ദിവസം ആയപ്പോ 5 ദിവസങ്ങളായിട്ട് എനിക്ക് കോൺസ്റ്റിപ്പേഷൻ ആണ്. ശരിക്കും വിസർജനം നടന്നിട്ടില്ല. അപ്പോ 12ാമത്തെ ദിവസം ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചു. ഒരു പാസ്റ്റർ മകനാണ്. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേര് സ്റ്റുവർട്ട്. അപ്പോ ഞാൻ പറഞ്ഞു, സ്റ്റുവർട്ട് എനിക്ക് തീരെ വയ്യ, ഇച്ചിരി ഒരു സോഫ്റ്റ് ഡ്രിങ്കും വാങ്ങി നീ ഒന്ന് വായോ എന്ന് പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക്. അദ്ദേഹം വന്നു, ഉച്ചകഴിഞ്ഞ് വന്നു. എന്റെ ചിന്ത എനിക്ക് വയറുവേദന അല്ലെങ്കിൽ ഈ ഒരു ഇതുള്ളത് ഗ്യാസിന്റെ പ്രോബ്ലം ആയിരിക്കും എന്ന് വിചാരിച്ചു. രാത്രിയായി, ഞാൻ ഫുഡ് കഴിച്ചു, ഈ സവനപ്പ കുടിച്ച് കിടന്ന് ഉറങ്ങി. രാത്രി 12 മണിയായപ്പോൾ നല്ല വേദന, ഒട്ടും സഹിക്കാൻ വയ്യ. അപ്പോ ഞാൻ അപ്പനമ്മയും വിളിച്ചു. എനിക്ക് വാഷ്റൂമിൽ പോകണം തോന്നുന്നു, എന്നെ ഒന്ന് ചരിക്കാൻ പറഞ്ഞു. അപ്പനമ്മയും വന്ന് എന്നെ ചരിച്ചു. എനിക്ക് വേദന ഭയങ്കരമായിട്ട് കൂടി. ഞാൻ പറഞ്ഞു എനിക്ക് വേദനയ്ക്ക് എന്നെ കടത്തണം എന്ന് പറഞ്ഞു. കടത്തി 5 മിനിറ്റ് കഴിഞ്ഞപ്പം വീണ്ടും ചരിച്ചു. അപ്പോ എന്റെ ശരീരത്തിൽ എന്തോ പുറത്തു പോയെന്ന് എനിക്ക് തോന്നി. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. പിറ്റേന്ന് ഡോക്ടർ വന്നപ്പോൾ അപ്പനും അമ്മയും, അമ്മ ഡോക്ടറെ വിളിച്ചിട്ട് ഒന്ന് നോക്കണം ഡോക്ടറെ എന്ന് പറഞ്ഞു. ഡോക്ടർ അടുക്കലോ വന്നു. അപ്പോഴെനിക്ക് മനസ്സിലായത് നമ്മൾ ഇരിക്കാൻ സഹായിക്കുന്ന എല്ലുണ്ട്, കോക്സിക്സ് എന്ന് പറയും, ടെയിൽ ബോൺ, നടുവിന്റെ അവസാനത്തിൽ ഒരു വളഞ്ഞൊരു. ഈ എല്ല് മുതൽ റെക്റ്റം വരെ, പിന്നെ ആനസ് വരെ മാംസം കീറിപ്പോയി. ഡോക്ടറിന്റെ കൈ ഏകദേശം ഇത്രയും അകത്ത് കയറുന്ന ഒരു ദ്വാരമായി. അപ്പോ ഇത് ഞാൻ അറിയുന്നില്ല, പിറ്റെന്ന് ഞാൻ അറിയുന്നത്. അപ്പോ ഈ ഡോക്ടർ ഒന്ന് ചെക്ക് ചെയ്യുന്ന സമയം എന്റെ ബ്രദർ ഇൻ ലോയുടെ ഒരു സഹോദരൻ അവിടെ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ കൂടെ എന്നെ ഒന്ന് ചരിച്ചു പിടിക്കുന്നു. അപ്പൊ ഞാൻ അലറി നിലവിളിച്ചു. ഇദ്ദേഹം നിന്ന നിപ്പില് ബോധരഹിതനായി അടുത്ത ബെഡിലേക്ക് മറിഞ്ഞു വീണു. അത്രയായിരുന്നു പെയിനിന്റെ ഇന്റൻസിറ്റി എന്റെ ആ ഒരു നിലവിളി. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം. ഇത് വെള്ളിയാഴ്ച രാത്രി സംഭവിക്കുന്നു, ശനിയാഴ്ചയായി, പിറ്റേന്ന് രാവിലെ ഞായറാഴ്ച. അപ്പൊ രാവിലെ 4 മണിയായപ്പോ എനിക്ക് മരുന്നൊക്കെ വാങ്ങി തന്നൊന്ന് ബോഡിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പൻ ചർച്ചിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ തയ്യാറെടുത്തു. അപ്പൊ ഞാൻ അന്ന് ഉറങ്ങിയിട്ടില്ല, ഉറക്കം തീരെ കുറവാണ്. രാത്രി വേദന, ആകപ്പാടെ വേദന. ഈ വേദന എടുത്തിരിക്കുന്ന സമയം എന്റെ ഒരു കാലിലെ 3 കിലോയും ഒരു കാലിൽ 1 കിലോ വെയിറ്റ് വിട്ടിട്ടുണ്ട്. അപ്പോ അടുത്തൊരു ആന്റി ഉണ്ട്, ഒരു ടീച്ചറാ ആന്റി. അപ്പോ ഈ ആന്റി വന്നിട്ട് രാത്രി എനിക്ക് കാലൊക്കെ തറയത്തില്ല. ഇദ്ദേഹത്തിന്റെ ഭർത്താവിന് വയ്യാണ്ട് കിടക്കുന്നേ. അപ്പൊ രാത്രി അദ്ദേഹം ഉറങ്ങുമ്പോഴത്തേക്ക് എന്റെ നിലവിളിയും ഈ അമർച്ചയൊക്കെ കേട്ടിട്ട് ഒരു പാട്ടൊക്കെ പാടി, ഇത്ര ചെറുതാവാൻ എത്ര വളരണം എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി തന്നെ ആശ്വസിപ്പിക്കുമായിരുന്നു. അപ്പോ ഞായറാഴ്ച രാവിലെ ആയപ്പോഴത്തേക്കും ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പ എനിക്ക് തീരെ വയ്യ, എന്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പനെന്തോ പന്തിയോട് തോന്നി. അപ്പൻ നിന്നു. ചർച്ചിൽ വേറൊരു പാസ്റ്റർ അറേഞ്ച് ചെയ്തു. രാവിലെ ഒരു 10 മണിയായപ്പോൾ വീണ്ടും അടുത്ത മരുന്നുകൾ വാങ്ങാൻ വേണ്ടി അപ്പനെ പറഞ്ഞയച്ചു. ആ സമയം ഞങ്ങളുടെ ഡോക്ടേഴ്സ് ഒക്കെ ഒന്ന് റൗണ്ട്സിന് വന്ന സമയം. പെട്ടെന്ന് നോക്കിയപ്പോൾ എനിക്ക് ബോധമില്ല, ബോധം പൊക്കൊണ്ട് എനിക്ക് കുറെ ശബ്ദങ്ങൾ മാത്രം കേൾക്കാം. ഈ സംഭവം പിന്നീട് എന്റെ അപ്പനും അമ്മയും പറഞ്ഞെന്ന കാര്യം. അപ്പൊ ഡോക്ടർ ഒന്ന് നോക്കിയപ്പോൾ എന്റെ അവസ്ഥ തീരെ മോശം. അമ്മയെ കുറെ വഴക്കു പറഞ്ഞു. പെട്ടെന്ന് ഡോക്ടേഴ്സ് തമ്മിൽ ഫോൺ കോൾ ചെയ്തു. ഭയങ്കര ശബ്ദമൊക്കെ ആയി. പെട്ടെന്ന് വീണ്ടും എന്നെ ഓർത്തോ ICUലേക്ക്.
അന്ന് ഞായറാഴ്ച ആ ഒരു 10-11 മണി സമയത്ത് തന്നെ ICU കയറ്റി. പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് പിറ്റേന്ന് വൈകിട്ടാണ്. അപ്പോ ഈ ആക്സിഡന്റ് നടക്കുന്ന സമയം എന്റെ BP ഒക്കെ 32-ന് താഴെയായി, ഹീമോഗ്ലോബിൻ കുറഞ്ഞു, ഈ ചത ഉടഞ്ഞ ആണ് പ്രശ്നമുണ്ടായത്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ബ്ലഡ് ശരീരത്തിൽ നിൽക്കാതെ അകത്തൂടെ ലീക്ക് ആവുന്നു. അപ്പം ഏകദേശം ഓൾമോസ്റ്റ് ഡെഡായി. തിങ്കളാഴ്ച ഞാൻ ഈ ICU കിടക്കുന്ന സമയം ഏകദേശം പിന്നീട് ഡിസ്കസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഒരു 2 മണിയായിട്ടുണ്ടാകണം മരണത്തെ രുചിച്ചറിവാൻ ദൈവം എന്നെ ഇടയാക്കി. അപ്പോ എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞാന് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന് തന്നെയാണ് ഉറപ്പ്. കാരണം ഒരു ദർശനമൊക്കെ കണ്ടു. അതില് ഞാനൊരു മറുപടി പറഞ്ഞ് എന്റെ കൺമണി ഏത് പൊസിഷനിലാണോ ഞാൻ ഇമ വെട്ടിയത് അതേ പൊസിഷനിലാണ് എന്റെ കൺമണി ഞാൻ ഇവിടെ തുറക്കുന്നത്. അപ്പൊ എന്റെ കൺമണി അതേ പൊസിഷനിലാണ്. അപ്പൊ എന്റെ കാലിലേക്ക് ഞാനൊരു സ്റ്റെപ്പ് ഇറങ്ങുന്നതായിട്ട് ഞാനിത് കാണുന്നു. എന്റെ സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ ഞാൻ എന്റെ കാലിലെ തള്ള വിരലിലാണ് എന്റെ കൺമണി നിൽക്കുന്നത്. ഞാൻ അടുത്ത് ഇമ വെട്ടി കണ്ണു തുറന്നപ്പോ ലിറ്ററലി എന്റെ ടോയിലേക്കാണ്, എന്റെ കാലിന്റെ പെരുവിരലിലേക്കാണ് എന്റെ കാഴ്ച ഇരിക്കുന്നത്. അപ്പോ എനിക്ക് ഉറപ്പായി എന്തോ ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്ത് പിന്നെ അപ്പനും അമ്മയും പറഞ്ഞതാണ്, അമ്മയ്ക്ക് മനസ്സിലായില്ല, അപ്പന് മനസ്സിലായി. അവൻ വെള്ളം ചോദിച്ചാൽ വെള്ളം കൊടുക്കാൻ പറഞ്ഞു, ഫുഡ് ചോദിച്ചാൽ ഫുഡ് കൊടുക്കാൻ പറഞ്ഞു. അത് ICU-നകത്ത് അപ്പനെയും അമ്മയെയും ICU-നകത്ത് കയറ്റിയ സമയം. അപ്പോ അപ്പന് സംശയം തോന്നി, ഇത് വേറൊരു പാസ്റ്ററുടെ മകളുടെ അനുഭവത്തിൽ നിന്ന് അപ്പം കേട്ടിട്ടുണ്ട്. ICU കടന്നപ്പോ ഈ ട്യൂബിലൊക്കെ പിടിച്ച് പ്രാർത്ഥിച്ചു വന്നു. ഡോക്ടേഴ്സ് കണ്ട പ്രശ്നമാണ്, എങ്കിലും ഇവരാരും കാണാതെ പതുക്കെ എന്റെ ഈ ട്രിപ്പ് തരുന്നതിലും എന്റെ ECG കേബിൾസിലും ഒക്കെ അപ്പം പിടിച്ച് സ്വോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് കാര്യം മനസ്സിലായില്ല, അപ്പന് മനസ്സിലായി. അന്ന് വൈകിട്ട് എമർജൻസി സർജറിക്ക് വേണ്ടി പേപ്പേഴ്സ് ഒക്കെ കൊണ്ടുവന്ന് സൈൻ ചെയ്തു. ഏകദേശം ഒരു 50,000 രൂപയുടെ ഈ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയായിരുന്നു. എനിക്ക് സംഭവിച്ചത്, ഈ ലോറി കയറിയപ്പോ ഈ പറയുന്നത് പോലെ ഈ തൈസിന് മാത്രമല്ല നമ്മുടെ പെൽവിക് റീജിയൻ ഇങ്ങനെ ഒരു ബോൺ വരും, ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ വരും. അതിൽ ഇതിന്റെ ഈ ഒരു പിടുത്തം വിട്ടുപോകും. പിന്നെ സ്ക്രാച്ചസ് പോക്കറ്റ്സിലുള്ള പ്രോബ്ലം. ഇത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയത്. അപ്പൊ ഡോക്ടർ അവസാനം പറഞ്ഞു, ഇത് ഞാൻ കാണുന്നുണ്ട്, എനിക്ക് ചെറിയൊരു മങ്ങിയ കാഴ്ചയിൽ കാണാം. ഡോക്ടർ അടുക്കലേക്ക് അപ്പം കൊണ്ടുവരുന്നു. ഡോക്ടർ പറഞ്ഞു, അവന്റെ ഈ പ്രായമല്ലേ, സാരമില്ല, നമുക്ക് നോക്കാം, തനിയെ ഇത് ശരിയാവണം. അങ്ങനെ പറഞ്ഞ് പ്ലേറ്റ്സ് എല്ലാം തിരിച്ചു കൊണ്ടുപോയി. കാരണം വേറെ ഒടിവൊന്നുമില്ല ശരീരത്തിൽ. അങ്ങനെ എന്നെ അന്നൊരു എമർജൻസി സർജറിയിലേക്ക് കൊണ്ടുപോയി. ഞാൻ പലപ്പോഴും പറയും, നിസ്സാരമാണ് സർജറി. എന്റെ വയറിന്റെ ഇടത് ഭാഗം മുതൽ ഇടത് കാലിന്റെ മുട്ടു വരെയുള്ള തൊലിയും മാംസവും ഒക്കെ എടുത്തു കളഞ്ഞു. ഒരു ഇച്ചിരി വാസ്റ്റ് ഏരിയ ആയി. അത് ബാക്കി ഭാഗമെല്ലാം ഡോക്ടേഴ്സിന്റെ ഏകദേശം കൈപ്പത്തി പകുതിയോളം അകത്ത് കയറത്തക്ക രീതിയിൽ അത് ഓപ്പൺ ചെയ്തിട്ടു. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാന് ലോവർ സ്റ്റേജ് ഇട്ടോണ്ട് നടക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. പണ്ടാണ്, ശരിയാണ്, ഇത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഞാൻ അങ്ങനെ ആഡംബരമായിട്ട് അല്ലെങ്കിൽ ലോകത്തിന്റെ രീതിയിലൊക്കെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ എന്റെ ബട്ടക്സിന്റെ മാംസം ഇങ്ങനെ പിളർന്ന് കിടക്കുന്നത് 1-2 ദിവസമല്ല, ഏകദേശം 3-4 മാസം അതിങ്ങനെ കിടന്നു. അവസാനം ഇത് ജോയിൻ ആകുന്നില്ല. നമ്മളെ ഫാനും നമ്മുടെ വീട്ടിലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങുമ്പോൾ ഈ പാക്കിന്റെ പുറത്തൊരു പ്ലാസ്റ്റിക് റാപ്പ് കാണും, ലൈറ്റ് ആയിട്ടൊരു സാധനം. ഇത് വെച്ച് വരിഞ്ഞു മുറുക്കിയാണ് അതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി അവർ ഇഷ്ടപ്പെട്ടു, ഡോക്ടേഴ്സ് കഷ്ടപ്പെട്ടു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ സർജറി ചെയ്തു. എനിക്ക് ഏകദേശം 4 ദിവസം ഞാൻ വെന്റിലേറ്ററിലായിരുന്നു. റിക്കവറി ആയി 2ാമത്തെ ദിവസം ഫസ്റ്റ് ഡേ ക്ലീനിങ് നടന്നു. ഞാൻ അനസ്തേഷ്യയിലായതുകൊണ്ട് അറിഞ്ഞില്ല. 2ാമത്തെ ദിവസം എന്നെ SICU-നകത്ത് കൊണ്ടുപോയി ക്ലീനിങ് തുടങ്ങി. അപ്പോ ഞാൻ ബോധത്തിലാണ്, എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഡോക്ടർ ഇത് ക്ലീനിങ് തുടങ്ങിയപ്പോഴേക്കും ഭയങ്കരമായിട്ട് വേദന വന്നു. പെൻഡമിൻ എന്നെങ്ങാണ്ടാണ് ആ മരുന്നിന്റെ പേര് പറഞ്ഞതിന്റെ ചെറിയൊരു ഓർമ്മയുണ്ട്. ഡോക്ടർ ഈ മരുന്ന് എനിക്ക് 2 cc 2 ml എങ്ങാണ്ട് ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ വേദന അത്ര കഠിനം, ഞാൻ നിലവിളിച്ചു. ഡോക്ടർ പറഞ്ഞു, നീ മിണ്ടാതെ കിടന്ന ക്ലീൻ ചെയ്യാം, ഇല്ലെങ്കിൽ കാലും കൂടെ മുറിച്ചു കളയണം. അപ്പൊ ഞാൻ മനസ്സിനകത്ത്, കർത്താവ്, ഈ വേദന സഹിക്കാൻ വയ്യ. ശ്രമിച്ചു, മിണ്ടാതെ കഴിഞ്ഞില്ല, നിലവിളിച്ചു, ക്ലീനിങ് അന്ന് നടന്നില്ല. അത് എന്റെ അപ്പം പറഞ്ഞതാണ്. എന്റെ മുറിവ് അന്നത്തെ ആ ഫസ്റ്റ് മുതൽ എന്റെ അപ്പം മാത്രമേ കണ്ടിട്ടുള്ളൂ. അതായത് മഞ്ഞ കളറില് മാംസമൊക്കെ ഈ നമ്മുടെ കേക്കൊക്കെ വെട്ടുന്നത് പോലെ പിളർന്നിരുന്നു, കഷ്ണങ്ങളായിട്ട് 1x1 സ്ക്വയർ ആ ഒരു ഷേപ്പില് പിളർന്നിരുന്നു എന്ന് അപ്പം പറയുന്നത്. അപ്പോൾ ഡെയിലി ക്ലീൻ ചെയ്യുമ്പോൾ ഒരു ലെയർ ഇങ്ങനെ കട്ട് ചെയ്ത് കളയും. അങ്ങനെ 2ാം ദിവസം ക്ലീനിങ് നടന്നില്ല. 3ാമത്തെ പ്രാവശ്യം ഡോക്ടേഴ്സ് ഒന്ന് അപ്പനോട് പറഞ്ഞു, മിക്കവാറും ഇന്നത്തെ രാത്രി ഇവൻ താണ്ടില്ല. കാരണം ഇൻഫെക്ഷൻ കൂടി, എന്റെ ബ്ലഡിലും ഇൻഫെക്ഷൻ ആയി. ഇനി ബ്രെയിനും ഹാർട്ടും മാത്രം ബാക്കിയേ ഉള്ളൂ ഇൻഫെക്ഷൻ ആവാൻ വേണ്ടിയിട്ട്.
ടെമ്പറേച്ചർ ഒക്കെ മാറുന്നുണ്ട്, അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പോൾ ഡോക്ടേഴ്സ് എന്റെ ഒരു നിഗമനത്തിലൂടെയാണ് കുറച്ചുകൂടെ ഒന്ന് സ്വസ്ഥമായിട്ട് അവൻ ചാകട്ടെ എന്ന് വിചാരിച്ചിട്ടാകണം എന്നെ CCUവിനകത്ത് കയറ്റി. അപ്പോ ഒരു ICU എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ് ചേംബറിനകത്താണ്. SICU ഈ ഗ്ലാസ് ചേംബറിനകത്തൊരു ചേംബറും CCU SICUവിന് അപ്പുറം വേറൊരു ചേംബറായി അതിനകത്തൊരു ഒരു ഗ്ലാസ് ചേംബറിനകത്ത് തന്നെ ഇട്ടിരുന്നു. അത്രയ്ക്കൊരു ഒരു സേഫ്റ്റി, ഇൻഫെക്ഷൻ പേഷ്യന്റ് ആയതുകൊണ്ട് ഒരു ചെറിയൊരു റൂമാണ്. അപ്പോൾ ഒരു ഫാനും ലൈറ്റും മാത്രം എനിക്ക് കാണാം, എനിക്കൊന്ന് അനങ്ങാനൊന്നും പറ്റുന്നില്ല. സൈഡിൽ ഒരു ഗ്ലാസ് ഉണ്ട് പുറത്ത് കാണത്തക്ക രീതിയിൽ, പക്ഷെ അതൊരു പേപ്പർ കൊണ്ട് അവർ അടച്ചേക്കുക. സോ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച കാര്യമാണ്. മേ ബി എന്നെ കാണുന്ന കുറെ യൂത്ത്സ് കാണും, ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഞാൻ പ്രസന്റ് ചെയ്യും. എന്നെ കാണുന്ന ഒരുപാട് യൂത്ത്സ് എന്നെ ഈ സമയം ശ്രദ്ധിക്കുന്നുണ്ടാവും. നിങ്ങളുടെ കണ്ണുകൊണ്ട് ഒരു പക്ഷെ നിങ്ങൾ ഒരുപാട് കാര്യം കാണുന്നുണ്ട്, കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഏകദേശം 3-4 മാസം ഒരല്പം പച്ച ഇല ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്കതിന് സാധിച്ചില്ല. കാരണം ഈ ലൈറ്റും ഈ ഡാർക്ക് പെയിന്റും കാരണം എന്റെ കണ്ണാകപ്പാടെ പെയിനായി. മരുന്നിന്റെ എഫക്ട്, ഡോക്ടേഴ്സ് പറഞ്ഞ് നിന്റെ കാഴ്ച അത് അഫക്ട് ചെയ്യും. തീർച്ചയായിട്ടും അത് അഫക്ട് ചെയ്തു. ഇന്ന് ഞാൻ സ്പെക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അന്ന് ഞാൻ ആഗ്രഹിച്ചു അല്പം ഒന്ന് പച്ച ഇല കാണാൻ പറ്റിയിരുന്നു എനിക്ക്, പക്ഷെ എനിക്ക് സാധിക്കാത്ത അവസരങ്ങളുണ്ടായിരുന്നു. സോ എവറിത്തിങ്, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളാകട്ടെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളാകട്ടെ, എവറിത്തിങ് അത് ഭയങ്കര പ്രീഷ്യസ് ആണ്. തിരിച്ച് എന്റെ ചിന്തയിലേക്ക് വരട്ടെ, അനുഭവത്തിലേക്ക് വരട്ടെ. അങ്ങനെ CCUവിൽ എന്നെ കൊണ്ട് കടത്തി. ഈ SICUവിനകത്ത് കടഞ്ഞ് നിലവിളി കേട്ടിട്ട് CCUവിനകത്തുള്ള നേഴ്സുമാരൊക്കെ പറഞ്ഞു, ആരടാ ഇവൻ ചുമ്മാ കിടന്ന് നിലവിളിക്കുന്നത്. എന്നെ CCUവിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കാണ് 1 എന്റെ പ്രായം, 2 എന്റെ മുറിവ്. എന്നെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മുതിർന്ന 1-2 നേഴ്സസ് മാത്രമേ അവിടെ കാണത്തുള്ളൂ, വേറെ ആരും അവിടെ കാണത്തില്ല. ബിക്കോസ് അവർക്ക് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ അവർക്ക് മനസ്സിലായി ഞാൻ എന്തുകൊണ്ട് അങ്ങനെ വിളിച്ചു. ഡോക്ടർ അപ്പനോട് പറഞ്ഞു, നമുക്കൊന്നും ചെയ്യാൻ. ജീവിതം എന്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ അനസ്തേഷ്യയിലാണ്. ഞാൻ ബോധം വരുമ്പോൾ കാണുന്നത് ട്രിവാൻഡ്രത്ത് 2018 CCU എന്ന് പറയുന്നത് 6 ബെഡാണ്. ഒരെണ്ണം ഞാൻ കിടക്കുന്നത് ഇൻഫെക്ഷൻ പേഷ്യന്റ് ആയിട്ട്, ബാക്കി ഒരു ഹാളിനകത്ത് 5 ബെഡുകൾ. ഞാൻ പറയുന്ന വാക്ക് ദയവായി ക്ഷമിക്കുക, ജീവശവങ്ങളായിട്ടുള്ള 5 ശരീരങ്ങളാണ് അവിടെ കിടക്കുന്നത്. അതിൽ ഒരു വ്യക്തി മാത്രമേ ജീവനോടെ പുറത്തുനിന്ന്, ഹീസ് പാരലൈസ്ഡ്. ഒരു വീടിന്റെ ഒരു നിലയിൽ നിന്ന് താഴെ വീണുപോയ ഒരു മനുഷ്യനാണ്, കൂലിപ്പണിക്കാരൻ. അയാൾ മാത്രമേ ജീവനോടെ പുറത്തുനിന്ന്, ബാക്കി എല്ലാ മനുഷ്യരും ഇന്ന് കൊണ്ടുവരുന്ന 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഡെഡ് കൊണ്ടുപോകുന്നു. അപ്പൊ എന്റെ അപ്പനോട് പറഞ്ഞു എന്നാ പറയുന്നത്, എന്റെ പിള്ളേ ഇങ്ങ് എടുത്തിട്ട് വാ, എവിടെയെങ്കിലും കൊണ്ടുപോയി, ഇങ്ങനെ ശവമായിട്ട് കൊണ്ടുപോകാൻ വയ്യ. കാരണം കാണുന്നത് അങ്ങനെയാണ്. CCUവിൽ കൊണ്ടുവരുന്നു, പിറ്റേന്ന് വൈകിട്ടാകുമ്പോഴത്തേക്ക് ശവമായിട്ട് തിരിച്ചു കൊണ്ടുപോകുന്നു. ഇത് ഞാനും കാണുന്നുണ്ട്, ഡെഡ് ബോഡീസ് എന്റെ ഫ്രണ്ടിലൂടെ കൊണ്ടുപോകുന്നു. സോ ഞാനും പ്രതീക്ഷിച്ചു ഫ്യൂ ഡേയ്സ് കഴിയുമ്പോൾ എന്റെ കാര്യം ഇതൊക്കെ തന്നെയാണ്. ജീവിതം മുന്നോട്ട് പോയി. 4ാമത്തെ പ്രാവശ്യം ഒരു ദിവസം രാത്രി എന്റെ അപ്പൻ എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ അന്ന് CCUവിൽ ബോധമുള്ളത് എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോ എനിക്ക് പേടി കൂടുമ്പോഴും അസ്വസ്ഥത തോന്നുമ്പോഴും ഞാൻ അപ്പനെ കാണണമെന്നും അമ്മയെ കാണണമെന്നൊക്കെ പറയും. എപ്പോഴും അല്ലെങ്കിലും ഡോക്ടർമാർക്ക് എന്നോടൊരു സ്നേഹം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സംഭവം, ഞാൻ CCUവിൽ കിടക്കുമ്പോൾ എനിക്ക് ഏകദേശം ബോധമൊക്കെ വന്നു. രാവിലെ ഡോക്ടേഴ്സ് റൗണ്ട്സിന് വന്നപ്പോഴത്തേക്ക് ഞാൻ കോൺഷ്യസ് ആയിട്ട് കിടക്കുക. അപ്പൊ ഡോക്ടർ ചോദിച്ചു എന്നാ പറ്റിയത്. ഞാൻ പറഞ്ഞു ആക്സിഡന്റ് ആണ്, സംഭവം ഇങ്ങനെയാണ്. അപ്പോ ഹെൽമെറ്റ് ഉണ്ടായിരുന്നോ? ഉണ്ട്. ഡോക്ടർ അടുത്ത് ചോദിച്ചു മദ്യപിക്കുവോ? ഇല്ല. മയക്കുമരുന്ന്? ഇല്ല. അപ്പൊ അടുത്ത് അദ്ദേഹത്തിന്റെ ചോദ്യം ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ചോദിച്ചത് വൈ എന്നൊരു ചോദ്യം ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. എനിക്ക് ആൻസർ ചെയ്യാനും പെട്ടെന്ന് പറ്റിയില്ല. അപ്പോ 2 സെക്കൻഡ് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു പെന്തക്കോസുകാരനാണ്. അപ്പോൾ ഞാനൊന്ന് പറയട്ടെ, അതൊരു റിലീജിയൻ അല്ല, അതൊരു ഓർഗനൈസേഷൻ അല്ല, നത്തിങ്. ഒരു എക്സ്പീരിയൻസ് ആണ് പെന്തക്കോസ് എന്ന് പറയുന്നത്. പക്ഷെ ഈ പെന്തക്കോസ് എന്ന് പറയുമ്പോൾ 1-2 കാര്യങ്ങൾ ഞാൻ പഴയ കാലം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആത്മീയ തലങ്ങളിലല്ലാതെ സാമാന്യ തലങ്ങളിൽ പെന്തക്കോസ് എന്താണ്? എന്റെ അപ്പനും അമ്മയും പാസ്റ്ററാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ സ്നാനപ്പെടുന്നതിന് മുമ്പ്, രക്ഷിക്കപ്പെടുന്ന സമയം, ഞങ്ങള് വർക്ക് ചെയ്തിരുന്ന ഒരു പ്ലേസ് കംപ്ലീറ്റ്ലി വേറൊരു അന്തരീക്ഷത്തിലെ സ്ഥലമായിരുന്നു. അപ്പോൾ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായി. ഒരു ദിവസം ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഏകദേശം 60ഓളം വരുന്ന നല്ല ചേട്ടന്മാരൊക്കെ വന്നു പള്ളിക്കകത്ത് കയറി ഒരു 2 തെറിയൊക്കെ പറഞ്ഞ്, വേറൊരു ദേവദാസനുണ്ട്, തെറിയൊക്കെ പറഞ്ഞ് ആരാധന നടത്തണമെന്ന് പറഞ്ഞു. അദ്ദേഹം സാധു മനുഷ്യൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്ന മുമ്പായി ചർച്ചിനകത്ത് കിടന്ന 2 ചെയറുകൾ എടുത്തു. ഒരു ചെയർ ഒരു തെങ്ങിലും അടിച്ചു പൊട്ടിച്ചു. ഒന്നെടുത്ത് ഞാൻ ഇരിക്കുന്ന സൈഡിലെ വിൻഡോയും പൊട്ടിച്ചു. ആണുങ്ങളായിട്ട് അന്ന് എന്റെ അപ്പനും ഞാനും മാത്രമേ ഉള്ളൂ. ഞാൻ വിശ്വാസ സൈഡിൽ ഇരിക്കും, അപ്പൻ ശുശ്രൂഷിക്കും. ബാക്കി എല്ലാവരും വിവിധ സമുദായങ്ങളിൽ, വിവിധ വിശ്വാസങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരാണ്. അപ്പോ
പിന്നീട് ഇപ്പൊ സഭ വളർന്നു, ഒരുപാട് പുരുഷന്മാരൊക്കെ ആയി, പിള്ളേരൊക്കെ ആയി, സഭ വളരുന്നുണ്ട്. അപ്പോ ഇങ്ങനെ പൊട്ടിച്ചു. പ്രാർത്ഥന കഴിഞ്ഞതും ഒരു ആന്റി, അവിടത്തെ പ്രധാനപ്പെട്ട ഒരു സമുദായത്തിൽപ്പെട്ട ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു ആന്റി പെട്ടെന്ന് എതിർത്ത് സംസാരിച്ചു. ബാക്കി ഞാൻ പറയുന്നില്ല. അപ്പൊ എന്റെ അമ്മ പെട്ടെന്ന് പേടിച്ചിട്ട് ഈ ആന്റീനെ ഒന്ന് പിച്ചിയിട്ട് അകത്തേക്ക് വലിച്ചു. പക്ഷെ ആ ആന്റി പറഞ്ഞതുപോലെ വർഷം തികയുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ന്യായം ഇവിടെ വെളിപ്പെട്ടു. അതല്ല എന്റെ വിഷയം, മുന്നിലേക്ക് വരട്ടെ. അപ്പോ ഇത് കഴിഞ്ഞു. ഞങ്ങൾ അന്ന് ബൈക്കിലാണ് സഞ്ചരിക്കുന്നത്. ഈ ആരാധന കഴിഞ്ഞ് ബൈക്കിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഭയങ്കര പെട്രോളിന്റെ സ്മെല്ലായിരിക്കും. എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പൊ വിചാരിച്ചു മേ ബി എന്തെങ്കിലും കംപ്ലൈന്റ് ആയിരിക്കാം. പക്ഷെ അടുത്ത പെട്രോൾ പമ്പ് ഏകദേശം 10 കിലോമീറ്റർ വരണം. എത്തുമ്പോൾ വണ്ടി നിൽക്കും. തുറന്നു നോക്കുമ്പോഴത്തേക്കും എന്താ ഒരു നമ്മുടെ സകലതും വറ്റിയ ഉണങ്ങിയ ഒരു പാത്രം പോലെ പെട്രോൾ ടാങ്ക് കിടക്കും. ഒരു തുള്ളി വെള്ളം കാണും. ദിവസങ്ങൾ പലത് കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു. ഒരു ദിവസം ഞങ്ങളുടെ സഭയിലുള്ള ഒരു ആന്റിയുടെ 2 പൊമ്മക്കൾ വരാൻ ഇച്ചിരി വൈകി. ഇവർ വരുന്ന സമയം ഞങ്ങളുടെ സഭ ഒരു 2 കുന്നിന്റെ ഒരു മധ്യഭാഗത്താണ് ഞങ്ങളുടെ സഭ വരുന്നത്. അപ്പൊ ഒരു കുന്നിറങ്ങി അടുത്ത കുന്ന് കയറണം. ഈ കുന്ന് ബൈക്ക് കയറത്തില്ല, വണ്ടി താഴെ വെച്ചിട്ടാ പോകുന്നത്. വന്നപ്പോ ഒരു ചേട്ടൻ, ഈ പറഞ്ഞ അന്ന് വന്നവരുടെ കൂട്ടത്തിലുള്ള ഒരു ചേട്ടൻ പല്ല് തേക്കുന്നുണ്ട്, ബൈക്കിനടുത്ത് നിൽക്കുന്നുണ്ട്. ബൈക്കിന്റെ പെട്രോളിന്റെ പൈപ്പ് ഉരുകി ഒരു കുപ്പിക്കകത്ത് പെട്രോളും വീഴുന്നുണ്ട്. ഈ ചേച്ചിമാർ അവിടെ കാര്യം പറഞ്ഞു നിന്നു. നിറഞ്ഞപ്പോഴത്തേക്കും കുപ്പിയെടുത്തു. കുപ്പിയും കൊണ്ട് ഞങ്ങളെ സഭയിലേക്ക് വന്നു. ഈ ചേട്ടന് ഒന്നും പറയാൻ കഴിയുന്നില്ല, കാരണം പുള്ളിക്കാരൻ പെട്രോൾ ഊറ്റുന്ന സമയമാണ്. സഭയിൽ കൊണ്ടുവന്നു. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് പെട്രോൾ തിരിച്ചൊഴിച്ചു. ഞങ്ങൾ ഇഞ്ഞു പോന്നു. അപ്പോ കാര്യങ്ങൾ മനസ്സിലായി എന്നതാ സംഭവം. കാരണം പിന്നീട് അവർ വിളിച്ചു പറയുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഇപ്പോ ഈ സഭയിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക ലൊക്കേഷൻ കഴിയുമ്പോഴത്തേക്ക് ഞാൻ സാധാരണ നന്നായിട്ട് ഉറങ്ങും. യാത്ര ചെയ്യുമ്പോൾ ഞാൻ കണ്ണു തുറക്കും. മനസ്സിനകത്ത് പേടി. എന്റെ ചേച്ചി എന്നെക്കാൾ 4 വയസ്സിന് മുതിർന്ന. അപ്പം ഞാൻ വിചാരിക്കുന്നു അവർക്കും ആ പേടി ഉണ്ടായിരുന്നിരിക്കാം, അറിയില്ല. വാള് കൊണ്ടാണോ ചാകുന്നത്, തീയിട്ടാണോ കൊല്ലുന്നത്, എനിക്കറിയാൻ പാടില്ല. ഇന്ന് ജീവനോട് തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല. ജീവഭയം. അത് പെന്തക്കോസ്റ്റ്. ഞാൻ പറയട്ടെ, അത് ആ ഒരു അർത്ഥത്തിലല്ല. ബിക്കോസ് ഫോർ മീ അതൊരു പെന്തക്കോസ്റ്റിന് അനുഭവമായിരുന്നു. തിരിച്ചു വരുമ്പോ ആ ഒരു പ്രത്യേക ഒരു ഏരി കഴിയുമ്പം സമാധാനമാണ്, ഞാൻ ഉറങ്ങും. അതൊരു പെന്തക്കോസ്റ്റിന്റെ അനുഭവമായിരുന്നു. അങ്ങനെ ഒരുപാട് കർത്താവ് ഞങ്ങളെ ശക്തമായി നടത്തി. വേഗത്തിൽ എന്റെ അനുഭവത്തിൽ ഞാൻ തിരിച്ചു വരട്ടെ. അപ്പോ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഞാൻ പെന്തക്കോസ്റ്റുകാരനാണ്. അപ്പോ ഡോക്ടർ പെട്ടെന്നൊന്നും പറഞ്ഞില്ല. അദ്ദേഹം പോയി. എന്റെ മുടിയൊക്കെ ശ്രദ്ധിക്കുക, എന്റെ മുടിയൊക്കെ കട്ട് ഷോർട്ടാണ്. ഞാൻ ക്ലീൻ ഷേവാണ്. അന്ന് മുതൽ ഞാൻ 100% പറയാം, ഒരു ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിൽ കിട്ടുന്ന കെയറിന്റെ ഒരു അങ്ങേയറ്റം, മേ ബി അതിനേക്കാൾ ഒരു എക്സ്റ്റെന്റിലായിരുന്നു എനിക്ക് കെയർ കിട്ടിയത്. ഒറ്റ റീസൺ, ബിക്കോസ് ഒരു പെന്തക്കോസ്റ്റിന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട്. ഞാൻ പറയട്ടെ, ഈ ലോകത്ത് മുടി നീട്ടി വളർത്താൻ, താടി വളർത്താൻ, അല്ലെങ്കിൽ ലൗകികമായിട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പലതും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു അങ്കിളിന്റെ ഒരു എക്സ്പീരിയൻസ്, പുള്ളിക്കാരൻ ഒരു മദ്യപാനിയാണ്. പുള്ളിക്കാരന്റെ കാലൊരു അപകടം ഉണ്ടായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയപ്പോഴത്തേക്ക് പെയിൻ കില്ലർ ഇട്ട് പുള്ളിക്കാരനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നത്തെ ഈ കാലത്ത് വികൃതമായ രൂപത്തിലൂടെ, വികൃതമായ വിഷയങ്ങളിലൂടെ കടന്നുപോയി, മദ്യപിച്ച്, മയക്കുമരുന്ന് കൊണ്ട്. അപ്പൊ ചോദിക്കും, ആ രൂപത്തിലുള്ള പ്രശ്നമില്ലേ? ഫോർ ആൻ എക്സ്റ്റെന്റ് യു ഹാവ് നോ പ്രോബ്ലം. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഓഫ് കോഴ്സ് നോട്ട്. ബട്ട് ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഒരു പാറ്റേൺ നമുക്കുണ്ട്. ഒരു സൊസൈറ്റിയിൽ എവറിത്തിങ് മാറ്റേഴ്സ്. സൊസൈറ്റിയിലെ എല്ലാ മേഖലകളും ഞാൻ അവിടെ അത് പറഞ്ഞു നിർത്തും. അപ്പോ എനിക്ക് കിട്ടിയ ഒരു കെയറിന്റെ റീസൺ, എന്റെ അപ്പനും അമ്മയും എന്നെ പഠിപ്പിച്ച ഒരു രീതിയായിരുന്നു. ഒരിക്കലും ഇതാണ് ദൈവം, ഇങ്ങനെയാണ്. എന്റെ അപ്പൻ ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ല, എന്നെ പഠിപ്പിച്ചിട്ടുമില്ല. പക്ഷെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ്, വിഷയങ്ങൾ ഇങ്ങനെയാണ് ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആസ് എ പെന്തക്കോസ്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ഇപ്പോഴും അഭിമാനമാണ്. എനിക്ക് അന്ന് മനസ്സിലായില്ല ഈ ദൈവത്തിന്റെ ഈ ഒരു അനുഭവം എന്താണ്, ഈ വിഷയം എന്താണ്. പക്ഷെ സിസുവിനകത്ത് കിടന്നപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേ, ഓരോ വിഷയങ്ങൾ ദൈവം എനിക്ക് ചെക്ക് പോയിന്റ് പോലെ ഇട്ട് തന്നുകൊണ്ടിരുന്നു. ഡോക്ടർഷിപ്പ് പോയി. അന്ന് മുതൽ എനിക്ക് സ്പെഷ്യൽ കെയർ ആയിരുന്നു. സ്പെഷ്യൽ കെയർ ഒരുപാട് കാര്യങ്ങളിൽ. അത് കഴിഞ്ഞു. എന്റെ അപ്പൻ വന്നൊരു ദിവസം വൈകിട്ട് എന്നോട് പറഞ്ഞു, മോനെ, നീ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ദൈവത്തോട് ക്ഷമ ചോദിക്കുക. നേരിട്ട് അവരെ കാണുമ്പോൾ അവരോട് ക്ഷമ ചോദിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം എന്റെ അപ്പനോട് ക്ഷമ ചോദിച്ചു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ മദ്യപിക്കാനും മയക്കുമെന്നൊന്നും പോയിട്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ്, 2017 ശുശ്രൂഷയുടെ അഭിഷേകത്തോടെ ദൈവം എന്നെ നിറച്ചു. ചെറിയ സഭയിലൊക്കെ ശുശ്രൂഷ പോകാനും തുടങ്ങി. ഞാൻ ദൈവത്തോട്, കർത്താവ്, ഞാൻ കർത്താവിന്റെ വേല ചെയ്യാൻ തീരുമാനിച്ചില്ല, ഇറങ്ങിയില്ല. പിന്നെ എന്തിനാ എനിക്ക് ഇങ്ങനെ വന്നത്? ആദ്യം ദൈവം എനിക്ക് മറുപടി തന്നില്ല. പല വിഷയങ്ങളിലും കർത്താവ് കുറേ സൈലന്റ് ആയിരുന്നു.
പതിയെ പതിയെ എന്നെ പഠിപ്പിച്ചത്. ഞാൻ ദൈവത്തോട്, കർത്താവ് എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു വിഷയം തന്നു? അപ്പോ ഈ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ 2 വിഷയങ്ങൾ ദൈവം എന്നെ ജസ്റ്റ് ഇങ്ങനെ, എന്താ പറയാ, നമ്മളൊരു പിന്നുകൊണ്ട് കുത്തുന്നത് പോലെ സ്ട്രൈക്ക് ചെയ്തിട്ട് വന്നു. എക്സ്പ്ലനേഷൻ തന്നില്ല, എന്താണെന്നൊന്നും പറഞ്ഞില്ല. അതൊക്കെ പിന്നീട് കർത്താവ് എന്നെ പഠിപ്പിച്ചു. ഞാൻ പതിയെ അതിലേക്ക് വരാം. കർത്താവ് 2 കാര്യങ്ങൾ എന്റെ മനസ്സിട്ട് വന്നു. 1, അനുസരണക്കേട്. 2, അഹങ്കാരം. ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരാള് ആരടാ ചോദിച്ചു, എന്താ ചോദിച്ചു, ഞാൻ ആരടാ തിരിച്ച് വിഷയം ഉണ്ടാക്കും. അതായിരുന്നു എന്റെ സ്വഭാവം. മാത്രമല്ല, ഈ ഡിപ്ലോമ ഈ ഏവിയേഷന് പോയ സമയത്ത് ഞങ്ങളെ കോഴ്സ് തീരാറായ സമയത്ത് ആക്സിഡന്റിന് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് എക്സാക്ട് ഞങ്ങളൊരു 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. A, B, C. സിയില് ഒരു ഇച്ചിരി വീക്കായിട്ടുള്ള പിള്ളേർ, ബി ആവറേജ്. ഫസ്റ്റ് ഗ്രൂപ്പിൽ ഞാനും വേറൊരു പെൺകൊച്ചും മാത്രം, ശലഭപ്രിയ എന്ന് പറഞ്ഞൊരു കൊച്ചു. അപ്പോ ഞങ്ങളുടെ ഫാക്കൽറ്റി എല്ലാവരും ഞങ്ങളോട് പറഞ്ഞു, ഫ്ലാഗോണ, നിനക്കായിരിക്കും ഫസ്റ്റ് ജോലി കിട്ടുന്നത്, നിനക്ക് എല്ലാ കാര്യവും നടക്കും. ഞാൻ അഭിമാനത്തോടെ ഇന്ന് പറയും, അങ്ങനത്തെ ഒരു സെക്യുലർ ജോലി ഇല്ലാത്തത് എനിക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാനിന്ന് അതിനേക്കാളും എന്താ മഹത്വമേറിയ വേല ഞാൻ ചെയ്യുന്നുണ്ട്. അതിന് മേ ബി ഭൂമിയിൽ ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. അങ്ങനെ അപ്പോ എനിക്കൊരു അഹങ്കാരം, എന്നെ കൊണ്ട്, നമ്മളെ ഷർട്ടൊക്കെ ഇടുമ്പോൾ എന്നെ കൊണ്ടാകും. കാരണം പല കാര്യങ്ങളും ഞാൻ എനിക്ക് വിശ്വാസമായി. കൂടെ പഠിക്കുന്ന പിള്ളേര് ഹൈ എൻഡ് ലൈഫിലുള്ളത്, കാണാൻ കൊള്ളാവുന്ന ആൺപിള്ളേരും എയർപോർട്ടിൽ പോകുമ്പോൾ നമുക്ക് അറിയാലോ ക്യാബിൻ ക്രൂസ് എങ്ങനെയാണെന്ന്. അപ്പൊ എനിക്കും അഹങ്കാരം. ഇവരുടെ കൂടെയൊക്കെ നടന്നപ്പോൾ എന്നെ കൊണ്ടും പറ്റും. അവസാനം ഈ ഒരു അവസ്ഥ വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, 1, അനുസരണക്കേട്, 2, അഹങ്കാരം. ഇന്ന് ലൈഫിൽ ബൈക്കിൽ പോകുമ്പോഴും ജീവിതത്തിന്റെ ഇതര മേഖലകളിലും ഒരാളോട് സംസാരിക്കുമ്പോൾ പോലും ഒരു താഴ്മയില്ലാത്ത ടീനേജേഴ്സ്, യങ്സ്റ്റേഴ്സ് പല ആൾക്കാരെയും കാണാറുണ്ട്. എടാ പോടാ എന്നുള്ള സംബോധന ഫ്രണ്ട്സിന്റെ ഇടയിൽ, ബട്ട് സ്റ്റിൽ ഓക്കെ എന്ന് പറയാം. ബട്ട് സ്റ്റിൽ ഞാൻ ഏറ്റവും നിസ്സാരമായ കാര്യമാണ് പറയുന്നത്, ബട്ട് അതിനകത്ത് അർത്ഥമുണ്ട്. ഇത് തുടങ്ങി പല വ്യത്യസ്തമായ എന്റെ ഒരു സ്വഭാവത്തിലും എന്താ ഒരാളോട് ബഹുമാനം സംസാരിക്കാൻ എനിക്കൊരു കാലത്ത് കഴിയാത്തൊരു കാലം ഉണ്ടായിരുന്നു. അതുപോലെ പലരും തെറി പറഞ്ഞ് സംസാരിക്കും. ഒരു വാക്ക് പറയുമ്പോഴത്തേക്ക് തെറി പറഞ്ഞേ തുടങ്ങത്തുള്ളൂ, അത് പറഞ്ഞേ സംസാരിക്കത്തുള്ളൂ. ഇറ്റ് ഡസ് മാറ്റേഴ്സ്. അഹങ്കാരത്തിന്റെ ഭാവങ്ങൾ. ഒരാൾ ഒന്ന് പതിയെ പോടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ആരടാ എന്ന് ചോദിക്കുന്ന പല തലമുറകളും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെ അഹങ്കാരം കാണിച്ചുകൊണ്ട് പോയത് കൊണ്ട് ഒരു വിഷയവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രസ്സിംഗ് സെൻസിനെ കുറിച്ച് ഞാൻ വീണ്ടും എടുത്ത് പറയാം. അഹങ്കാരം പിടിച്ച് നടന്ന എന്റെ ഡ്രസ്സിംഗ് സെൻസ് ഉണ്ട്. പക്ഷെ ഹോസ്പിറ്റലിൽ വെറും ഒറ്റ മുണ്ടിൽ ഞാൻ കടന്നു, എന്റെ ശരീരം മുഴുവനൊന്ന് റാപ്പ് ചെയ്യാൻ പറ്റാതെ ഞാൻ കിടന്നപ്പോ ഞാൻ പഠിച്ചു അഹങ്കാരത്തിന് എന്ത് വിലയാണുള്ളത്. ഈ ഭൂമിയിൽ ചിലപ്പോ ഒരുപാട് പേര് പറയും, കൊള്ളാം, നമ്മളെ തള്ളിവിടെ ഫ്രണ്ടിലേക്ക്, അത് ചെയ്യാൻ ഇത് ചെയ്യാൻ. നെവർ. ഒരു വിഷയം വരുമ്പോഴത്തേക്ക് നത്തിങ്. 2, അനുസരണക്കേട്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ബൈക്ക് പുതിയ ബൈക്കായിരുന്നു. അപ്പോ എന്റെ വീട്ടിലുള്ളവര്, എന്റെ കസിൻ ബ്രദർ, അദ്ദേഹം രാജസ്ഥ IPSലെ പാസ്റ്റർ. അപ്പൊ അദ്ദേഹം സകല മനുഷ്യൻ, ഞാൻ ആ ഒരു ഡിസ്റ്റൻസിനെ പറയാനാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്. അപ്പൊ ഇവിടെ നല്ല എന്നെ വിളിച്ചു പറഞ്ഞു, ഫ്ലാഗോണ ഇപ്പം വേണ്ട, കുടുംബത്തിന്റെ സ്ഥിതി അങ്ങനെയാണ്. പക്ഷെ ഞാൻ ഒറ്റ കാലിൽ നിന്നു, എനിക്ക് ബൈക്ക് വേണം. എന്നോട് ഒരു വ്യക്തിയാണ് പറഞ്ഞത്, ഫ്ലാഗോണെ ഇന്ന ദിവസം നീ വണ്ടി ഇറക്കിയില്ലെങ്കിൽ നീ എന്നോട് മിണ്ടണ്ട. അതേ ഡേറ്റ് പറഞ്ഞ് ഞാൻ അപ്പനോട് പറഞ്ഞു, എനിക്ക് ഇന്ന ദിവസം വണ്ടി കിട്ടില്ലെങ്കിൽ വേണ്ട. കൃത്യം ആ ദിവസമാണ് എനിക്ക് വണ്ടി ഇറങ്ങിയത്. പക്ഷെ ആ വണ്ടിയിൽ സഞ്ചരിക്കാൻ വലിയ ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല. ആരൊക്കെയാണ് നമ്മുടെ ഫ്രണ്ട്സ്? ചിലപ്പോ ചിരിക്കുന്നവരെല്ലാരും ഫ്രണ്ട്സ് അല്ല. നമ്മളോട് പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കരുത്. പറയുന്ന ആശയം മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കും. നമ്മളോട് എല്ലാവരും പലതും പറയുമ്പോഴത്തേക്കും നമ്മളുടെ അപ്പനും അമ്മയും പറയുന്നതിൽ കാര്യമുണ്ട്. പലപ്പോഴും അവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല പലതും ചെയ്തു തരാത്തത്. മേ ബി അവരുടെ കയ്യിൽ കാശ് കാണും, പക്ഷെ പലപ്പോഴും അവർക്ക് ഇന്നത്താണെന്നൊരു സംഭവം ഉണ്ട്. ഞാൻ എന്റെ മറ്റൊരു സ്ഥലത്ത് ഞാൻ ഒരു ചെറിയ ജോലിയിലായിരിക്കും. ഉച്ച കഴിഞ്ഞപ്പോ അമ്മ എന്നെ വിളിച്ചു. അവിടുത്തെ ഒരു ഇച്ചിരി വയസ്സായ മനുഷ്യൻ പറഞ്ഞതാ, സമയം തെറ്റുമ്പോ അമ്മമാര് മക്കളെ വിളിച്ച് ചോദിക്കും. അതുപോലെ അമ്മമാർക്കൊരു ഇൻട്യൂഷൻ ഉണ്ട് മക്കളുടെ ലൈഫിനെ കുറിച്ച്. എന്റെ അമ്മ എന്റെ ബൈക്കിൽ നോക്കിയിട്ടില്ല. ശരിയാണ്, പാസ്റ്റർ കുടുംബമാണ്, പ്രാർത്ഥിച്ചിട്ട് വന്നു. പക്ഷെ അമ്മ പറയും, എനിക്ക് ആ വാഹനത്തിൽ നോക്കാൻ എനിക്ക് തോന്നിയില്ല. അമ്മയെ കൊണ്ടുപോയി വാഹനം എടുക്കുന്നതിനെ ഞമ്മ കാണിച്ചതാണ്. ബട്ട് സ്റ്റിൽ എന്റെ ബൈക്ക് വന്നപ്പോഴത്തേക്ക് അമ്മ നോക്കിയില്ല. അമ്മ പറഞ്ഞു, വേണ്ട, ഈ വാഹനം വേണ്ട, ഒറ്റ നിർബന്ധം. അപ്പോ ഞാൻ പറഞ്ഞത് ആരൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം. റെസ്പെക്ട് യുവർ പാരന്റ്സ്, ഒബേ ദം. അനുസരണക്കേട്. ദൈവം ഈ 2 കാര്യങ്ങൾ. പിന്നെ ദൈവം ഇത്രയും ഡെപ്തായിട്ട് എന്നെ പറഞ്ഞത് എവിടെയാണ് എനിക്ക് പാളിപ്പോയത്. പറയാം, പെന്തക്കോസ്തുകാരനാണ്, ക്രിസ്ത്യാനിയാണ്, ബട്ട് ചെറിയ കാര്യങ്ങള് അനുസരിക്കുക, അല്ലെങ്കിൽ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മള് ചിന്തിക്കത്ത പോലുമില്ല ഇതിങ്ങനെ വിഷയമുണ്ടോ. ബട്ട് ഇറ്റ് മാറ്റേഴ്സ്. ദൈവം എന്നെ പഠിപ്പിച്ചത് എന്റെ ഈ സംഭവത്തിലൂടെ. ഇത് ദൈവം കൊണ്ടുവന്നതാണെന്ന് ഞാൻ പറയത്തില്ല, ബട്ട് ഈ ഒരു വിഷയത്തിനകത്ത് ദൈവം എന്നെ പഠിപ്പിച്ചു. അങ്ങനെ അപ്പൻ എന്നോട് പറഞ്ഞു, ക്ഷമ ചോദിക്കുക. ഞാൻ അപ്പനോട് ആദ്യം ക്ഷമ ചോദിച്ചു. രണ്ടാമത്
ഞാൻ പറഞ്ഞു ഞാൻ സെൻസിറ്റീവ് ആണ്, ഇച്ചിരി ഈഗോയിസ്റ്റിക്കും കൂടെ. അപ്പൊ എന്റെ ഒരു ചോദ്യങ്ങൾക്ക് പലർക്കും ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല, വേറെ പല രീതിയിൽ പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് കയർത്തിട്ടുണ്ട്, ഇവരുടെ മുമ്പൊക്കെ എനിക്ക് മനസ്സിൽ ഓർമ്മ. ഞാൻ മനസ്സിൽ ക്ഷമ ചോദിച്ചു. ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. 2022 ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയം ഞങ്ങൾക്ക് കൊറോണ കഴിഞ്ഞ് കോളേജിലേക്ക് പോകാനുള്ള കോള് വന്നു. അപ്പോ ഒരുപാട് കാര്യങ്ങൾ വെച്ച് ആകുലപ്പെട്ടിരിക്കുന്ന സമയം. അപ്പം പറഞ്ഞു, എടാ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാൻ പറഞ്ഞ വിഷയം ഓർമ്മയുണ്ടോ? പറഞ്ഞു, ഓർമ്മയുണ്ടപ്പാ. എന്തിനാ ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? ഇല്ല. നീ മരിച്ചു പോകുന്ന 4ാമത്തെ പ്രാവശ്യം ഡോക്ടേഴ്സ് വന്ന് പറഞ്ഞ രാത്രിയാണ്. എന്നിട്ട് അപ്പം നിറകണ്ണുകളോട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അന്ന് മരിച്ചു പോകുന്നു ഞാൻ വിചാരിച്ചു. നീ മരിക്കുന്നതിൽ ആ നീതീകരണം പ്രാപിച്ചിട്ട് നീ മരിക്കട്ടെ എന്ന് ഞാൻ കരുതി. 4ാമത്തെ പ്രാവശ്യം ഡോക്ടേഴ്സ് എന്ന് എൻ്റെ അപ്പനോട് പറയായിരുന്നു, ഇന്നത്തെ രാത്രി ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം. എൻ്റെ അപ്പം പ്രവാചകനല്ല, ഒരു സാധാരണ ഒരു പാസ്റ്ററാണ്, ഒരു കൂലിപ്പണിക്കാരനും കൂടെയാണ്. അപ്പൊ അപ്പം പറഞ്ഞു, ഡോക്ടറെ നാളെ വ്യത്യാസം വരും. എന്തടിസ്ഥാനത്തിൽ? അപ്പം പറഞ്ഞു, ഇങ്ങനെയാണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അല്ല, ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല, അതിനപ്പുറം കൊണ്ടുപോകാൻ ഞങ്ങളെ കൊണ്ട് ആവതുമല്ല, ഇതേ ഉള്ളൂ ഞങ്ങൾക്ക് അവസാനത്തെ മാർഗം. അപ്പം പറഞ്ഞിട്ട് കരഞ്ഞിരിക്കുക. അപ്പം അമ്മയോടും പറഞ്ഞു. അപ്പൻ കരഞ്ഞ് തല ഇങ്ങനെ തല്ലി കരയുന്നുണ്ട് ചെവരിൽ. അപ്പൊ അമ്മയോട് ചോദിച്ചു, അമ്മ ചോദിച്ചു എന്നാ വിഷയം? അമ്മയോട് പറഞ്ഞില്ല. അമ്മ കാര്യമായിട്ട് ചോദിച്ചപ്പോ പറഞ്ഞു, അപ്പോ അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ എന്നൊന്നും അറിയാൻ പാടില്ല. അപ്പനും അമ്മയും പ്രാർത്ഥിച്ചു. കൊണ്ടുപോകുന്നെങ്കിൽ 3 ശവം ഇവിടെ നിന്ന് കൊണ്ടുപോകും, ഒന്നായിട്ട് കൊണ്ടുപോകില്ല, ഇല്ലെങ്കിൽ 3 നടന്നു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് പ്രാർത്ഥിച്ചു. അന്ന് പിന്നെ അമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയും, പലരുടെ പ്രാർത്ഥനയും, ഞാൻ ഒന്നുകൂടെ പറയാം, പല പ്രാർത്ഥനയെക്കാളും ദൈവത്തിന്റെ മഹാകരുണ കൊണ്ട് അന്ന് വ്യത്യാസം വന്നു. എന്താ വ്യത്യാസം എന്ന് ഞാൻ എടുത്ത് പറയാം. എന്റെ ശരീരത്തിൽ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കാം. എന്റെ ശരീരത്തിൽ അന്ന് അവർ ഇൻജെക്ട് ചെയ്ത മരുന്ന് കൊളോസ്റ്റിനും മെറോപ്പിനും എന്ന് പറയുന്ന 2 കോമ്പോസിഷൻ മരുന്നുകളാണ്. ഈ മരുന്നുകളുടെ പ്രത്യേകത, 80 വയസ്സുള്ള ഒരു മനുഷ്യൻ ഇന്ന് മരിക്കുന്നുവെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ജീവൻ നിലനിർത്താൻ കൊടുക്കുന്ന മരുന്നാണ്. ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പറഞ്ഞൊരു വാക്കിനെ എങ്ങനെ സ്പർശിച്ചു. അങ്ങ് ഫോറിൽ എവിടെ ഇരിക്കുന്ന പിള്ളേരൊന്ന് വന്ന് കാണണമെന്ന് ആഗ്രഹമുള്ളപ്പം കൊടുക്കുന്ന മരുന്ന്, ഇങ്ങനെ അവർ പറഞ്ഞത്. അപ്പോൾ ഈ മരുന്ന് എന്റെ ശരീരത്തിൽ കയറ്റി. ഈ മരുന്ന് അത്രയും പ്രായമുള്ള മനുഷ്യന് 3 മില്ലിഗ്രാമേ ഡെയിലി കൊടുക്കത്തുള്ളൂ. എന്റെ ശരീരത്തിൽ 9 മില്ലിഗ്രാം കയറി. അങ്ങനെ ഞാൻ പതിയെ പതിയെ ചേർത്ത് വരാൻ തുടങ്ങിയത്. ഡോക്ടേഴ്സ് പറഞ്ഞു എന്റെ കണ്ണിന് അത് കാഴ്ചയെ ബാധിക്കും, ഓർമ്മയെ ബാധിക്കും. 2 സംഭവിച്ചു. അപ്പോ ഇത് ഫസ്റ്റ് ഡോസ് തന്നു വ്യത്യാസമില്ല, സെക്കൻഡ് ഡോസ് തന്നു വ്യത്യാസമില്ല, 28 ദിവസം വെച്ച് 2 ഡോസ് വ്യത്യാസമില്ല. അന്ന് 2ാമത്തെ ഡോസ് തീരുന്ന ദിവസമാണ് എൻ്റെ അപ്പനോട് വന്ന് പറഞ്ഞത്, ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. പിറ്റേന്ന് രാവിലെ വന്ന് നോക്കിയപ്പോ ശരീരത്തിൽ 1% വ്യത്യാസം കണ്ടു. ഡോക്ടേഴ്സ് പറഞ്ഞു, ചെറിയൊരു വ്യത്യാസമുണ്ട്, നമുക്കൊരു ഹാഫ് ഡോസ് കൂടെ കൊടുക്കാം. കാരണം ഓവർ ഡോസ് ആയി, ബട്ട് സ്റ്റിൽ ഹാഫ് ഡോസ് 14 ദിവസം കൊടുക്കാമെന്ന് പറഞ്ഞു. എപ്പോ ഒരു മനസ്സിനകത്ത് ക്രമീകരണം. ഒരു മതത്തിൽ ഞാൻ പോയില്ല, ഞാൻ ഒരു രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു, പല മതവിശ്വാസങ്ങളുണ്ടായിരുന്നു, സാഹിത്യത്തിൽ പല ഐഡിയോളജീസ് ഞാൻ വിശ്വസിച്ചിരുന്നു. ഞാൻ പരിശോധന പറഞ്ഞൊരു കാര്യമാണ്, ഇതിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചു, ഇതിലൊക്കെ ഞാൻ കൈനീട്ടി, എന്നെ ഒന്ന് സഹായിക്കണേ, രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പല മതത്തിലും ഞാൻ കിട്ടിയില്ല. എപ്പോ എന്റെ മനസ്സിനകത്തൊരു വ്യത്യാസം വന്നു, ഈ പറഞ്ഞ അനുസരണക്കേടും അഹങ്കാരത്തിൽ, ശരി ഞാൻ സമ്മതിച്ചു, തെറ്റിപ്പോയെന്ന് എപ്പോ പറഞ്ഞു, അന്ന് എനിക്ക് വ്യത്യാസം. ഒരുപക്ഷെ എന്നെ കേൾക്കുമ്പോൾ പലരും ഇങ്ങനെ ജീവിതത്തിന്റെ പല മേഖല, എന്നെക്കാൾ ഒരുപാട് വേദനയുള്ള അനേകർ എനിക്കറിയാം. ഞാൻ എന്റെ ചെറിയ അനുഭവത്തിന്റെ എളിയ ജീവിതം ഞാൻ പറയട്ടെ. ഒറ്റ വിഷയം മാത്രം, ഏത് മതവും വർണ്ണവും വർഗവും ഒന്നും വിഷയമല്ല. മനസ്സിനകത്ത് ഒരു ചെറിയൊരു ചേഞ്ചിൽ ഒന്ന് സൃഷ്ടാവിനെ നോക്കാൻ തയ്യാറായാൽ ഒരു വഴിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. there is something, ഒരു വ്യത്യാസം, അത് തീർച്ചയാണ്. എന്റെ ജീവിതത്തിൽ എന്റെ അപ്പം പാസ്റ്റർ ആയത് കൊണ്ടല്ല കേട്ടോ ഞാൻ രക്ഷപ്പെട്ടത്. നെപ്പോട്ടിസം എന്ന വാക്ക് കേൾക്കുമ്പോൾ അപ്പം ഭയങ്കര ഫേമസ് ആണ്, ഒരിക്കലുമല്ല. എന്റെ അപ്പം പാസ്റ്റർ ആയത് കൊണ്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എപ്പോ എനിക്കൊരു കാരണം, ഞാൻ ചത്തപ്പോൾ, അങ്ങനെ തന്നെ പറയട്ടെ, ഞാൻ ചത്തപ്പോൾ, ഞാൻ കിടന്ന് വേദനിച്ചപ്പോൾ, നരകിച്ചപ്പോൾ, എന്റെ അപ്പനും അമ്മയും CCയുടെ ഡോറിന്റെ ഫ്രണ്ടിലിരുന്ന് കരഞ്ഞു. പക്ഷെ എന്റെ വേദന അവർക്ക് അറിയാൻ പറ്റിയില്ല. എന്റെ പ്രതീക്ഷ ആകെപ്പാടെ നഷ്ടപ്പെട്ടു. ഞാൻ ആഗ്രഹിച്ച വിഷയമാണ്, എനിക്കത് ആത്മഹത്യയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് അനങ്ങാൻ കഴിയുന്നില്ല, എന്നെ ഒരു ബെഡിൽ കിടത്തേക്കുക, എയർ ബെഡ്, വാട്ടർ ബെഡ്, അതിന്റെ പുറത്ത് എയർ ബെഡ്. അപ്പോൾ എന്റെ വലത് സൈഡിലേക്ക് നോക്കുമ്പോൾ എന്റെ ചെവിയുടെ കുറച്ച് ബാക്കിലായിട്ട് ഈ ECG എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്റെ കറക്റ്റ് ഐ ലെവൽ റൈറ്റ് സൈഡിൽ വന്നിട്ട് ഒരു ടേബിൾ വെച്ചിട്ടുണ്ട്. ഈ നമ്മുടെ അതേ ട്രിവാൻഡ്രം ഈ നാട്ടിൻ പുറത്ത് ഇച്ചിരി ഗ്രാമങ്ങളിലൊക്കെ പോയി നോക്കിയാൽ മനസ്സിലാകും, പണ്ടൊക്കെ റൗണ്ട് ഷേപ്പിൽ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടി 3 ലെയേഴ്സ് ഉള്ള ഒരു സ്റ്റൂൾ പോലത്തെ ഒരു സാധനമാണ്, ബാസ്ക്കറ്റ്. ഇതേ സാധനം ഈ CCനകത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആണ്. ഏറ്റവും മേളത്തെ തട്ടിൽ സിൽവറും ഗ്രേ കളറിലുള്ള പാക്കറ്റ്സ് ഒരുപാട് കിടക്കുന്നുണ്ട്. ഡ്രഗ്സ് ഒന്നും അല്ല ഇത്.
ഇതെന്താണെന്ന് എനിക്കറിയാം, ഇത് സർജിക്കൽ ബ്ലൈഡുകളാണ്. അപ്പോ എന്റെ മനസ്സിനകത്ത് ഇതെടുത്തിട്ട് ഒന്ന് കൈ അറുത്താൽ എത്ര സമയത്തിനകത്ത് ഞാൻ ചാവുമെന്ന് എനിക്കറിയാം. ECGs അവിടെ ഡിസ്കണക്ട് ചെയ്യണം. കാരണം രാത്രി 12:30 1 മണിയാകുമ്പോൾ ഈ ഡോക്ടേഴ്സ് റിപ്പോർട്ട് ചെയ്താൻ തുടങ്ങും. ഞാൻ ഈ വേദന കൊണ്ട് അലറുന്നത് കൊണ്ട് ഇവർക്ക് ഒന്ന് സഹിക്കാൻ വയ്യ, 2 ഡിസ്റ്റർബൻസ് ആയിട്ട് ഇവർ മാറും. അപ്പോ ഏത് സമയത്ത് എന്റെ ഈ പറയുന്ന എക്യുപ്മെന്റ്സ് റിമൂവ് ചെയ്തിട്ട് എന്റെ കൈ എവിടെ മുറിക്കണമെന്ന് എനിക്ക് ധാരണയുണ്ടായിരുന്നു. രക്തം നിലത്തു പോകാതെ എവിടെ എന്റെ കൈ വെക്കണം, അപ്പോ അറിയാതിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ഒറ്റ കാര്യം മാത്രം, എന്റെ കൈ നീട്ടി സത്യത്തിൽ, പക്ഷെ എനിക്കൊന്ന് അനങ്ങിയെടുക്കാൻ പറ്റുന്നില്ല, അത് ദൂരത്തായി. അത് മാത്രമല്ല, ഏകദേശം 3-4 പ്രാവശ്യം അല്ലാണ്ട് ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. 9th 10th 12th ഒക്കെ പഠിക്കുന്ന സമയത്ത് ഡിപ്രഷന്റെ അങ്ങേയറ്റം, ആങ്സൈറ്റിയുടെ അങ്ങേയറ്റം. എന്റെ കയ്യിൽ ഇന്നും ആരും ചെയ്യരുത്, ദയവായിട്ട് ചെയ്യരുത്. എന്റെ കയ്യിൽ ഇടത്തെ കയ്യിൽ 75-ൽ പരം പാടുകൾ ബ്ലൈഡ് കൊണ്ട് ചെത്തിയ, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ പാടില്ല, ബ്ലൈഡ് കൊണ്ട് ചെത്തിയ പാടുകളുണ്ട്. വലത്തെ കയ്യിൽ ഞാൻ 100 തികച്ചിട്ടുണ്ട്, എന്റെ 2 ബൈസെപ്സിനും തൈസിലും ഒക്കെ. കാരണം അത്രയ്ക്കൊരു ലെവലിലേക്ക് ഞാൻ പോയി, എന്റെ ജീവിതം പരാജയപ്പെട്ടു. ഞാൻ ഈ ഹോസ്പിറ്റൽ ബെഡിൽ കിടന്നുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചു, മതി, ഒന്ന് ചത്ത് കിട്ടിയാൽ മതി. മരിക്കുന്നുമില്ല, ആകെപ്പാടെ പ്രതീക്ഷകൾ പോയി. 4ാമത്തെ പ്രാവശ്യം മരിച്ചു എന്ന് പറഞ്ഞു. അപ്പൻ ഇങ്ങനെ വന്നു പറഞ്ഞു, വ്യത്യാസം തുടങ്ങി. പക്ഷെ എനിക്കിത് അറിയാൻ കഴിയുന്നില്ല വ്യത്യാസമൊന്നും. ഞാനിപ്പോഴും ഇങ്ങനെയാ. ഒരു ദിവസം രാവിലെ ഞാൻ ചിരിച്ചുകൊണ്ട് ഉണരുമെങ്കിൽ അന്നത്തെ രാത്രി എനിക്ക് ഒട്ടും ഒന്നും ഉറങ്ങാൻ പറ്റത്തില്ല, അത്ര വേദനയായിരിക്കും. പിറ്റേന്ന് രാവിലെ ഇങ്ങനെ സർക്കിൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ജീവിതം മുന്നോട്ട് പോയി. പതിയെ എന്നെ 14ാമത്തെ ദിവസം ഈ ഡോസ് തീർന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, ഇനി CCU ഇവനെ ഇട്ടേക്കാൻ പറ്റത്തില്ല. കാരണം ഇവന്റെ ഇൻഫെക്ഷൻ ഒരുവിധം നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന തലത്ത് എത്തിക്കഴിഞ്ഞു. ഇനി ഇട്ടേച്ചിരുന്ന മറ്റുള്ളവരെ ഇൻഫെക്ഷൻ കൂടെ ഇവന്റെ മേത്ത് വരും, ഇവനെ മാറ്റണം. എന്നെ പേവാർഡിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോ ഒന്ന്, ഞങ്ങളുടെ അങ്ങനെ സാമ്പത്തികമില്ല. അന്ന് സർജിക്കൽ പേവാർഡ് ഫില്ലുമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടേഴ്സിന്റെ കെയർ, ഡോക്ടേഴ്സിന്റെ ഹെഡ് നേഴ്സിന്റെ ഒറ്റ നിർബന്ധം കാരണം ഞങ്ങൾക്ക് അന്ന് പേവാർഡ് കിട്ടി. അന്ന് ഇച്ചിരി മേ ബി 500 താഴെ കൊണ്ട് കൊടുക്കണമെന്നോ എനിക്ക് ഓർമ്മയില്ല. ക്യാഷ് കൊടുത്ത പേവാർഡാണ്. അപ്പോ പേവാർഡ് എന്തായാലും എടുത്തു. അപ്പോ ജീവിതത്തിനകത്ത് ഒരു വ്യത്യാസമില്ല. എന്റെ കാലിൽ ഇപ്പോ ഡെയിലി ക്ലീൻ ചെയ്യുമായിരുന്നു. നമ്മുടെ ട്രിപ്പ് ഇടുന്ന NS 42 കുപ്പിയാണ് എന്റെ ശരീരത്തിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. 32 കുപ്പി ബ്ലഡ് കയറ്റി, 16 കുപ്പി പ്ലേറ്റ്ലെറ്റ് കയറ്റി. ഞാൻ ഈ കണക്ക് പറയാൻ റീസൺ ഉണ്ട്. റീസൺ, ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത് തന്നെ നമ്മുടെ സിനിമാ നടൻ ജഗതി സാറിന്റെ കാറ് തട്ടി ഒരു ദേവദാസിന്റെ ആക്സിഡന്റ് ഒരിക്കൽ ഉണ്ടായി. അപ്പോ അദ്ദേഹം പറഞ്ഞ സംഭവമാണ്, ഇദ്ദേഹത്തിന് ഏകദേശം 16, എനിക്ക് കയറ്റിയതിന്റെ പകുതി കുപ്പി ബ്ലഡ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കയറ്റി. പുള്ളിക്കാരന്റെ കൈ ഇങ്ങനെ വിറയ്ക്കും, ഒരു പേന പിടിക്കാൻ പറ്റത്തില്ല. അത് അങ്ങനെ ബ്ലഡ് കയറ്റിയുള്ളവർക്ക് അറിയാം, അങ്ങനെ ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. 32 കുപ്പി ബ്ലഡ് കയറ്റിയിട്ട് എന്റെ അഹങ്കാരം ഞാൻ പറയുകയല്ല, ഇന്നും എന്റെ കൈ വിറയ്ക്കാതിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ മഹാകൃപ മാത്രം. അദ്ദേഹത്തിന് അത് അനുഭവത്തിനായി ദൈവം കൊടുത്തു എന്ന് ഞാൻ പറയുന്നത് കുറ്റം കൊണ്ടല്ല, ബട്ട് സ്റ്റിൽ ദൈവം എന്നെ നിർത്തി. അങ്ങനെ എന്നെ പേവാർഡിലേക്ക് കൊണ്ടുവന്ന് എന്റെ ഈ കാലില് പഞ്ഞി, നമ്മുടെ പാത്രം കഴുകുന്ന ഡിഷ് വാഷ് ചെയ്യുന്നൊരു സ്ക്രബുണ്ട്, ഇതുപോലത്തെ വേറെ ലെവല് പഞ്ഞി, അങ്ങനത്തെ പഞ്ഞി വെച്ചിട്ട്, കോട്ടൺ അല്ല, അതുപോലത്തെ പഞ്ഞി വെച്ചിട്ട് ചെറിയൊരു ദൂരം ഉണ്ടാക്കി ഒരു ട്യൂബ് ഇട്ടിട്ട് ഒരു വാക്യൂം മെഷീനിലേക്ക് കണക്ട് ചെയ്യും. ഒരു മെഷീനിലേക്ക്, അത് വാക്യൂം എന്ന് പറയും. ഹാർട്ടിന്റെ ഭാഗത്ത്, ലങ്സിന്റെ ഭാഗത്ത് സർജറി ചെയ്യുന്നവർക്ക് നീരൊക്കെ സക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ ഒരു സാധനം ചെയ്യാറുണ്ട്. അങ്ങനെ എന്റെ കാലിലിട്ടിച്ചു. ഒരു ദിവസം ഈ ട്യൂബ് അറിയാതെ ഒന്ന് ഡിസ്കണക്ട് ആയി. ഈ അഴുക്ക ചോരയും നീരും പസ്സും ഒക്കെ ആയിട്ട് ഇത് പുറത്ത് ഫ്ലോറില്, പറയുന്ന വാക്ക് സ്റ്റിൽ നാട്ടുമ്പുറക്കാരനാണ്, അങ്ങോട്ട് വരും. ഒരു ചത്ത എലിയുടെ ഒരു സ്മെല്ലായിരുന്നു ആ ഒരു ചോരയ്ക്ക്. ഞാൻ ഇങ്ങനെ അപ്പനോട് പറഞ്ഞു, അയ്യോബിനെ പോലത്തെ അത്രയല്ല എങ്കിലും അങ്ങനത്തെ ഒരു അവസ്ഥയിലായി. ഇനി എന്നെ കൊണ്ട് ആ പള്ളിയിലെ വരാന്തയിലിട്ട് പട്ടി കടിച്ചാലും ഞാൻ ചത്തോളാം. കാരണം അത്രയ്ക്ക് വേദനയായി, അത്രയ്ക്ക് ആ ഒരു സ്മെൽ എനിക്ക് സഹിക്കാൻ കഴിയും. ഞാൻ പറയാൻ വിട്ടു ഒരു സംഭവം ഉണ്ട്. എന്റെ കാലിൽ ഈ വയറിന്റെ ഈ തൊലിയെടുത്ത് മാറ്റുന്ന സാധ്യത ഒരു സമയത്ത് തന്നെ എന്റെ വയറിന്റെ വലത് ഭാഗം കട്ട് ചെയ്തിട്ട് ഇൻഡസ്റ്റൈൻ, വൻകുടൽ പുറത്തു വെച്ചിരുന്നു. അതിന് കൊളോസ്റ്റമി സർജറി എന്ന് പറയും. യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഈ കൊളോസ്റ്റമി എന്നോ ഇൻഡ്യൂസ്റ്റോമി എന്നോ സ്ട്രോമി എന്നോ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ എന്റെ ഇൻഡസ്റ്റൈൻ പുറത്തു വെച്ചിരിക്കുക. അപ്പൊ 1.5 വർഷം എന്റെ ഹ്യൂമൻ വേസ്റ്റ്, എന്റെ വേസ്റ്റ് ഞാനൊരു ബാഗിൽ എന്റെ വയറിന് പുറത്ത് ചുമന്നുകൊണ്ട് കിടന്നു. ഇതെല്ലാം കൂടെ ആയപ്പോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കും. പോരാഞ്ഞിട്ട് പെയിൻ കില്ലേഴ്സ് കയറുന്ന, അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇവൻ ഡിപ്രഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ പല തലങ്ങൾ ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നു. ഞാൻ പേവാളിലായിരിക്കുമ്പോൾ
ഡിപ്രഷൻ ലെവൽ അങ്ങേയറ്റമായി, ആങ്സൈറ്റി ഒക്കെ ഹൈപ്പടിച്ച് കയറി. അപ്പോ ഞാൻ എന്തൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. എന്റെ അമ്മയോട് സൈക്കാട്രിസ്റ്റിനെ റെക്കമെൻഡ് ചെയ്തു. എന്റെ റെക്കോർഡ് ബുക്ക് ഇച്ചിരി നല്ല വലുതാ. അപ്പൊ സ്കാനിങ് റിപ്പോർട്ട്സ് ഒക്കെ ഇപ്പൊ എന്റെ ഇവിടെ റൂമിലുണ്ട്. അപ്പൊ ഇതും എടുത്തോണ്ട് അമ്മ പോവാ. എവിടെയാന്ന് അറിയത്തില്ല, സൈക്കാട്രി അമ്മ ആദ്യമായിട്ട് കേൾക്കുന്നേ. പോയപ്പോ ജയിൽ പോലത്തെ കുറെ റൂമുകൾ, ആരോ കിടന്ന് അലറി വിളിക്കുന്നുണ്ട്. അമ്മ മനസ്സിനകത്ത് പറഞ്ഞു പോലും, എന്റെ മോനെ ഇനി ഞാൻ ഒരു ഭ്രാന്തനായിട്ടും കാണണോ. അന്ന് ആങ്സൈറ്റിക്ക് ഡിപ്രഷനുള്ള ഗുളികയൊക്കെ അമ്മയുടെ കയ്യിൽ കൊടുത്തു. പക്ഷെ അമ്മ പ്രാർത്ഥിച്ചു, എന്റെ മോനെ ഞാൻ കൊടുക്കത്തില്ല. അമ്മ സാധാരണക്കാരി, അത്ര എന്താ സംഭവം അത്ര ധാരണയില്ല, അതുകൊണ്ടാ. പക്ഷെ ഇന്നുവരെ ഞാൻ ആ ഗുളിക കഴിച്ചിട്ടില്ല. ദൈവം എന്നെ ഹീൽ ചെയ്തു എന്ന് തന്നെ ഞാൻ പറയട്ടെ. അങ്ങനെ എന്നെ പേവാർഡിൽ കൊണ്ടുവന്നു. ഈ സ്മെല്ലൂടെ ആയപ്പോ ഞാൻ ആകെ ഡെസ്പായി. എനിക്ക് ഒരു വകുപ്പുമില്ല, എനിക്ക് ഒരു പ്രതീക്ഷയില്ല, ഹോപ്പ് ആകെപ്പാടെ പോയി. ഞാനിങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. അപ്പോ പപ്പയ്ക്കും അറിയാൻ പാടില്ല. അങ്ങനെ ഡോക്ടർ എം എ വർഗീസ് പാസ്റ്ററെ വിളിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അദ്ദേഹത്തെ കോൾ ചെയ്തു. ഒരു ഫ്യൂ മിനിറ്റ്സ് മാത്രം അദ്ദേഹത്തോട് ഞാൻ കാര്യം പറഞ്ഞു. അദ്ദേഹം എനിക്കൊരു പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞു, 10 ദിവസമാകുമ്പോൾ സഹോദര വ്യത്യാസം വരും. എന്റെ മനസ്സിനകത്ത് ഞാൻ ഒരുപാട് ഇങ്ങനെ ആശിക്കും, ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംഭവിക്കണമായിരിക്കണം. പക്ഷെ ദിവസങ്ങൾ 1, 2 ഇങ്ങനെ കഴിഞ്ഞ് ഞാൻ എണ്ണി കിടക്കുക. 9ാമത്തെ ദിവസമായി, ഒരു വ്യത്യാസവും. 10ാമത്തെ ദിവസമായി, ഞാൻ രാവിലെ കണ്ണു തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ കിടക്കുന്ന ബെഡിൽ ഞാൻ അതേപോലെ കിടക്കുക. എന്റെ കാലിൽ അപ്പോഴും പേടുണ്ട്, യൂറിൻ ട്യൂബ് ഉണ്ട്, എന്റെ ബാഗ് ഉണ്ട്. എനിക്കൊരു വ്യത്യാസം വന്നില്ല. അനങ്ങി നോക്കി, നോ ചേഞ്ച്. പക്ഷെ അന്ന് ഡോക്ടേഴ്സ് റൗണ്ട്സിന് വന്നപ്പോൾ ഒരു വലിയൊരു അത്ഭുതം ദൈവം ചെയ്തു. അതുവരെ ഞങ്ങൾ ഡോക്ടറെ ഇതിനപ്പുറം എന്നാ ട്രീറ്റ്മെന്റ്, കാരണം എന്നും ക്ലീൻ ചെയ്യാം, എന്താ ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് പറയാം, നോക്കാം. കാരണം ഡോക്ടേഴ്സ്, അത് ഞാൻ വിഷയം പതുക്കെ ഞാൻ പറയാം. വിഷയം ഡോക്ടേഴ്സിന് ഒരു പ്രതീക്ഷയില്ല. അന്ന് ഡോക്ടർ പറഞ്ഞു, അപ്പോ നമുക്കിനി സർജറിയെ കുറിച്ച് ചിന്തിക്കാവില്ലേ. 10ാമത്തെ ദിവസം ഒരു വലിയ വ്യത്യാസം ദൈവം കൊണ്ടുവന്നു. ഒരു ചെറിയൊരു വാക്കാണത്, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു തുടക്കത്തിന്റെ ചാപ്റ്ററിന്റെ ആരംഭമായിരുന്നു ആ ഒരു വ്യത്യാസം. ദൈവം പറയുന്ന ഓരോ വാക്കും നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാവും, അങ്ങനെ സംഭവിക്കണം, ഇങ്ങനെ സംഭവിക്കണം. ദൈവത്തിന് ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഭയങ്കര സിഗ്നിഫിക്കൻസ്. അപ്പോ അങ്ങനെ പറഞ്ഞു. എനിക്കും ഭയങ്കര സന്തോഷമായി. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയി. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ വലിയ എന്താ പറയാ, നമ്മളെ കാണുന്ന പഠിപ്പിക്കുന്ന പോലത്തെ പ്രാർത്ഥന എന്നല്ല. അന്നത്തെ അവസ്ഥയിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല, നിലവിളി എന്ന് തന്നെ പറയാം. അടുത്ത് തന്നെ സർജിക്കൽ ഐസിയുലേക്ക് മാറ്റി ഡോക്ടേഴ്സ് റെക്കമെൻഡേഷൻ കൊണ്ട്. ഇവിടെ 1-2 കാര്യങ്ങൾ ഞാൻ നിന്ന് പറയാം. ഇപ്പോ ഞാൻ കിടക്കുന്ന പേവാർഡ് 23, എന്റെ ഓപ്പോസിറ്റ് നമ്പർ 22 ഒരു ചേട്ടൻ കിടപ്പുണ്ട്. അദ്ദേഹത്തിന് ഇതുപോലൊരു വണ്ടി എനിക്ക് ആക്സിഡന്റ് കഴിഞ്ഞ് എന്റെ 3ാമത്തെ ദിവസം ആക്സിഡന്റ് സംഭവിച്ചതാണ്. പുള്ളിക്കാരന്റെ കാലിന്റെ, നമ്മളെ മുളങ്കാൽ എന്ന് പറയും, ആ ഭാഗത്ത് നിന്ന്, മുഴങ്കാൽ ആ ഭാഗത്ത് നിന്ന് 10 സെന്റിമീറ്റർ എല്ലാം ഹോസ്പിറ്റലുകാർ മൂവ് ചെയ്തു. കാല് മുറിച്ചു കളയണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അനുജൻ പേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നതാ. അദ്ദേഹം കിടക്കുന്നുണ്ട്. അപ്പോ ഇദ്ദേഹത്തിന് പല ട്രീറ്റ്മെന്റുകൾ ചെയ്തു. ഞാൻ പറയാൻ കാരണമുണ്ട്. ഇദ്ദേഹത്തിന് സ്കിൻ ഗ്രാഫ്റ്റിംഗ്, ഫ്ലഷ്, പിന്നെ പ്ലാസ്റ്റിക് സർജറി, ബോൺ മാരോ ഗ്രോത്ത് ചെയ്തു നോക്കി. ഈ ബോൺ വളരുന്നില്ല. അപ്പോ ഇത് പറയാൻ കാരണം, എനിക്കും ഈ വാടി കിടന്നപ്പോഴത്തേക്ക് സർജറിക്കുള്ള സമയമായി. ഡോക്ടേഴ്സ് ഒന്ന് എന്നോട് പറഞ്ഞു, ഫ്ലഗോൺ. 2 ഡോക്ടേഴ്സ് പറഞ്ഞ 2 കോംപ്ലിക്കേഷൻ ഉണ്ട്. 2 എന്റെ മനസ്സിന്റെ പേടി. ഒന്ന് ഡോക്ടർ പറഞ്ഞത്, ഈ തൊലി നോർമലി ഒരു ശരീര അവയവം അല്ലെങ്കിൽ ശരീരത്തിന്റെ ഏതൊരു ഭാഗമായാലും നമ്മുടെ ശരീരത്തിലുള്ളത് തന്നെ നമ്മൾ മറ്റൊരിടത്തേക്ക് എടുത്തു വെച്ചാൽ ശരീരം റിജക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളൊരു അവയവമല്ല, നമ്മുടെ സ്വന്തം സാധനമായ നമ്മുടെ സ്വന്തം തൊലി തന്നെ എടുത്ത് വെക്കുമ്പോൾ അത് റിജക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ റിജക്ട് ചെയ്ത് പോവാം. അങ്ങനെ റിജക്റ്റ് ആകുകയാണെങ്കിൽ ഒന്നുകിൽ തന്നെ കാലിന്റെ ഈ പറഞ്ഞ മുളങ്കാലിന്റെ ബാക്കിലെ മസിലിന്റെ പുറത്തുള്ള തൊലി എടുക്കണം. മുറിവ് വലുതായത് കൊണ്ട് അവിടത്തെ തൊലി കൊണ്ട് തികയത്തില്ല, മുതുകത്തുനിന്ന് എടുക്കേണ്ടി വരും. പെട്ടെന്ന് എന്റെ മനസ്സിനകത്ത്, കർത്താവേ, ഈ കടപ്പിലേക്ക് കിടക്കാൻ വയ്യ. ഈ മുതുകത്തിന് തൊലി പോയ ഞാൻ എങ്ങനെ കിടക്കും? ദൈവത്തോട് ഞാൻ ചോദിക്കുക. രണ്ടാമത് ഡോക്ടർ പറഞ്ഞു, ഈ ആക്സിഡന്റിന്റെ സമയത്ത് ഈ മാംസം ഉടഞ്ഞുപോയി. ഡോക്ടർ പറഞ്ഞു, ചോര കട്ടി പിടിച്ചാൽ നമുക്ക് കുത്തിയെടുക്കാം, കീറിയെടുക്കാം. ഇത് പോയി കഴിഞ്ഞാലാണ് പ്രശ്നമാകുന്നത്. ഇതുപോലെ പൊട്ടിപ്പോയതാണ് ബാക്കിൽ. പൊട്ടിപ്പോയപ്പോ നമ്മുടെ ഈ ഡാമിൽ നിന്ന് വരുന്ന ചാനലുകൾ പോലെ, ചാനലിൽ നിന്ന് തോടുകൾ തിരിയുന്നത് പോലെ ശരീരത്തിനകത്ത് ഫിസ്റ്റുല ഫോമായി. ഈ പൈൽസിനോടനുബന്ധിച്ച് ഫിസ്റ്റുല ഉണ്ടാകും, അതുപോലെ ഇതിനകത്ത് ഫിസ്റ്റുലേഴ്സ് ഉണ്ടായി. അങ്ങനെ ഈ പറഞ്ഞ ഈ ഇങ്ങനെ പെൽവിക് റീജിയനിൽ വരുന്ന എല്ലിന്റെ അറ്റത്ത് നിന്ന് ഒരു ഹോള്, അതിനകത്ത് ഉമിനീരിന്റെ ഗ്രന്ഥി പോലെ പഴുപ്പിന്റെ ഒരു ഗ്രന്ഥി ഉളവായി. ഈ തൊടയിലേക്കും പുറകിലുണ്ടായ മുറിവിലേക്കും തൊടയിലെ മറ്റൊന്ന് 2 ഭാഗങ്ങളിലൊക്കെ മുറിവുണ്ടായി. ആ ദ്വാരങ്ങളിലൂടെയും ഇവൻ മൂത്രത്തിലൂടെയും ഇത് കലർന്ന് പുറത്തു പോകാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞു, ഈ പസ് ഉള്ളത് കൊണ്ട് സ്കിന്ന് ചിലപ്പോൾ റിജക്ട് ചെയ്യാം. 2 കോംപ്ലിക്കേഷൻ. എന്റെ മനസ്സിനകത്തുള്ള പേടി,
ഒന്ന് ഈ പഴുപ്പിൻ്റെത്, രണ്ട് 22ാമത്തെ വാർഡിൽ കിടക്കുന്ന ചേട്ടന് 6 പ്രാവശ്യം മാറി മാറി സർജറി ചെയ്തു. എന്നെക്കാൾ ആരോഗ്യം. ഹീസ് എ ജിം, ഒരു ജിം ആയിട്ടുള്ള ഒരു പുള്ളിക്കാരൻ. ഇത്ര പ്രായമുണ്ട്, അവർക്ക് ഇത്ര ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് സക്സസ് അല്ല. എന്നെ മനസ്സിലാക്കി ഞാൻ നിരൂപിച്ചു. തീർന്നു, എനിക്കിനി ഒരു പ്രതീക്ഷയില്ല. പക്ഷേ ഞാൻ CCU കിടക്കുന്ന സമയം ഞാൻ എൻ്റെ ഈ ഇടത്തെ കാലിൽ കൈവച്ച് പ്രാർത്ഥിക്കും, കർത്താവേ ഇന്ന് ഡോക്ടർ ഏകദേശം 11 മണി 1 മണിക്കകത്ത് ക്ലീൻ ചെയ്യാൻ വരും. അപ്പോ ഇത് വന്ന് തുറക്കുമ്പോൾ തൊലി കൂടിയിരിക്കണം, വലിയ അത്ഭുതം സംഭവിക്കണം. പറയുന്ന ഒരു തമാശ രൂപേണ പറയുന്ന ഒരു ആശയമാണ്. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടില്ല. പക്ഷെ 3 മാസം കഴിഞ്ഞപ്പോൾ ഡിസംബർ മാസം 15-ാം തീയതി എന്റെ 2 കാലിലെയും, വലത്തെ കാലിൽ നിന്ന് തൊലി എടുത്താണ് ഇടത്തെ കാലിൽ വെച്ചത്. 2 പാഡിൽ എഴുതിയിട്ടുണ്ടാകും ഡിസംബർ 15 ഓപ്പൺ ചെയ്യാവും. അന്ന് എന്റെ കാല് ഓപ്പൺ ചെയ്തപ്പോൾ എന്റെ പ്രാർത്ഥനയുടെ മറുപടി ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. സമയമെടുത്തു എനിക്ക് ഹീലിങ്ങിന്. ഞാൻ അവസാനം പറയാം എന്തുകൊണ്ടാ പല പ്രാർത്ഥനകൾക്കും ടൈം എടുക്കുന്നതും, വൈ ഇറ്റ് ഈസ് ലാഗിങ്. ഒരുപാട് ലാഗായി, എങ്കിലും അന്ന് ഞാൻ പ്രാർത്ഥനയ്ക്ക് മറുപടി കണ്ടു. സന്തോഷമായി. ഡോക്ടേഴ്സ് പറഞ്ഞു തൊലി കൂടി. എന്റെ അമ്മ അന്നാണ് എന്റെ ആ മുറിവിന്റെ ആ ഒരു ഭാഗം കാണുന്നത്. CC കിടക്കുമ്പോ വിട്ടുപോയൊരു ഭാഗമാണ്. ഞങ്ങൾക്ക് 5 വെള്ള മുണ്ടാണ് എനിക്ക് തരുന്നത്, ഇരിക്കാനും എന്നെ മൂടാനും ഒക്കെ ആയിട്ട്. അപ്പോ എന്റെ ക്ലീനിങ് കഴിഞ്ഞിട്ട് 1-2 മുണ്ടേ കൊടുക്കത്തുള്ളൂ ഫസ്റ്റ് ടൈംസ്. അപ്പോ എന്റെ അമ്മ ഒരു ആയോട് പറഞ്ഞു, നല്ല സ്നേഹവും നല്ല ബുദ്ധിമതിയായ ഒരു ആയ പറഞ്ഞു, ചേച്ചി നിവർത്തിയില്ല. അമ്മ ഇങ്ങനെ പറഞ്ഞ മറച്ച് വെക്കുന്നു എന്ന് അറിയത്തില്ല, കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഞങ്ങൾക്ക് വലിയ പരിചയവും ഇല്ല. എനിക്ക് അത് തിരിച്ചു തരണം മുണ്ടുകൾ. ഈ ഒന്നും മിണ്ടില്ല. ശരി മോളെ, ശരിയാക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം 3 മുണ്ട കാണാൻ എന്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തു. ചോരക്കറയുണ്ട്. അമ്മ ഇതുകൊണ്ട് അലക്കാൻ പോയ സമയത്ത് ഒരു മുണ്ട് നിവർത്തിയപ്പോ ഒരു മീൻ കഷ്ണം പോലത്തെ ഒരു മാംസം ആ മുണ്ടിൽ അകത്ത് നിന്ന് തെറിച്ച് വീണു. എന്റെ തൊടയുടെ മാംസം അവർ ഡെയിലി ചെത്തി ക്ലീൻ ചെയ്യും, ഇൻഫെക്ഷൻ അയച്ചത് അത്. അപ്പൊ അമ്മ പറഞ്ഞെങ്ങനെയാണ്, ഈ മുണ്ടെന്റെ കയ്യിൽ നിന്ന് ഞാൻ എറിഞ്ഞു. ഞാൻ അലറിക്കൂവിക്കൊണ്ട് ബാക്കിലേക്ക് ചാടി. ഒരു മുത്തശ്ശി വന്ന് എന്റെ അമ്മയെ സമാധാനപ്പെടുത്തി. ഒരു തമിഴത്തിയ പിള്ളേ യേശപ്പ കാപ്പാല്, യേശപ്പൻ കാത്തോളൂ എന്ന് പറഞ്ഞ് എന്റെ അമ്മയെ സമാധാനപ്പെടുത്തി. എന്റെ അമ്മ മനസ്സുകൊണ്ട് അലറിയെന്നാ പറയുന്നത്, കർത്താവ് ഇനി ഒരു അവസ്ഥ ഉണ്ടാകരുത്. എന്റെ സ്കിൻ ഗ്രാഫ്റ്റിംഗ് സമയത്ത് ഈ കോംപ്ലിക്കേഷൻ പറയുമ്പോൾ എന്റെ അമ്മ പറഞ്ഞു, അതൊരു ആശയം അതിനകത്തുണ്ട്. ഡോക്ടർ എന്റെ വയറിൽ നിന്ന് തൊലിയെടുത്താൽ പോയി. അമ്മയ്ക്ക് വയറൊരുപാടായത് കൊണ്ടല്ല, ആ വയറ്റിലാണ് എന്നെ ചുമന്നത്. ഒരമ്മയുടെ സ്നേഹം, അത് ഒരുപാട് പഠിപ്പോ ഭയങ്കര ജോലിയോ ഡസൻ മാറ്റർ. യുവർ മദർ, നിങ്ങളുടെ അമ്മയാണ്. അവർക്ക് ആ വേദന അറിയാം. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ചിലരുടെ അമ്മ ചിലപ്പോൾ നിങ്ങളെ സ്നേഹിക്കാത്തവരുണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും നിങ്ങൾക്ക് അവരെ വെറുക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അവരെ സ്നേഹിക്കണം, നിങ്ങൾ അവരെ സ്നേഹിച്ചിരിക്കും. അന്ന് എന്റെ അമ്മ അങ്ങനെ പറഞ്ഞു. എന്റെ കണ്ണ് നിറഞ്ഞു. എനിക്ക് ഒന്നും പറയാനും പറ്റുന്നില്ല. ഡോക്ടറും അക്ഷരം വേണ്ടില്ല, പുള്ളിക്കാരനും കാര്യം മനസ്സിലായി. അമ്മ ഒരു ചിരിച്ചോട്ടാ പറഞ്ഞ, അതിന്റെ ആഴം അവർക്കന്ന് മനസ്സിലായി. അവർ പോയി. എന്തായാലും സർജറി ദൈവത്തിന്റെ കൃപയാൽ സക്സസ് ആയി. എന്റെ മനസ്സിനകത്ത് 2018 ഡിസംബർ 25 ആകുമ്പോഴത്തേക്ക് വീട്ടിൽ എന്തായാലും എത്തും. ചിക്കൻ കറിയൊക്കെ വെച്ച്, ക്രിസ്മസ് ഒക്കെ ഒന്ന് അങ്ങനെ ആഘോഷമില്ല എങ്കിലും ഒന്ന് നല്ല ഫുഡൊക്കെ വെച്ച് എല്ലാവരോടും സന്തോഷിക്കാം. 31-ന് ചർച്ചിലൊക്കെ പോയി ആനന്ദിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ആശ്വസിച്ചിരിക്കുന്ന സമയം എന്റെ യൂറിൻ ട്യൂബ് മാറ്റി. മെഡിക്കൽ ഫീൽഡിലുള്ളവർ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ചാണ്, എങ്കിലും 1 വീക്കോ 2 വീക്കോ ഒക്കെ ആയിരിക്കും ടെമ്പററി കത്തീഡ്രൽ, യൂറിൻ കത്തീഡ്രൽ ഇടുന്നത്. എനിക്ക് 4 മന്ത്സ് കണ്ടിന്യൂസ് ഇട്ടിരുന്നു, റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അന്ന് എന്റെ യൂറിൻ ട്യൂബ് മാറ്റി. യൂറിൻ ട്യൂബ് മാറ്റിയപ്പോ രാവിലെ ആണ് സംഭവിക്കുന്നത്. എനിക്ക് യൂറിൻ ട്യൂബ് മാറ്റുമ്പോഴേ നമുക്കൊരു യൂറിൻ സെൻസേഷൻ ഉണ്ടാവും. ഒരു ജഗ് തന്നു. അപ്പോ ലേശം പോലെ യൂറിനകത്തില്ല. അപ്പൊ അപ്പം പറഞ്ഞ് നിനക്ക് തോന്നിയതാകും. പക്ഷെ എന്റെ ശരീരത്തിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തെന്തോ പുറത്തു പോയിട്ടുണ്ട്. അപ്പൊ അപ്പം പറഞ്ഞ് നിനക്ക് സെൻസേഷൻ ഉണ്ടാകും, തോന്നിയതായിരിക്കും. ഇനിയൊരു സെൻസേഷൻ ഉണ്ടാകുമ്പോൾ വിളിക്കാൻ പറഞ്ഞു. വൈകിട്ടായപ്പോ സെൻസേഷൻ ഉണ്ടായി. ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്നു, ജഗ് എടുത്തു. എനിക്ക് യൂറിൻ പുറത്തു പോയതുപോലെ ഫീൽ ചെയ്തു. ഡോക്ടർ നോക്കി, ജഗ്ഗിനകത്ത് ഒരു ലേശം 1-2 തുള്ളി കഷ്ടി അത്രേ ഉള്ളൂ. പെട്ടെന്ന് എന്റെ 2 കാലും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അദ്ദേഹം എന്നെ കുറെ ഡൈനാപേഡും പഞ്ഞികളുടെ പുറത്താണ് കിടത്തിയിരിക്കുന്നത്. ബാക്കിൽ മുറിവുകൊണ്ട് പസ് പോകുന്നു. നോക്കിയപ്പോ അവിടെ മുഴുവൻ യൂറിനായി. ശരീരത്തിന്റെ 4 ദ്വാരങ്ങളിലൂടെ യൂറിൻ പുറത്തുപോയി. അപ്പോ ഡോക്ടർ പെട്ടെന്ന് യൂറിൻ കത്തീഡ്രൽ ഓർഡർ ചെയ്ത് വന്നു. യൂറിൻ കത്തീഡ്രൽ എന്റെ മനസ്സിനകത്ത് തീർന്നു. ഒന്ന് എഴുന്നേറ്റ് നടക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കടരോഗിയാലും സാരമില്ല, പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ എങ്ങനെ കടക്കുമെന്ന് ആലോചിച്ചു പോയി. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ മതി, ഇനി എന്റെ ജീവൻ എടുക്കുന്നതായിരിക്കും നല്ലത്. എനിക്കൊരു പ്രതീക്ഷയില്ല. ഇനി ഞാൻ ഇങ്ങനെ പറഞ്ഞേ,
ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യം. ജീവിതം മുന്നോട്ട് പോയി. പല ദിവസങ്ങളിൽ ആഹാരത്തിന് നിവർത്തിയില്ലാത്തൊരു വിഷയം ഉണ്ടായി. എന്നെ ഒരു വലിയ ഓഡിയൻസിനെ കേൾക്കുന്നു എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ പറയുന്നത് ഒന്നുകൂടെ ക്ഷമിക്കണം. പലരും പലപ്പോഴും പ്രത്യേകിച്ച് അവനെ സേവിക്കുന്നവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ ഈ ദൈവത്തെ സേവിക്കാൻ പോയാൽ നിനക്ക് എന്ത് കിട്ടും? സ്വർഗത്തിൽ നിന്ന് കെട്ടിയിറക്കി തരുമെന്നൊക്കെ ചോദ്യമുണ്ട്. അതിന് മറുപടി ഇന്ന് 26 വയസ്സുള്ള എന്റെ ജീവിതത്തിൽ, എന്റെ 20ാമത്തെ വയസ്സിൽ തികഞ്ഞ പ്രായത്തിൽ ദൈവം എനിക്ക് മറുപടി നൽകി. ആഹാരത്തിന് നിവർത്തിയില്ല. ഇന്ന് ചേച്ചി ജോലിക്ക് പോകുമ്പോഴാണ് ഫുഡ് കൊണ്ടുതരുന്നത്. അപ്പോൾ അവർക്കും ചിക്കൻ ബോക്സ് കണ്ടായി, ഫുഡില്ല, ഇന്ന് കൊണ്ടുവരാൻ പറ്റിയില്ല, പട്ടിണിയാണ്. അപ്പോ മുൻപറഞ്ഞ അപ്പുറത്തെ ഫ്രണ്ടിലെ 22 സെക്കൻഡ് റൂമിൽ കിടന്ന ആ ചേട്ടൻ ഫുഡ് വാങ്ങാൻ പോയപ്പോ എന്റെ അമ്മ പറഞ്ഞു, മോനെ ഇപ്പം കയ്യിൽ ക്യാഷ് ഇല്ല, അപ്പൊ വരുമ്പോ ക്യാഷ് തരാം, ഒരു പൊതി ചോറ് അവന് വാങ്ങിയിട്ട് വരണം. അമ്മയ്ക്ക് ചോറില്ല, എനിക്ക് വാങ്ങിയിട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ ലേശവേ കഴിക്കത്തുള്ളൂ. അങ്ങനെ ഫുഡ് കൊണ്ടുവന്നു. ഏകദേശം ഞാൻ ഉച്ച കഴിഞ്ഞ് ഫുഡ് കഴിച്ചു. ഞാനൊന്ന് മയക്കുമായി. ഒരു 3-4 മണിയായപ്പോ ഡോറിലൊരു ശബ്ദം കേട്ടു. അമ്മ ഫുഡ് കഴിച്ചിട്ടില്ല, കാരണം രാത്രി എനിക്ക് ഫുഡ് തരണം, അതിന് വെച്ചേക്കോ. ഡോറിൽ ശബ്ദം കേട്ടു. ഡോറ് തുറന്നു. ഈ ചേട്ടൻ ഒരു പൊതി ചോറ് എടുത്ത് നീട്ടിയിട്ട് പറഞ്ഞു, അമ്മ ഞാൻ ഫുഡ് വാങ്ങി, പക്ഷെ അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്ന് ഇത് വേസ്റ്റ് ആവും, സന്ധ്യയ്ക്ക് അവന് കൊടുക്കും. എന്റെ അമ്മയുടെ ഉള്ളം കൈ, ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ, സ്വർഗത്തിൽ നിന്ന് കെട്ടിയിറക്കി ദൈവം കൊടുത്തു. കഴിഞ്ഞില്ല, ഇതേ അനുഭവം വീണ്ടും ഉണ്ടായി. അടുത്തൊരു ദിവസം അമ്മയ്ക്കും ഇല്ല ഫുഡ്, എനിക്കും ഇല്ല, വാങ്ങാനൊട്ട് സാഹചര്യവും ഇല്ല. അമ്മ ആരടുത്തും പറഞ്ഞില്ല. തലേ ദിവസം വൈകിട്ട് ഞാൻ കിടന്ന് 23ാമത്തെ വാർഡിന്റെ അടുത്ത് 21 തോന്നുന്ന നമ്പർ, അവിടെ ഒരു ആന്റി അഡ്മിറ്റായി. പുള്ളിക്കാരി തൈറോയിഡിന്റെ ചെക്കപ്പിന് വേണ്ടി വന്നതാ. അപ്പോ പ്രത്യേകിച്ച് പലരും പ്രസംഗിക്കുമ്പോഴും പല വിഷയങ്ങളും സ്ത്രീകൾ ഭയങ്കര സംസാരിക്കുന്നവരാണ്, ചിലക്കുന്നവരൊക്കെ അത് പറയാറുണ്ട്. അതേപോലെ എന്റെ അമ്മ ഇത്ര വിഷമതയിൽ കൂടെ പോവുകയാണ്, കൈത്താങ്ങ ആരുമില്ല. അപ്പോ ഈ ആന്റിയുടെ മോള് വെളിയിലെങ്ങാണ്ട് ഇറങ്ങി. അമ്മ ചായ ഇടാൻ വേണ്ടി പുറത്ത് നിൽപ്പുണ്ട്. അമ്മ കാര്യം പറഞ്ഞു തുടങ്ങി. അമ്മയുടെ ആവലാതിയൊക്കെ അമ്മ ഇങ്ങനെ പറയുക. എന്റെ മനസ്സിനകത്ത് ഈ ചേച്ചിക്ക് മേബി അറിയാൻ പാടില്ല. പിറ്റേന്ന് രാവിലെ 11 മണിയായപ്പോ ഡോറിൽ വീണ്ടും ഒരു ശബ്ദം കേൾക്കുന്നു. എന്നൊന്ന് ഫുഡില്ല. ഈ ചേച്ചിയുടെ സഹോദരൻ, അതായത് ആ ആന്റിയുടെ മകൻ, ഒരു ഐസ്ക്രീം ഡപ്പയ്ക്കകത്ത് ഒരു മത്തി വറുത്തതും വെച്ചിട്ട് ഫ്ലാഗ് ഓൺ ഇത് ഫുഡ് കൊടുക്കണമെന്ന് പറഞ്ഞ് എന്റെ അമ്മയുടെ കയ്യിൽ കൊണ്ടുവന്നു. അദ്ദേഹത്തെ ഞാൻ അതിന് ശേഷവും കണ്ടിട്ടില്ല, അതിന് മുന്നും കണ്ടിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് കെട്ടിയിറക്കി ഉള്ളം കയ്യിൽ വെച്ച് തരുന്ന ദൈവത്തെ തന്നെയാണ് ഞാൻ സേവിക്കുന്നത്. അതിലെനിക്ക് ഒരു നാണക്കേടുമില്ല. ദൈവം ചെയ്യും. ഞാൻ പറയട്ടെ, മതമല്ല, രാഷ്ട്രീയമല്ല, സാഹിത്യമല്ല, ഒന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ അദൃശ്യ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവം തന്നെയാണ്. വലിയ പദമല്ല, നമുക്ക് വിചാരിക്കാൻ കഴിയാത്ത, നമുക്ക് ചെന്നെത്താൻ കഴിയാത്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം തന്നെയാണ് എന്റെ ദൈവം. പ്രായം എന്റെ ദൈവത്തിന് വിഷയമല്ല. അങ്ങനെ വലിയ അത്ഭുതം ദൈവം ചെയ്തു. എന്നെ ജനുവരി ആയപ്പോഴത്തേക്കും, ഡിസംബർ തീരാറായപ്പോഴത്തേക്കും മാനസികാവസ്ഥയൊക്കെ ഡൗൺ ആയതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, കുറച്ച് ദിവസം വീട്ടിൽ പോയിട്ട് വാ. വീട്ടിൽ പോയി വന്നപ്പോഴത്തേക്കും എന്നെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എടുത്താണ് കൊണ്ട് കിടക്കുന്നത്. എനിക്കൊന്ന് എണീറ്റിരിക്കാൻ പോലും വയ്യ, നല്ല വേദനയുണ്ട്. അപ്പോ ആ മരുന്നിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരു പെയിൻ കില്ലർ ഗുളികൻ തന്നാണ് എന്നെ വിട്ടേക്കുന്നത്. അപ്പോ ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ നിന്ന് പോകാനും മനസ്സില്ല. എങ്ങനെയൊക്കെ പോയപ്പോഴത്തേക്ക് ചിക്കൻ ബോക്സും ബാധിച്ചു. തിരിച്ചു വന്നു, വീണ്ടും കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോഴാണ് ടെസ്റ്റിങ്ങൾ തുടങ്ങിയത്, എങ്ങനെയാണ് യൂറിൻ ലീക്ക് സംഭവിക്കുന്നത്. ഞാൻ പറയട്ടെ, എനിക്ക് ഇതുവരെ സഹിച്ചതിനേക്കാൾ അങ്ങേയറ്റം വേദന. കാരണം പ്രൈവറ്റ് പാർട്ടിലേക്ക് ഇങ്ങനെ വ്യത്യസ്തമായ ഇഞ്ചക്ഷൻസും കാര്യങ്ങളും ചെയ്തപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഈ കോഴ്സ് പഠിക്കുന്ന സമയം എന്റെ മനസ്സിൽ എനിക്ക് ധാരണ ഉണ്ടായിരുന്നു, എന്നെ കൊണ്ട് കഴിയും. അത് പല തലങ്ങളിൽ എന്നെ കൂടെ പഠിക്കുന്ന പിള്ളേര്. ഞാൻ പറയട്ടെ, എന്റെ ജീവിതം എനിക്ക് എങ്ങനെ വേണം ജീവിക്കാം, അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകും. എങ്ങനെ വേണം ജീവിക്കാം, എന്റെ പ്രായം അതാണ്, എന്നെ കൊണ്ട് പറ്റും. അങ്ങനെ പല രീതിയിലും ഞാൻ ഈ പറഞ്ഞ അഹങ്കാരിയായിട്ട് ജീവിച്ചു. അന്ന് എനിക്ക് 20 വയസ്സ് തികഞ്ഞ സമയം, ഒരു 23-24 മാത്രം വയസ്സ് പ്രായമുള്ള ഫീമെയിൽ ഡോക്ടേഴ്സ്. പലരും പറയും ഡസൻ മാറ്റർ, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമല്ല. എങ്കിലും 20 വയസ്സുകാർ ഇത്ര അഹങ്കാരമുള്ളവരുടെ ഒരു മനസ്സിലൂടെ നിങ്ങൾ ചിന്തിക്കണം. അപ്പോ ഈ പ്രായമുള്ള ഫീമെയിൽ ഡോക്ടേഴ്സ് വന്നിട്ട് പച്ചയ്ക്ക് എന്റെ ജെനിറ്റൽ ഓർഗൻസില് വരിഞ്ഞു മുറുക്കി ഞെക്കി പസ് പുറത്ത് കളയുമ്പോൾ എന്റെ മനസ്സിനകത്ത് എന്റെ സെൽഫ് റെസ്പെക്ട് ഇടിഞ്ഞു. ഞാന് അന്ന് എന്റെ സ്ക്രോട്ടത്തിൽ ഒരു വീങ്ങലുണ്ടായി. CT അൾട്രാ എടുത്തപ്പോഴത്തേക്ക് പസ്സാന്ന് പറഞ്ഞു.
ഡോക്ടർ വന്ന് ജനറൽ അനസ്തേഷ്യ ഇട്ടു. വലിയ പെയിൻ കില്ലേഴ്സ് കയറിയത് കൊണ്ട് ജനറൽ അനസ്തേഷ്യ എനിക്ക് പിടിക്കത്തില്ല. പുള്ളിക്കാരി സർജിക്കൽ ബ്ലൈഡ് കൊണ്ട് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്തു. പസ് ഞെക്കി. എനിക്ക് ഭയങ്കര വേദന ഉണ്ടായി. ഞാൻ പെട്ടെന്ന് ഏകദേശം 1.5 ഇഞ്ച് പൊങ്ങിച്ചാടി. അനങ്ങാത്ത ഞാൻ ഏകദേശം 1.5 ഇഞ്ച് പൊങ്ങിച്ചാടി. ഞാൻ തിരിച്ച് ബെഡിലേക്ക് വന്ന് വീണപ്പോഴത്തേക്ക് എന്റെ കണ്ണ് നിറഞ്ഞു. വേദന കൊണ്ടല്ല, മനസ്സിടിഞ്ഞു. ഞാൻ അപ്പൊ പറഞ്ഞൊരു വിഷയമുണ്ട്. എവിടെയൊക്കെ ഞാൻ അഹങ്കരിച്ച് നടന്നപ്പോഴത്തേക്കും ഇനി പിശാചിനെ തൊടാൻ ബാക്കിയുള്ളത് എന്റെ റെസ്പെക്ട്. അതും തൊട്ടു. ഇനി ഒന്നും ബാക്കിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി മാത്രം. ഫുൾ ആ ഒരു തലത്തിൽ ഞാൻ ഈ ലോകത്തില് പലപ്പോഴും അഹങ്കരിച്ചൊക്കെ നടക്കുമ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. യങ്സ്റ്റേഴ്സ്, ലിസൺ ടു ദിസ്. പല വിഷയങ്ങളിലും നമ്മൾ ജീവിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു വിഷയം വന്ന് കിടക്കുമ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത തലങ്ങളിൽ നമ്മുടെ മാനസികാവസ്ഥ തലപ്പം. നമ്മുടെ ഒരു വിഷയം എന്റേതാണ്, എന്നെ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇതിനപ്പുറമായി ചിലത് സംഭവിക്കും. നമ്മളെ കൊണ്ട് കഴിയാത്ത മേഖലകൾ സംഭവിച്ചെന്നിരിക്കും. അതുകൊണ്ട് ദയവായി അഹങ്കരിക്കാതെ സൃഷ്ടാവിനെ ഒന്ന് ഓർത്ത് മുന്നിലേക്ക്. അങ്ങനെ ലൈഫ് മുന്നിലേക്ക് വന്നു. ഫെബ്രുവരി 18 ആയപ്പോ എൻ്റെ അമ്മ ഡോക്ടറോട്, നിരീഷ് എന്ന അദ്ദേഹത്തിന്റെ പേര്, കണ്ണൂരുകാരൻ. അപ്പോ ഞാൻ ഒരു കാര്യം കൂടെ ഇടയ്ക്കൊന്ന് കയറി പറയട്ടെ. ഞങ്ങളുടെ ഡോക്ടർ തിരുവനന്തപുരത്ത് സർജിക്കൽ യൂണിറ്റ് നമ്പർ 3 യൂണിറ്റ് ആയിരുന്നു. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ് അവർ ഓപ്പറേറ്റിംഗ്, മീൻസ് അവര് കാഷ്വാലിറ്റി ഡേയ്സ്. ഡോക്ടർ വിഷ്ണുനാഥ് സാറായിരുന്നു എൻ്റെ ഡോക്ടർ. ഏകദേശം ഞാൻ ആക്സിഡന്റ് ആകുന്ന സമയം PG കോഴ്സിന്റെ പിള്ളേര് PG ട്രെയിനിങ്ങിന് ഈ സാറിനടുത്ത് ജോയിൻ ചെയ്യുന്ന സമയം. അപ്പോ 4 മാസത്തെ ട്രെയിനിങ് ആണ്. ഈ ഡോക്ടേഴ്സിന്റെ ഒറ്റ നിർബന്ധമായിരുന്നു എന്റെ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്തിട്ട് പുറത്തു പോകണം. അങ്ങനെയാണ് എന്റെ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ആ സമയത്ത് നടന്നത്. ഇതുപോലെ അവര് കഴിഞ്ഞതിന് ശേഷം അടുത്ത PGക്ക് ജോയിൻ ചെയ്തതാണ് നിരീഷ് ഡോക്ടർ. അദ്ദേഹം കുറെ കാര്യങ്ങൾ ചെയ്തു. അപ്പോ എൻ്റെ അമ്മ ഒരു ദിവസം ഡോക്ടറോട് പറഞ്ഞു, നല്ല സ്നേഹമുള്ള മനുഷ്യൻ, ഇച്ചിരി പ്രായമുള്ള മനുഷ്യൻ കൂടെ, ഡോക്ടറെ ഞങ്ങൾക്ക് ഇവിടെ കിടന്നിട്ട് ആഹാരത്തിന് നിവർത്തിയില്ല, വീട്ടിൽ പോയി കഴിഞ്ഞാൽ റേഷൻ അരി ഇങ്ങനെ വെച്ച് കഞ്ഞി കുടിക്കും. ഈ വാക്ക് ഡോക്ടറിനെ വല്ലാതെ അങ്ങ് ടച്ച് ചെയ്തു. പുള്ളിക്കാരന്റെ സങ്കടം, എന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? നമ്മ കാര്യം പറഞ്ഞു. മെയിൻ ഡോക്ടറോട് പറഞ്ഞു. മെയിൻ ഡോക്ടർ പിറ്റേന്ന് ഡിസ്ചാർജിന് കൊള്ളാൻ പറഞ്ഞു. അപ്പോ എൻ്റെ അമ്മ പ്രവാചകയൊന്നും അല്ല, സാധാരണ ഒരു പ്രാർത്ഥിക്കുന്ന സ്ത്രീ. അപ്പോ എൻ്റെ അമ്മയോട് ദൈവാത്മാവ് ഇടപെട്ടു, അവനെ യൂറിൻ ട്യൂബ് ഇട്ടുകൊണ്ട് വീട്ടിലേക്ക് വരരുത്. അമ്മ ഡോക്ടറെ അവനെ യൂറിൻ ട്യൂബ് മാറ്റണം, വീട്ടിൽ കൊണ്ടുപോയി യൂറിൻ ട്യൂബ് മാറ്റണം. ഡോക്ടറും ആദ്യം നോ പറഞ്ഞു, ബട്ട് സ്റ്റിൽ പേരൻസ് പറഞ്ഞുകൊണ്ട് സമ്മതിച്ചു. എന്റെ മനസ്സിനകത്ത് എൻ്റെ അമ്മ ഈ വേദന സഹിക്കണത് ഞാനാ, ഇൻഫെക്ഷൻ വന്നാൽ ഞാനാ സഹിക്കട്ടെ, പുറത്ത് പറഞ്ഞില്ല കേട്ടോ, എന്റെ മനസ്സിനകത്ത് ഞാൻ പറയുക. എങ്കിലും അമ്മയുടെ വാക്കല്ലേ, ആ സമയത്ത് ധിക്കരിക്കാൻ പറ്റില്ല. അങ്ങനെ പഠിച്ചു, പാഠം പഠിച്ചു. വീട്ടിൽ കൊണ്ടുവന്നു, ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചു. ഒരു ദിവസം ഒരു പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ പുസ്തകം എടുത്ത വാക്യം ഇതാണ്, യഹസ്കേൽ 37. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ വാക്യത്തിന് ഇദ്ദേഹം മറുപടി പറഞ്ഞു, എന്നെ മനസ്സിൽ കണ്ടിട്ട് ഇല്ല. ഈ മനുഷ്യൻ പറഞ്ഞു, ഇവൻ ജീവിക്കും വരെ ഞാൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥന നടന്നു. 2-ാമത്തെ ദിവസം വൈകിട്ടായി. അപ്പോ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ കുറച്ച് വിശ്വാസം മാത്രം. ഞാൻ എൻ്റെ ഒരു കട്ടിൽ കിടക്കുക. അപ്പം 2-ാമത്തെ പാട്ടിന്റെ അവസാനം ആയപ്പോഴത്തേക്ക് എനിക്ക് ആകെപ്പാടെ കാല് വല്ലാണ്ട് വേദനിച്ചു. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് കാല് വേദന തടവി തരണം. അമ്മയുടെ മിണ്ടാതിരുടെ എല്ലാവരും താഴെ ഇരിക്കുമ്പോ ഞാൻ എങ്ങനെ കട്ടിലിൽ വരും? അപ്പോ അമ്മയ്ക്ക് മനസ്സ് കേൾക്കാതെ അമ്മ എന്തായാലും എണീച്ചു, കട്ടിൽ വന്നു, കാല് തടവി തന്നു. പക്ഷെ പാട്ടിന്റെ അവസാനമായപ്പോ എല്ലാവരും ആത്മാർത്ഥ പ്രാർത്ഥിച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അന്തരീക്ഷം മാറി. പെട്ടെന്ന് ഞാൻ അന്ന് ഷർട്ട് ഇട്ടിട്ടില്ല, ഒരു തോർത്ത് ഞാനിങ്ങനെ നെഞ്ചത്തിട്ടേക്കുവാണ്, ബാക്കി ഭാഗത്ത് മുണ്ട് വിരിച്ചേക്കുവാണ്. അപ്പോ പെട്ടെന്ന് ആരോ എന്നെ നെഞ്ചിൽ നിന്ന് വലിച്ചു പൊക്കുന്നതായിട്ടും പുറകിൽ തള്ളുന്നതായിട്ടും ഇരിക്കുന്നു. ഏകദേശം 7.5 മാസമായി ഞാനൊന്ന് അനങ്ങിയിട്ട് ഞാൻ പതിയെ നിവർന്ന് വരാൻ തുടങ്ങി. ഞാൻ നിവരുന്നതനുസരിച്ച് പപ്പയും ചേച്ചിയുടെ അളിയന്റെ അമ്മയൊക്കെ ഓടി വന്നു. എൻ്റെ അമ്മ വന്ന് തലയണയും സ്റ്റൂളും ഒക്കെ വെച്ച് എന്നെ നിവർത്തി. അതിനുശേഷം ഞാൻ പൂർണ്ണ കിടരോഗിയായിരിക്കാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. പ്രാർത്ഥനയിൽ അന്ന് ഒരു സംഭവം കൂടെ സംഭവിച്ചു. ഞാൻ പറഞ്ഞൊരു വിഷയം, ഫിസ്റ്റുല. 10 വർഷമായിട്ടും അന്വേഷിക്കാം, 10 വർഷമായിട്ട് ഫിസ്റ്റുല മാറാത്ത ആൾക്കാർ ഇന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. ഡോക്ടേഴ്സിനോട് എൻ്റെ അപ്പം ചോദിച്ചു, ഡിസ്ചാർജ് എഴുതുന്ന ആ സമയത്ത്, ഡോക്ടറെ വെല്ലൂരെങ്ങാനും കൊണ്ടുപോകണം. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഞങ്ങൾ 1% പ്രതീക്ഷയും തുടങ്ങിയതാ. അന്ന് 4-ാമത്തെ പ്രാവശ്യം ആ സമയത്ത്. അപ്പോ ഞങ്ങൾക്ക് പ്രതീക്ഷ 1%. പിന്നെ മറുപടി ഒന്നുമില്ല. വീട്ടിൽ വന്നു.
ഡോക്ടേഴ്സ് പറഞ്ഞു ചിലപ്പം 1 മാസം 2 മാസം, ചിലപ്പോൾ വർഷങ്ങൾ, പറയാൻ പറ്റത്തില്ല. സർജറി ഒരു കാര്യമില്ല, ഒരിക്കൽ സർജറി ചെയ്താൽ വേറെ ഏതെങ്കിലും ഭാഗത്തൂടെ അത് ഓപ്പൺ ആയി. വീട്ടിൽ വന്ന പ്രാർത്ഥന അന്ന് അത്ഭുതകരമായിട്ട് ദൈവം ക്ലോസ് ചെയ്തു. അത് ഒരു ട്രീറ്റ്മെന്റ് അതിന് പോയിട്ടില്ല. ഇന്നും ഐ എം ഓൾ റൈറ്റ് അബൌട്ട് ദാറ്റ്. ദൈവം എന്നെ സൗഖ്യമാക്കി. അപ്പോ 2018 കഴിഞ്ഞ് 19 വരുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ അപ്പം ബന്ധക്കോസുകാരുടെ പാസ്റ്ററാണ്. ഇതൊന്നും പറഞ്ഞുകൊണ്ട് എന്റെ ലൈഫിൽ കാര്യമില്ല. കാരണം എന്റെ അപ്പൻ 2018 തീരാറായപ്പം പറഞ്ഞു, നീ എന്ന് ബൈബിള് വായിച്ച് തീർക്കും അന്ന് നിനക്ക് സൗഖ്യം ഉണ്ടാവും. പുതിയ നിയമമൊക്കെ വായിച്ചിട്ടുണ്ട്, പാസ്റ്റർ മോനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. മുന്നിലോട്ട് പോയി ഞാൻ ഈ അപ്പം പറഞ്ഞ വാക്ക് എത്രത്തോളം ഫലിക്കും എന്നറിയാൻ വേണ്ടി വായിച്ചു തുടങ്ങി. അപ്പോ ഡിസംബർ 14 ഞാൻ ബൈബിൾ വായിച്ചു തീർന്നു. എന്റെ ധാരണയിൽ ഞാൻ ബൈബിൾ വായിച്ചു തീർത്തു, ദൈവം എനിക്ക് അത്ഭുതം തന്നു എന്നാണ്. ഞാൻ ആ വിഷയം പറയാം കഴിഞ്ഞിട്ട്. അപ്പോ പക്ഷെ പിന്നീടാണ് ദൈവം പഠിപ്പിച്ചത്, ഇല്ല, നീ അത് തീരുമാനിച്ച് നാള് മുതൽ നീ ഒന്ന് എണ്ണി നോക്ക്. ചിന്തിക്കാത്ത തലങ്ങളിൽ വ്യത്യാസം തുടങ്ങി. 1, ഡിസ്ചാർജ് ആയി. 2, എന്റെ ഫിസ്റ്റുല മാറി, ഒരു ചാൻസും ഇല്ലാത്ത വിഷയം. അടുത്ത് ഈ പറഞ്ഞ എന്റെ കൊളോസ്റ്റമി വെച്ചിരിക്കുക. ഞാൻ ജൂലൈ മുതൽ, അതിനു മുമ്പ് ഞാൻ ചെക്കപ്പിന് വേണ്ടി പോയി. എന്നെ ഫെബ്രുവരി ഡിസ്ചാർജ് ചെയ്തു. മാർച്ച് ഏപ്രിൽ ടൈമിലാണ് ഞാൻ ചെക്കപ്പിന് പോകുന്നത്. അപ്പോ വീൽ ചെയറിലാണ് എന്നെ കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ എന്റെ അപ്പൻ ഡോക്ടറുടെ അടുത്തേക്ക് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, പറ്റുമെങ്കിൽ ഒന്ന് നടക്കാൻ പറഞ്ഞു. എനിക്കും ആഗ്രഹമുണ്ട് നടക്കണം. അപ്പൊ എന്തായാലും സ്വോത്രം പറഞ്ഞു. ഞാൻ 2 കാലെടുത്ത് വെച്ചു. ഞാൻ എണീച്ചു. 2 കാല് വെച്ചപ്പോഴത്തേക്കും ഡോക്ടർ ഇരുന്ന കസേരയിൽ നിന്ന് പുള്ളിക്കാരൻ എണീച്ചു. എല്ലാ ഡോക്ടേഴ്സും ഓടി വന്നു, ഫ്ലാഗ് ഓൺ വന്നു. അവർക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു വിഷയമായിരുന്നു. കാരണം അവർ തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പ്രകാരം പറയും. അന്ന് ഇതൊക്കെ കഴിഞ്ഞു. എന്റെ ഈ കൊളോസ്റ്റമി റിവേഴ്സലിന് വേണ്ടിയിട്ട് പോയി ചെക്കപ്പിന് അഡ്മിറ്റ് ആയി. അപ്പൊ ഒരു ചെറിയൊരു കോംപ്ലിക്കേഷൻ, താഴത്തെ കുടലിൽ അന്ന്, അതായത് ആക്സിഡന്റ് ഓഗസ്റ്റ് ഈ ബാക്കിൽ മാംസം പൊട്ടുന്ന സമയത്തുണ്ടായിരുന്ന ഒരല്പം മലത്തിന്റെ അംശം സോളിഡ് ആയി പോയി. വാട്ടർ കണ്ടന്റ് എല്ലാം പോയി, ഭയങ്കര സ്റ്റിഫായി. ഇത് ഒരു കാരണവശാലും എടുക്കാൻ കഴിയുന്നില്ല. ഡോക്ടേഴ്സിന്റെ ഈവൻ മാനുവൽ എക്സ്ട്രാക്ഷൻ വരെ അവർ നോക്കി. ചോരയൊക്കെ വന്നു. എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടായി. എന്റെ കുടലിന്റെ അകഭാഗം ഞാൻ 5 പ്രാവശ്യം മാറി കണ്ടു. എൻഡോസ്കോപ്പി, കോളനോസ്കോപ്പി എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. എൻഡോസ്കോപ്പി വായിലൂടെയും കോളനോസ്കോപ്പി മലദ്വാരത്തിലൂടെയും. അപ്പോ ഈ ട്യൂബ്, ഈ ഒരു കേബിൾ അകത്തിറക്കുമ്പം എനിക്ക് കുടല് പുറത്തായതുകൊണ്ട് അവിടെ തന്നെയാണ് ട്യൂബ് ഇറക്കിയത്. അപ്പൊ എനിക്ക് ബോധമുണ്ട്. സാധാരണ അവര് റൈറ്റിലേക്കായിരിക്കും തിരിക്കുന്നത്, ലെഫ്റ്റ് സൈഡിലാണ് സ്ക്രീൻ. ഞാൻ നിവരെ കിടക്കുന്നത് കൊണ്ട് എനിക്ക് ഈ സ്ക്രീൻ കാണാം. എന്റെ കുടലിന്റെ അകഭാഗം ഞാൻ കണ്ടുകൊണ്ട് കിടക്കും 5 പ്രാവശ്യം. തീർന്നില്ല. ഇനിമ, സലൈൻ വാഷ്, NS വാഷ്, ഒരു നിർത്താതെ എന്റെ കുടലിനകത്തൂടെ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി വാട്ടർ പാസേജ് ചെയ്തുകൊണ്ട് ഒരുപാട് മാനുവൽ, ഞാൻ പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരുപാട് വിഷയം, ഒരു വ്യത്യാസം ഉണ്ടായില്ല. നവംബറിൽ അഡ്മിറ്റായി. സാധനം ഡോക്ടർ ചോദിച്ചു, ഫ്ലാഗോണ എന്ത് നമുക്ക് ചെയ്യാം? അദ്ദേഹം നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ് അദ്ദേഹം. ഫ്ലാഗോണ നമുക്ക് എന്ത് ചെയ്യാം? നീ ഇങ്ങനെ വെച്ച് നിന്റെ കൊളോസ്റ്റമി ക്ലോസ് ചെയ്താൽ നീ ഭക്ഷണം കഴിക്കും, ആഹാരം കഴിച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും എക്സ്ക്രീഷൻ നടക്കാതെ നിന്റെ കുടല് വലുതാകും, വയറ് പെരുകും, നീ വയറ് പൊട്ടും, നീ ചാവും. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞത്. എനിക്കിത് എങ്ങനെയും ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി. ഞാൻ ഡോക്ടർ ഇതുവരെയൊക്കെ എത്തിയില്ലേ? അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അമ്മ പറഞ്ഞു, ഡോക്ടറെ ഇതുവരെ ദൈവം കൊണ്ട് ഇനിയും നടക്കും. അദ്ദേഹം ഒരു കാര്യവും പറഞ്ഞില്ല. പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം അവിടെ ഞാൻ അവോയ്ഡ് ചെയ്യുന്നത്. പോട്ടെ. അദ്ദേഹം അത് അങ്ങനെ മിണ്ടാതെ പോകാനുള്ള റീസൺ, ബിക്കോസ് ഹി ഈസ് നോട്ട് എ ക്രിസ്ത്യൻ. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്. അദ്ദേഹം ഒരു അക്ഷരം മിണ്ടിയില്ല. വൈകിട്ട് 4 മണിയായ സമയത്ത് എന്റെ ഞാൻ ഏകദേശം 100-173 സെന്റിമീറ്റർ പോകണം. എന്റെ തോളിനെക്കാളും താഴെ നിൽക്കുന്ന ഒരു പെങ്കൊച്ചു വന്നിട്ട്, അങ്ങനെ ഞാനെന്ന് പറയുന്ന ആ പെങ്കൊച്ചു വന്നിട്ട്, ഫ്ലാവൺ നിനക്ക് നാളെ സർജറി ആണെന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് തന്നു. എന്റെ മനസ്സിനകത്ത് ഇത് ഡോക്ടറാണെന്ന് ധാരണയില്ല. പറഞ്ഞ ഫ്ലാഗോണാണ്. കാരണം എന്റെ സർജറി കൊളോസ്റ്റമിയാണ്. വേറെ എന്തെങ്കിലും മാറി ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം. ഈ ഹോസ്പിറ്റലിൽ കിടക്കാൻ പറ്റി ഇതൊക്കെ നമ്മൾ റിസർച്ച് ചെയ്യുന്നുണ്ട്, സർജറി ഒക്കെ നോക്കുന്നുണ്ട്. നീയാണോ ഫ്ലാഗോൺ? അതെ. ഞാൻ ഇന്നാരാണ്, ഞാൻ ഡോക്ടറാണ്. നിനക്ക് നാളെ സർജറി, പേര് ഞാൻ മറന്നു. സന്തോഷമായി. സർജറി ഇല്ലെന്ന് പറഞ്ഞിട്ട് അപ്പൻ പകുതി വഴിക്കൊന്നിട്ട് തിരിച്ചു പോയതാ. അപ്പൊ തിരിച്ചു വന്നു. പിറ്റുന്ന സർജറി എന്നെ അനസ്തേഷ്യ ടേബിളിലേക്ക് കടത്തി. അനസ്തേഷ്യോളജിസ്റ്റ് വന്നു. പേരെന്നതാ? ഫ്ലാഗോൺ. അപ്പോ എന്റെ പ്രായം, ഈ പേര് എവിടെ പോയാൽ ആദ്യം ചോദിക്കും, എന്നാ പേര്? ഫ്ലാഗോൺ. എന്നാ ഫ്ലാഗോൺ? അർത്ഥം ഞാൻ പറഞ്ഞില്ലേ, ദൈവം അന്നിട്ട ഒരു ചെറിയൊരു വിഷയം എന്റെ ട്രീറ്റ്മെന്റ് വരെ അത് ബാധിച്ചു. അപ്പോ ഡോക്ടർ പേര് പറഞ്ഞു. എന്നാ സംഭവിച്ചത്? ആക്സിഡന്റ് ആയിരുന്നു, സ്പീഡായിരുന്നു? ഇല്ല ഡോക്ടർ, ഇങ്ങനെ സംഭവം.
ഇത്രയും പറയാഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഈ സർജറി മെയിൻ ഡോക്ടർ വന്നു. ഇദ്ദേഹം എന്റെ തോളത്ത് എപ്പോഴും ഒരു അടി തരും. തോളത്തടിച്ചിട്ട് പറഞ്ഞു, ഇവന്റെ അമ്മയുടെ വാക്കിന്റെ പുറത്താ സർജറി ചെയ്തത്. MBBS കാരനല്ല, എന്റെ അമ്മയ്ക്ക് വലിയ പഠിപ്പൊന്നും പറയാനില്ല കേട്ടോ. പക്ഷെ ദൈവത്തിന്റെ വാക്ക് പറഞ്ഞപ്പോഴത്തേക്കും പല വിഷയങ്ങളും ദൈവം അവിടെ വ്യത്യാസം വരുത്താൻ ആരംഭിച്ചു. ഡോക്ടർ ഇത് പറയാൻ കാരണം, വേവാടിൽ പലപ്പോഴും കയറി വരുമ്പം ഒരു പായയും വിരിച്ചിട്ട്, ചിലപ്പോൾ പായയില്ല, അതൊരു വേദപുസ്തകം നിലത്ത് വെച്ചിട്ട് ഒരു സ്ത്രീ ഇരുന്ന് കരയുന്നത് അവർ കാണും. എന്റെ അമ്മ ഇരുന്ന് കരയുന്നത്. ഡോക്ടറെ അമ്മയെ വിളിക്കണോ? വേണ്ട, പതിയെ വന്ന് എന്റെ വൈറ്റൽസ് ചെക്ക് ചെയ്തിട്ട് പോകും. കാരണം അവർക്ക് ഉറപ്പുണ്ടായിരുന്നു എന്തോ മരുന്നിനേക്കാൾ അപ്പുറമായി ചിലത് ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. തീർച്ച തെളിവ് ഇനി ഒന്നുകൂടെ പറയാം. എന്റെ കൊളോസ്റ്റമി സർജറി കഴിഞ്ഞു. ഈ അബ്ഡോമൻ ഹെറണി ആകട്ടെ, ഈവൻ C-സെക്ഷൻ ആകട്ടെ, ഇതുപോലത്തുള്ള സർജറി കഴിയുമ്പോൾ 7 days കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യത്തുള്ളൂ. ഞാനൊന്ന് എന്റെ അനലൈസിങ് ആണ്. അനലൈസ് ചെയ്തപ്പോൾ 3 days കഴിയുമ്പോൾ വെള്ളം കൊടുക്കും, പിന്നെ ഒരു കഞ്ഞി കൊടുക്കും, പിന്നെ സോളിഡ് ഫുഡ് കൊടുക്കും. പിന്നെ ഈ സോളിഡ് ഫുഡ് എക്സ്ക്രീഷൻ നടന്നിട്ടാണ് ഡിസ്ചാർജ് ചെയ്തത്. കാരണം ആ ബവൽ മൂവ്മെന്റ്സ് പക്കാവായിട്ട്. എന്റെ സർജറി വെള്ളിയാഴ്ച, അല്ലാതെ ചൊവ്വാഴ്ച ആയപ്പോൾ ഡോക്ടർ വന്നു. നല്ല തിരക്കായത് കൊണ്ട് എന്നെ ഞാൻ ഡോക്ടറെ എന്ന് പറഞ്ഞ് കൈ ഉയർത്തി വിളിച്ചു. സ്നേഹമുള്ള മനുഷ്യൻ. അദ്ദേഹം വന്ന് ചോദിച്ചു, ഫ്ലാഗോടെ നീ പോയില്ല, നീ എന്തിനാ ഇവിടെ കിടക്കുന്നത്? ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഡിസ്ചാർജ് തന്നില്ല. തൊട്ടടുത്ത് നിന്ന് PG എന്ന ഡോക്ടറോട് പറഞ്ഞു, ഡിസ്ചാർജ് ചെയ്തിക്കോളാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ ഫുഡിന്റെ കാര്യം ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്, ദേ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഞാൻ പറയട്ടെ, എന്റെ അമ്മയും അപ്പൻ MBBS ആയിരുന്നല്ല, അവരത് നോക്കിക്കോളും, നീ അതിനെക്കുറിച്ച് വെറിയാകണ്ട. അത് പറഞ്ഞാണ് അവരെന്നെ വീട്ടിലേക്ക് അന്ന് 4ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വിട്ടത്. എനിക്ക് ലിക്വിഡ് ഫുഡ് മാത്രം പറഞ്ഞിരിക്കുന്ന സമയം ഫുഡ് ശരിയായി, മീൻസ് പറഞ്ഞു തുടങ്ങിയില്ല. വീട്ടിൽ വന്നു, പിറ്റേന്ന് കഞ്ഞി തന്നു. അപ്പനും അമ്മയ്ക്കും കടന്ന കാര്യങ്ങൾ അറിയും, അതൊക്കെ തന്നു. അതൊക്കെ സോളിഡ് ഫുഡ് തന്നു. കൃപയാൽ ദൈവം എനിക്ക് സൗഖ്യം തന്നു. ഇല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ പോലെ സംഭവിക്കാമായിരുന്നു. December 14 ഞാൻ വേദപുസ്തകം വായിച്ചു തീർന്നു. 18-ാം തീയതി ഈ പറഞ്ഞ ഡോക്ടർ MA വർഗീസ് അവർ ധനുവിച്ചവർക്ക് വന്ന സമയം. അപ്പൊ അദ്ദേഹം എനിക്കൊരു പ്രാർത്ഥിച്ചത് കൊണ്ട് എനിക്ക് നന്ദി പറയണമെന്ന് ആഗ്രഹം തോന്നി. ഞാൻ അദ്ദേഹത്തിന് എടുത്തു. അപ്പോ ഈ സമയത്തെല്ലാം ഞാൻ നടക്കുമ്പം, ഞാൻ ഏകദേശം ജൂൺ കഴിഞ്ഞ സമയം മുതൽ ഞാൻ പതിയെ നടന്നു തുടങ്ങി. അപ്പം പറഞ്ഞിടാ, നീ നേരെ നടക്കടാ, നേരെ നടക്ക. എന്റെ മനസ്സിൽ ഞാൻ ശരിക്കാണ് നടക്കുന്നത്, പക്ഷെ ഞാനിങ്ങനെ ഞൊണ്ടിയാ നടക്കുന്നത്. അതായത് എന്റെ 1.5 ഇഞ്ച് ലെഫ്റ്റ് സൈഡിലെ ഹിപ്പ് മേളിലേക്ക് കയറും. ആ പിക്കിൽ കാണാൻ പറ്റും. അത് ഈ ബട്ടക്സിന്റെ സൈഡിലുള്ള ചതൽ ലേശം നല്ല ഡാർക്ക് ബ്ലാക്ക് ആയിട്ട് അതിങ്ങനെ മേളിലോട്ട് കയറി ബൾജായിരിക്കും. ഇത് 1.5 ഇഞ്ചസ് ഹിപ്പ് മേളിലോട്ട് കയറി. അപ്പൊ ഞാൻ ഈ ദേവദാസന് നന്ദി പറയാൻ വേണ്ടി പോയപ്പോ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് എനിക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ശക്തി എന്റെ മേൽ വ്യാപരിച്ചു. ഞാൻ മുട്ടുകുത്തി മുഖം പൊത്തി, അതായത് കവിണ് നിലത്ത് വീണു. പെട്ടെന്ന് ആരോ എന്റെ തലയിലും കാലിലും പിടിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. എന്റെ വലത്തേക്ക് കാലും തല ഇങ്ങനെ ആർച്ച് പോലെ അമ്പിന്റെ ഷേപ്പിൽ ആരോ എന്നെ വളയ്ക്കുന്നു. ഇത് ഞാൻ അറിയുന്നില്ല. എന്റെ കാലിൽ ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് കിടക്കുന്ന വിഷയം എന്നെ വളയ്ക്കുന്നു. പ്രാർത്ഥന കഴിഞ്ഞു. ഞാൻ വീണതുപോലെ മുട്ടുകുത്തി ഞാൻ എഴുന്നേറ്റു. ഞാൻ പുറത്തു പോയി നിന്നപ്പോൾ എന്റെ 2 കാല് സമനിലത്ത് നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കി. ഞാൻ പതുക്കെ എന്റെ ഇട സൈഡിൽ കൈവച്ച് നോക്കിയപ്പോ ഈ മുഴ പോലെ ഇരുന്ന വിഷയം, ആ മാംസം ഫുള്ള് ലൂസായി താഴേക്ക് വീണു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ ബൈബിൾ വായിച്ച് തീർത്തിട്ടാണ്. അപ്പോഴാണ് ദൈവം പറഞ്ഞത്, ഇല്ല, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, നീ അത് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ വ്യത്യാസം വരും. ഞാൻ എന്റെ ടെസ്റ്റ് ബോർഡ് ഏകദേശം അവസാന ഭാഗങ്ങളിലായി. അതുകൊണ്ട് ഞാൻ 1-2 വിഷയം ഞാൻ പറയട്ടെ. എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ്, മേ ബി യു ആർ എ ബിലീവർ ഓർ എ നോൺ ബിലീവർ, ഡസന്റ് മാറ്റർ. ഞാൻ പറയട്ടെ, ഒരു ടാങ്കർ ലോറി കയറിയിട്ട് ഇറങ്ങിയിട്ട് ഞാൻ എന്റെ 2 കഷ്ണമാണ് നടത്തുന്നത്. ഡോക്ടേഴ്സിന്റെ ജോലി, പ്രത്യേകിച്ച് എന്റെ ജോലി. അപ്പൊ ദൈവം ഓർമ്മിച്ചൊരു വിഷയമുണ്ട്. 9ാം ക്ലാസ് ഞാൻ എത്തിസ്റ്റ് ആയിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞില്ല, ദൈവം അവിടെ ആയിട്ട് ചില വിഷയങ്ങൾ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ ഒരു സീനിയർ, ഷെർവിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു കൈൻഡ് ഓഫ് എത്തിസ്റ്റ് ആണ്. മേ ബി അത്ര ഒരു സോളിഡ് ബിലീഫ് അല്ല. പുള്ളിക്കാരന്റെ ബാഗിൽ എപ്പോഴും ഒരു ബൈബിള് കാണും. അപ്പൊ ഞാൻ എന്റെ മനസ്സിലാത്തൊരു ഞാൻ ഇച്ചിരി ഈഗോയിസ്റ്റിക് പേഴ്സൺ ആണ്. പെന്തക്കോസ്തുകാരനാണ്, എനിക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ. അന്നു മുതൽ എന്റെ ബാഗിനകത്ത് എപ്പോഴും ബൈബിള് കാണും. ഈ +2 ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യക്തി എന്നോട് ചോദിച്ച ചോദ്യം. അന്ന് ഞാൻ ഈ വേദപുസ്തകം എടുത്തപ്പോ ആ വ്യക്തി ഒരു തെറിയും പറഞ്ഞിട്ട്, കർത്താവിന്റെ പേരും പറഞ്ഞെടുത്തൊരു തെറി പറഞ്ഞു. അന്ന് ഷോഫിൽ എന്റെ കണ്ണങ്ങ് നിറഞ്ഞു. ഞാൻ ബൈബിള് മാറ്റി വെച്ചു. ബൈബിള് കൊണ്ടുപോകുന്നതിൽ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ടായി. ബട്ട് സ്റ്റിൽ എന്റെ അപ്പൻ കൂടെ നിന്നു. അതിനുശേഷം ഈ ആക്ഷൻ സമയത്ത് എന്റെ ബാഗിനകത്ത് ബൈബിൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എന്റെ വാഹനം തട്ടി, എന്റെ വാഹനം വലത്തേക്ക് വീണു, ഞാൻ ഇടത്തേക്ക് വീണു.
ഞാൻ വലത്തേക്ക് നോക്കുമ്പോഴാണ് 2 ചക്രങ്ങൾ എന്റെ വലത്തെ സൈഡിലൂടെ കയറി വന്നു. എന്റെ വലത്ത് ഭാഗത്തേക്ക് എന്റെ ബാഗ് തെന്നി വീണായിരുന്നു. ആ ബാഗിനകത്ത് വേദപുസ്തകം ഉണ്ടായി. ആദ്യം ടാങ്കർ ഏറിയത് ബൈബിളിന്. തിയോളജിയൻസിനെ അറിയാം, നമ്മളെ ഹെർമനോട്ടിക്സ് ഒക്കെ പഠിക്കുമ്പോൾ ഇന്റർപ്രിട്ടേഷൻ ഓഫ് വേർഡ് ഓഫ് ഗാഡ്, അതിനകത്ത് ലിറ്ററലും അലിഗോറിക്കലും പല മെത്തേഡ്സും. ഞാൻ നിന്നെ നരയ്ക്കോളം ചുമക്കാം എന്നൊരു വേദപുസ്തക വാക്യം, ഒരു സൂക്തം വേദപുസ്തകത്തിനകത്തുണ്ട്. ഇത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ കഴിയത്തില്ല. പക്ഷെ ഞാൻ പറയട്ടെ, എന്റെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ അത് സംഭവിച്ചു കേട്ടോ. എന്നെ ചുമന്ന ഒരു വേദപുസ്തകം. ഞാൻ പറയുന്നത് ഐ ബിലീവ് ദിസ്. പല രീതിയിൽ വലിച്ചു കീറാറുണ്ട്, കത്തിക്കാറുണ്ട്, ചവിട്ടാറുണ്ട്, തുപ്പാറുണ്ട്, പലതും ചെയ്യാറുണ്ട്. ഞാൻ പറയട്ടെ, ഒരു ടാങ്കറിനെ ചുമക്കാൻ ഇത് കഴിയും. എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ മാറ്റാൻ ഇതിന് കഴിഞ്ഞുവെങ്കിൽ, എസ്പെഷ്യലി എന്നെ കേൾക്കുന്ന ബിലീവേഴ്സ്, ഇത് യങ്സ്റ്റേഴ്സ് ആണോ, കിഡ്സ് ആണോ, ജോലിക്ക് പോകുന്നവരാണോ, ഡസന്റ് മാറ്റർ, ബട്ട് ഓൾവേസ് ബൈബിൾ കരുതിയിരിക്കണം. അതിന്റെ പേരിൽ മരിക്കേണ്ടി വന്നല്ല ഗ്ലോറിയസ് ചെയ്യാൻ. 2, ഒരു ദിവസം രാത്രി എനിക്ക് വേദന സഹിക്കാൻ വയ്യ. അന്ന് 4 പ്രാവശ്യം ഡെയിലി പേവാർഡിൽ വന്ന് സർജറിക്ക് മുന്നോട്ടായ സമയത്ത്, അടുത്ത സമയത്ത് എനിക്ക് 3 പ്രാവശ്യമാണ് ഡെയിലി പെയിൻ കില്ലർ തരുന്നത്. അന്ന് ഞാൻ 4 പ്രാവശ്യം എടുത്തു. കാരണം വേദന കൂടി. രാത്രി അർദ്ധരാത്രിയായി, എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല. സന്ധ്യയായി, എനിക്ക് വേദന ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അപ്പം പറഞ്ഞു, നീ ബൈബിൾ എടുത്തു വായി. അപ്പോ ഞാൻ ശരി, മനസ്സോടെ ആക്കിയൊരു ബൈബിൾ എടുത്ത് വായിച്ചു. സങ്കീർത്തനങ്ങൾ വായിക്കാന്ന് വായിച്ചു. 4-ാം സങ്കീർത്തനം അവസാന വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു. 2 വിഷയം. 1 സമാധാനം, 2 കിടന്നുറങ്ങും. 3 വിഷയം. 2 ഓക്കെ. ഞാൻ കടന്നുറങ്ങും. സമാധാനവും ഇല്ല, എനിക്ക് ഉറങ്ങാനും പറ്റും. മനസ്സിനകത്ത് സങ്കടപ്പെട്ട് ഞാൻ ഈ വാക്യം ഞാൻ ഇങ്ങനെ 3 പ്രാവശ്യം ഉരുവിട്ട് കേട്ടു. 3-ാമത്തെ പ്രാവശ്യം പൂർത്തീകരിച്ചത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ വേദന അറ്റ് കിടന്നു. ഇതുപോലെ വേദപുസ്തകത്തിന്റെ ശക്തി എനിക്ക് ഒരുപാട് ദൈവം കൊണ്ടുവന്നു. ഒരു വിഷയം കൂടെ ഞാൻ പറയാം. ഈ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ആരോട് പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല. ഇതുപോലൊരു വേദന എടുത്ത് കിടന്ന സമയം രാത്രി 2 മണിയായി. ഞാൻ ഇങ്ങനെ പറഞ്ഞേ, അപ്പാ എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല. എന്റെ അടുത്ത് കിടന്നത് എന്റെ അപ്പനോടല്ല ഞാൻ പറഞ്ഞു. ഞാൻ ഉയരത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അപ്പാ എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല. ആ നിമിഷം ഞാനൊന്ന് ഒരുപാട് ഉണങ്ങി. എന്റെ എല്ലാ കാണാൻ കണഞ്ഞു ഉണങ്ങി. സ്കെൽട്ടായി. എന്റെ വല സൈഡ് ഒരുപാട് സ്പേസ് ഉണ്ട്. ആരോ ഒരു ബ്ലാങ്കറ്റ് വിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ആ കയ്യിലേക്ക് ഞാൻ നോക്കി, സുഖമായിട്ട് കിടന്നു. ഞാൻ പറയട്ടെ, എന്റെ ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങളിൽ എന്റെ മരണം ഞാൻ ആഗ്രഹിച്ചപ്പോൾ, മരണം എന്റെ കൺമുന്നാലെ വന്നപ്പോൾ, ഒരു രക്ഷ ഒരിക്കലും ഉണ്ടാകത്തില്ല ഞാൻ വിചാരിച്ചു. അതിന്റെ മധ്യേ എന്റെ കുറ്റങ്ങളും പാപങ്ങളും എടുത്തു പറയാതെ സ്നേഹത്തോടെ ഇറങ്ങി വന്ന ഒരു ദൈവത്തെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ദിസ് ഇസ് എ വേ. ഇതൊരു മാർഗമാണ് ജീവിക്കാൻ. നിങ്ങൾ ഒരു മാനസികമായ ബുദ്ധിമുട്ടുണ്ട്, കൗൺസിലറുടെ അടുത്ത് പോവാം. ശാരീരികമായ വിഷയമുണ്ട്, ഡോക്ടേഴ്സിന്റെ അടുത്ത് പോവാം. വൈ ക്രൈസ്റ്റ്? ഒരു വിഷയമുണ്ട്. കാരണം എന്താണെന്നറിയോ? സകലത്തിന്റെ റൂട്ട് റീസൺ മനസ്സിലാക്കാൻ പറ്റാതിരിക്കും. മനസ്സിനകത്തുള്ള വ്യതകൾ എൻ്റെ അപ്പനും അമ്മയ്ക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല, എൻ്റെ കൂടെ ഉള്ളവർക്ക് മനസ്സിലാക്കില്ല. പക്ഷെ അത് മനസ്സിലാക്കാൻ കഴിയുന്ന, റൂട്ട് കോസിലേക്ക് പോകാൻ കഴിയുന്ന ഒരൊറ്റ ദൈവം. അതാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ സ്പർശിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറയട്ടെ, ഈ ദൈവത്തിന്റെ പിന്നാലെ ഞാൻ പോകാൻ തീരുമാനിച്ചു. അല്ലാതെ എൻ്റെ അപ്പം പാസ്റ്റർ ആയതുകൊണ്ട്, പെന്തക്കോസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ടല്ല. ഈ ദൈവത്തിന്റെ കഴിവ് ഇങ്ങനെയുണ്ട്. സംഗീത പുസ്തകത്തിൽ 32-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ ഒരു വാക്ക്, പാപത്തിന്റെ കുറ്റം എന്നൊരു സംഭവം. അതിനെ സാമാന്യമായിട്ട് ഗിൽട്ട് എന്ന് പറയാം. എന്റെ അഹങ്കാരത്തിന്റെയും അനുസരണക്കേടിന്റെയും പാപത്തെക്കുറിച്ച് പലരും എന്നോട് ചൂണ്ടിക്കാണിച്ചപ്പോ അതിന്റെ ഗിൽട്ട് എടുത്തു കളഞ്ഞ് അതിനകത്ത് വർക്ക് ചെയ്ത് എന്നെ ഹീലിംഗിലേക്ക് കൊണ്ടുവന്ന, രക്ഷിച്ചു കൊണ്ടുവന്ന ഒരു മാർഗം, അതാണ് ക്രിസ്തു എന്ന. സോ അകത്തുകയായിട്ട് ഒന്നുകൂടെ എടുത്ത് പറയട്ടെ, യങ്സ്റ്റേഴ്സ്, നിങ്ങൾ ചിലപ്പോൾ ഒരു അല്പസമയത്ത് സന്തോഷത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ഡ്രഗ്സ് ഉപയോഗിച്ച്, മദ്യപിച്ച്, അപ്പനെ തല്ലി, അമ്മയെ തല്ലി, നാട്ടുകാരുടെ പ്രശ്നമുണ്ടാക്കി ഇങ്ങനെ പോകുന്നവരായിരിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടുകാർ പറയാം, നന്നായി നന്നായി, വെരി ഗുഡ് വെരി ഗുഡ്. നെവർ. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇതെല്ലാം പോയി നിൽക്കുന്നത് വലിയൊരു ഡിസ്ട്രക്ഷനിലേക്കാണ്, ഒരു നാശത്തിലേക്കാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യതകളെ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത്, ഇതിൽ നിന്നൊന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്ന ആ ഒരവസ്ഥയെ മാനിച്ചുകൊണ്ട് അതിനെ പോഷിപ്പിച്ച് നിങ്ങളുടെ വിഷയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഈ കൂട്ടുകാർക്ക് ആർക്കും കഴിയത്തില്ല.
പക്ഷെ ഞാൻ പറ ദൈവത്തിന് കഴിയും. കാരണം മരുന്നിന് എന്നെ റിക്കവർ ചെയ്യാൻ കഴിയാതിരുന്നു എന്റെ കരച്ചില് കണ്ട് എന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന, എന്റെ നീതിയല്ല കേട്ടോ, എന്റെ അപ്പന്റെ അമ്മയുടെ നീതി ഒന്നുമല്ല, എന്റെ കരച്ചില് കണ്ട് മോനെ സാരമില്ലടാ എന്ന് പറഞ്ഞിറങ്ങി വന്ന ഒരു ദൈവം. ഒറ്റ വാക്ക് ഞാൻ നിർത്തുന്നു. ഞാൻ എന്റെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇത്ര വേദന ഞാൻ സഹിച്ചത്. അപ്പോ ഞാൻ കേട്ടൊരു ശബ്ദം ഇങ്ങനെയാണ്, ഒരു ചിരി ചിരിച്ചിട്ട്, ഭാഗവണേ, നീ പറയുന്ന നീ 100% വേദന അനുഭവിച്ചു വന്നു, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലായി, കേവലം 20% വേദന മാത്രമേ ഞാൻ അനുഭവിച്ചു. ബാക്കി 80% എന്റെ ആ ആശുപത്രി കിടക്കിൽ കൂടെ കിടന്ന് സഹിച്ച ഒരു ദൈവത്തെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. മതമല്ല, മാർഗം, ഇതൊരു രാഷ്ട്രീയമല്ല, ഒരു മാർഗമാണ്. ആർക്കും സ്വീകരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ വൻകാര്യങ്ങൾ ചെയ്യാൻ ആ ദൈവം ശക്തനാണ്. ഇന്നും എന്നെ ജീവനോടെ നിലനിർത്തി, എന്റെ വിഷയങ്ങളുടെ മതജീവനോടെ നിലനിർത്തിയെങ്കിൽ മതം, വർണ്ണ, രാഷ്ട്രീയം, സാമ്പത്തികം ഒന്നും നോക്കാതെ നിങ്ങളുടെ മേൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, യേശു കർത്താവ്. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും അത് പോരാ, അത് മതിയാവുകയില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ അത് അവർണ്ണനീയമാണ്. അത് പറയുവാൻ ഈ ആയുസ്സും പോരാ, ഈ അവസരവും പോരാ. അത്ര കണ്ട് ദൈവം നമ്മുടെ ജീവിതത്തില് അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളിലൂടെ നമ്മളെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയ മകൻ ഫ്ലാഗോൺ ഈ ചെറുപ്രായത്തിൽ തന്നെ കടന്നുപോയ ആ തീച്ചൂളയുടെ അനുഭവങ്ങൾ അത് അവർണ്ണനീയമാണ്, അത് അവർണ്ണനീയമാണ്. തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവം. ഞാൻ ഓർക്കുകയായിരുന്നു, 20 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ, ആ 20 വയസ്സ് തികഞ്ഞ് ചില ദിവസങ്ങൾ കഴിയുന്ന ആ സമയത്ത് തന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടതായിരുന്നു. അന്ന് മാറ്റപ്പെട്ടിരുന്നു എങ്കിൽ ഇന്ന് ഈ സാക്ഷ്യം പറയുവാൻ കാണില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഈ സാക്ഷ്യം പറയുവാൻ ദൈവം മുന്നമേ കണ്ടിരുന്നു. ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇനിയും അനേക വേദികളിൽ ആയിരക്കണക്കിന് പ്രിയപ്പെട്ടവരോട് സാക്ഷ്യം പറയുവാൻ, ഈ യേശുവിനെ ഉയർത്തുവാൻ ദൈവം മുന്നമേ കണ്ടിരുന്നതാണ്. ഉലകസ്ഥാപനത്തിന്റെ മുന്നമേ കണ്ടിരുന്നു. അമ്മയുടെ ഗർഭത്തിൽ ഭിന്നാകാരമാകുന്നതിന് മുന്നമേ ദൈവം തിരഞ്ഞെടുത്തു. ആ ഒരു തിരഞ്ഞെടുപ്പ് അത് ഒരു ടാങ്കർ ലോറിയുടെ കീഴിൽ ചതഞ്ഞരഞ്ഞു പോകുവാനുള്ളതല്ല എന്ന് ദൈവം നിശ്ചയിച്ചു. വൈദ്യശാസ്ത്രം പരമാവധി അവരുടെ കഴിവനുസരിച്ച്, അവരുടെ അറിവനുസരിച്ച് അവര് ശ്രമിച്ചു ഏതെങ്കിലും വിധത്തിൽ രക്ഷപ്പെടുത്തുക. പക്ഷേ അവിടെയെല്ലാം പല മേഖലകളിലും പല പരാജയങ്ങൾ സംഭവിച്ചു. പക്ഷെ സ്വർഗത്തിലെ ദൈവം കൂടെ ഇരുന്ന് അത്ഭുതകരമായി ആ ചതഞ്ഞുപോയ, തകർന്നുപോയ ആ ഇടുപ്പ് ഭാഗം മുഴുവനും റിക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മിറാക്കിൾ. ആമേൻ. നടുവിനോട് വയറിന് താഴെ വലിയ ടാങ്കർ ലോറി കയറി ഇറങ്ങുമ്പോൾ ആദ്യം കയറിയത് തോളിൽ കിടന്ന ബാഗിനുള്ളിൽ വെച്ചിരുന്ന ബൈബിളിന്റെ മുകളിലൂടെയാണ് കയറി ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി കൂടി അഭിമാനം തോന്നി, ഒത്തിരി കൂടി സന്തോഷം തോന്നി. കാരണം കോളേജിൽ പഠിക്കുന്ന ഒരു യുവാവിന്റെ കയ്യിൽ ഒരു ബൈബിളോ, സാധാരണ ഇന്ന് കോളേജിൽ പഠിക്കുന്ന പിള്ളേരുടെ കയ്യിൽ നല്ല ഐഫോണും കുറച്ച് കഞ്ചാവും കുറച്ച് ബീഡിയും കുറച്ച് ലഹരി വസ്തുക്കളും മറ്റെന്തെങ്കിലും അനാവശ്യമായ വസ്തുക്കളും കൊണ്ട് അവര് നടക്കുമ്പോൾ ഒരു യുവാവിന്റെ ബാഗിൽ വിശുദ്ധ തിരുവെഴുത്തുകൾ ഉണ്ടായിരുന്നു. അതിലാണ് ആദ്യം വാഹനം കയറി ഇറങ്ങിയത് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ബൈബിൾ വാഹനത്തിന് ടയർ കയറുന്നു, അതിനുശേഷം ശരീരത്തിന്റെ നടുഭാഗത്തു കൂടി കയറി ഇറങ്ങുന്നു. സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ സ്നേഹം, അതെ,
കർത്താവ് അനുഭവിച്ചതിന് ശേഷമുള്ള വേദനയൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നുള്ളൂ. പ്രിയ മോനെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ശക്തമായി ദൈവം ഉപയോഗിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആ വാത്സല്യ മാതാവിനോടും പിതാവിനോടുമുള്ള ദൈവത്തിന്റെ മഹാദയ, ആമേൻ, അവരുടെ പ്രാർത്ഥന, അവരുടെ കണ്ണുനീര് ദൈവം മറികടന്നില്ല. ആമേൻ. കർത്താവ് ആ മാതാവിനെയും പിതാവിനെയും പ്രിയ മോനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ ദൈവം ഉപയോഗിക്കട്ടെ. സ്തോത്രം. ഞങ്ങളെ കേൾക്കുന്ന മാന്യ പ്രേക്ഷകരെ, ഒരുപാട് യുവതി-യുവാക്കന്മാരെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തില് ഈ യുവാവിന്റെ ജീവിതാനുഭവം സാക്ഷ്യം ഒരു ചലഞ്ചായിട്ട് നിങ്ങൾ ഏറ്റെടുക്കൂ. മരണത്തിലും കൂടെയിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിന്റെ മഹാസ്നേഹം, ആ കരസ്പർശനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുമ്പോൾ നമുക്ക് ആ ദൈവസ്നേഹം എത്ര കണ്ട് വർണ്ണിച്ചാലും മതി വരികയില്ല. ആ ദിവ്യ സ്നേഹം അനുഭവിച്ചറിയുവാൻ ദൈവം ഓരോരുത്തർക്കും ഓരോ അവസരങ്ങളാണ്, ഓരോ അനുഭവങ്ങളാണ് പറയുവാനുള്ളത്. അരോമ ടിവിയിലൂടെ ഓരോ ദിവസവും വ്യത്യസ്തമായ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയ പ്രിയപ്പെട്ടവർ തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പറയുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ അത്ഭുതങ്ങളെ ചെയ്ത സർവശക്തനായ ഒരു ദൈവത്തെയാണ് ഉയർത്തി കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ കേട്ടതായ ഈ സാക്ഷ്യം ജീവിക്കുന്ന സാക്ഷ്യമാണ്. ജീവന്റെ തുടിപ്പ് മാത്രം ശേഷിച്ചപ്പോൾ, ഒരു പ്രതീക്ഷയുമില്ലാതെ എല്ലാം അസ്തമിച്ച് അവസാനിച്ചപ്പോൾ, ആ ജീവന്റെ തുടിപ്പിനെ ഒരു തീപ്പൊരി ഊതി കത്തിക്കുന്നത് പോലെ, അതിനെ ഒരഗ്നിയാക്കി മാറ്റുവാൻ കഴിയുന്നത് പോലെ, സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹാസ്നേഹത്താൽ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം പ്രിയ മകനെ ദൈവം മടക്കി വരുത്തുവാനിടയായി തീർന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുപക്ഷെങ്കിൽ ഇതുപോലെയുള്ള അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി ഇനി ജീവിക്കേണ്ട എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ച് പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിന് അവിടെ തുടങ്ങുവാൻ, അവിടെ പ്രവർത്തിക്കുവാൻ, നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കൂ. ഈ പ്രിയ മകൻ നല്ല ആരോഗ്യമുള്ളപ്പോൾ തന്നെ ഡിപ്രഷൻ ബാധിച്ചിട്ട് ഇടത് കൈയില് 70-ലധികം പ്രാവശ്യവും വലത് കൈയില് 100-ലധികം പ്രാവശ്യവും ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് നമ്മൾ കേട്ടു. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. മനുഷ്യൻ സ്വാഭാവികമായിട്ട് അറിയാതെ എന്തിനൊക്കെയോ ഏതിനൊക്കെയോ അടിമയായി പോകുന്ന ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. എന്നാൽ നമ്മളെ ദൈവത്തിന് ആവശ്യമുണ്ട്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ നിരാശ വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുവാൻ ഒരു പക്ഷേ തോന്നിയേക്കാം. പക്ഷെങ്കിൽ ദൈവമാണ് നിങ്ങളെ ഭൂമിയിലാക്കി വച്ചിരിക്കുന്നതെങ്കിൽ അത് ആത്മഹത്യ കൊണ്ടോ ഒരനർത്ഥം കൊണ്ടോ ഒരു അപകടം കൊണ്ടോ അവസാനിക്കത്തില്ല. പകരം അവസാനം വരെയും ചുമക്കാമെന്ന് അരുളി ചെയ്ത അരുമനാഥന്റെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കാമെന്ന് അരുളി ചെയ്ത ആ സ്നേഹനിധിയായ കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുവാനുള്ള ഒരായുസാണ്, ഒരവസരമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ആകിയാൽ തീർച്ചയായിട്ടും ഈ സാക്ഷ്യം നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി, ഒരു എൻകറേജ് ആയി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ വേദനിക്കുന്നവരാണ്, രോഗത്താൽ ഭാരപ്പെടുന്നവരാണ്, നിരാശയുടെ നീർച്ചുഴിയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരാണ്, മറ്റല്ല ഏതെങ്കിലും വിധത്തിൽ കഷ്ടതയുടെ അനുഭവത്തിലായിരിക്കുന്നുവെങ്കിൽ കർത്താവിന് നിങ്ങളെ വിടുവിക്കുവാൻ, സൗഖ്യമാക്കുവാൻ, അത്ഭുതം ചെയ്യുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ വലിയ ദൈവപ്രവൃത്തി അയക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കൂ. ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് അടുത്തു വരൂ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കൂ, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ സ്ഥിതിയെ ആമേൻ മാറ്റി നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ദൈവമേ അങ്ങനെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ രോഗിയാണെങ്കിൽ രോഗമുള്ള ഭാഗത്ത് നിങ്ങളുടെ കരങ്ങളെ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ, കർത്താവ് എന്നെ സൗഖ്യമാക്കും. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ മകൻ ഫ്ലാഗോൺ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചുരുക്കം വാചകങ്ങൾ ഈ സമയം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥന. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, ഈ നല്ല സന്ധ്യ സമയത്ത് ഞങ്ങൾ വിളിച്ചു. ഇന്ന് ഞങ്ങളുടെ ഈ ചാനലിലൂടെ, ഈ TV ചാനലിലൂടെ ഈ അനുഭവം കേട്ട സകലരെയും വേണ്ടി ഞങ്ങൾ
ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ പ്രശ്നങ്ങളുടെ നടുവിൽ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ രോഗങ്ങളായി, ഭാരങ്ങളായി, ബുദ്ധിമുട്ടുകളായി, കുടുംബ ബന്ധങ്ങളുടെ വിഷയങ്ങളായി, ആത്മഹത്യാ പ്രവണതകളായി, മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗത്തിന്റെ ആസക്തിയിലായി, ഒരു നിവൃത്തിയുമില്ലാതെ സമാധാനമില്ലാതെ നെട്ടോട്ടമോടുന്ന ദൈവമേ, ആരെന്ത് കേൾക്കുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ മേൽ അങ്ങയുടെ കരം വെക്കുന്നതിനായി നന്ദി. വർണ്ണമോ വർഗമോ സാമ്പത്തിക സ്ഥിതികളോ ഒന്നും നോക്കാതെ വണ്ണം മനസ്സിനെ നോക്കുന്ന ദൈവമേ, മനസ്സുകൾ കലങ്കുഷമായിരിക്കുന്ന അവസ്ഥകളിൽ ദൈവമേ ഞങ്ങൾ ആരെങ്കിലും കേൾക്കുന്നു, ഒരു ഹൃദയത്തിനകത്ത് ദൈവിക സമാധാനം വ്യാപരിക്കുന്നതിനെ യുവാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ ഉപയോഗങ്ങളിൽ നിന്നൊക്കെ അവർ മാറട്ടെ. ലഹരി വിമുക്തമായ ഒരു യുവതലമുറ ഇന്ത്യ മഹാരാജ്യത്തുണ്ടാകട്ടെ. നിങ്ങളെ കേൾക്കുന്ന സമസ്ത വ്യക്തികളുടെ ജീവിതത്തിന്റെ മേലും നിത്യമായ ദൈവത്തിന്റെ ദൈവിക സമാധാനം വാഴുന്നതിനായി നന്ദി പറയുന്നു. അനേകർ നിത്യരക്ഷ കണ്ടെത്തുവാൻ ഉതകുന്നതിനായി നന്ദി. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളാൽ ഭാരപ്പെട്ട് നാളുകളായി ട്രീറ്റ്മെന്റ് എടുത്ത് ഒരു പോംവഴിയും ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥകളിൽ ദൈവിക കരം വ്യാപരിക്കുന്നതിനായി നന്ദി പറയുന്നു. അദൃശ്യമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ രോഗസൗഖ്യം വ്യാപരിക്കുന്ന നന്ദി. വചനമായി സൗഖ്യപ്പെടുത്തുന്നതിനായി നന്ദി പറയുന്നു. സമസ്ത അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. സകല ജനത്തിന്മേൽ ദൈവിക അനുഗ്രഹം വാഴട്ടെ. ഒന്നുകൂടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കുകയും ദൈവം സകല മനുഷ്യരെയും അനുഗ്രഹിക്കും. ധ്യാനിക്കുമ്പോൾ ദൈവം അതിനോട് രാജാവേ, ആമേൻ, ആമേൻ. വളരെ നന്ദി പ്രിയ ഫ്ലാഗോൺ. അനുഗ്രഹീതമായ ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് പ്രിയ കർത്താവിന്റെ ആശ്രിതമായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ശക്തമായി ഉപയോഗിക്കട്ടെ. ദൈവനാമം ഏറെ മഹിമപ്പെടുവാൻ പിന്നെ ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com